ഇൻകം ടാക്സിന്റെ രണ്ടാമത്തെ സെഷൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാലറിയുടെ ബാക്കി പോർഷൻസും അതേപോലെ ബാക്കിയുള്ള ഡിഫറെന്റ് ഹെഡ്സും നമ്മൾ ഇന്നത്തെ ഡിസ്കഷനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം അണ്ടർ ദി ഹെഡ് സാലറീസ്. സാലറീസിന്റെ കീഴിൽ ഡിഫറെന്റ് ഇൻകംസ് ഏതൊക്കെയാണ്, അതിന്റെ ഓരോന്നിന്റെയും കമ്പ്യൂട്ടേഷൻ ഏത് രീതിയിലാണ് എന്നുള്ളതിനെ പറ്റി തിയറിറ്റിക്കൽ വ്യൂ പോയിന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമായിരുന്നു. സോ അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ബിഫോർ ദാറ്റ് ലെറ്റ് മീ റിപ്പീറ്റ്. നമ്മൾ പറഞ്ഞത് സാലറി എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത് വരുന്ന ഡിഫറെന്റ് ഐറ്റംസ്. ഫസ്റ്റ് ഐറ്റം ഇസ് ബേസിക് സാലറി, ബേസിക് പേ. അതിനുശേഷം ദർ ആർ ഫീസ് ആൻഡ് കമ്മീഷൻസ്. ഏതെങ്കിലും ഫീയോ കമ്മീഷനോ ബോണസോ അങ്ങനെയുള്ള ഏതെങ്കിലും ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം സാലറിയുടെ പെർവ്യൂവിൽ തന്നെ വരും. അത് കൂടാതെ അലവൻസസ് ആർ ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അലവൻസസ്. ഓരോ അലവൻസസിന്റെയും ട്രീറ്റ്മെന്റും ഡിഫറെന്റ് ആണ് ആസ് പെർ ലോ. ഓക്കെ, ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഓരോ അലവൻസ് എടുക്കുകയാണെങ്കിൽ, അതായത് ഡിആർഎസ് അലവൻസ് എന്ന് പറയുന്നത് ഫുള്ളി ടാക്സബിൾ ആണ്. അതേപോലെ എച്ച് ആർ എ ട്രീറ്റ്മെന്റ് നമ്മൾ ലാസ്റ്റ് ഡേ പറഞ്ഞു. എച്ച് ആർ എ ട്രീറ്റ് ചെയ്യുന്നത് ആക്ച്വൽ എച്ച് ആർ എയിൽ നിന്നും ആക്ച്വൽ എച്ച് ആർ എ റിസീവ്ഡ് ഡിഡക്ട് ചെയ്യുക ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ്. അതായത് 3 ആസ്പെക്ട്സ് വരുന്നുണ്ട്. ആ 3 എണ്ണത്തിനകത്ത് ഏറ്റവും ചെറിയ എമൗണ്ട് ഏതാണോ അതാണ് നിങ്ങൾക്ക് ഡിഡക്ട് ചെയ്യാവുന്നത്. ഒന്നാമത്തത് ആക്ച്വൽ എച്ച് ആർ എ. രണ്ടാമതായിട്ട് റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി. ആ ടൈം പീരീഡിൽ അദ്ദേഹത്തിന് റിസീവ് ചെയ്ത സാലറിയുടെ 10%. അതേപോലെ ആക്ച്വൽ റെന്റ് എത്രയാണോ കൊടുത്തിരിക്കുന്നത്, റെന്റ് ഹൗസ് റെന്റ് അലവൻസ് ആണ്. ഫോർ ഈ ബെനിഫിറ്റ് എന്ന് പറയുന്നത് റെന്റ് റിസീവ് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ബെനിഫിറ്റ് ആണ്. സോ ആക്ച്വലി എത്ര റെന്റ് ആണ് ഇദ്ദേഹം പേ ചെയ്തത്, അതിൽ നിന്നും 10% ഓഫ് സാലറി ഡിഡക്ട് ചെയ്യുമ്പോൾ എത്ര രൂപ വരുന്നുണ്ട്, ആ പോർഷൻ രണ്ടാമത്തെ ഡിഡക്റ്റബിൾ ഫിഗർ ആണ്. അതുപോലെ തന്നെ ഇനി ലൊക്കേഷൻ നോക്കിയതിനു ശേഷം മൂന്നാമത്തെ കണ്ടീഷൻ ഇസ് ദാറ്റ് 50% ഓഫ് സാലറി ഇൻ കേസ് ഓഫ് മെട്രോപൊളിറ്റൻ സിറ്റീസ് വെറാസ് 40% ഇൻ കേസ് ഓഫ് അതർ സിറ്റീസ്. ഇതാണ് ഇതിൽ ഏറ്റവും ലീസ്റ്റ് ഏതാണോ അതാണ് എക്സംപ്റ്റഡ് ആയിട്ട് വരുന്നത്. ലാസ്റ്റ് നമ്മൾ അത് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഫസ്റ്റ് ലെക്ചറിനകത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസസ് 100 പെർ മന്ത് ഫോർ 2 ചിൽഡ്രൻ. ഓക്കെ, 2 കുട്ടികൾക്ക് 100 രൂപ വെച്ച് മാസം ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് അലോ ചെയ്യാം. അതേപോലെ തന്നെ ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസ് ആണെങ്കിൽ 2 കുട്ടികൾക്ക് 300 രൂപ വെച്ച് അലോ ചെയ്യാം. 3 കുട്ടികൾ ഉണ്ടെങ്കിലും 2 കുട്ടികൾക്ക് മാത്രമേ അലോ ചെയ്യുള്ളൂ. മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് 300 രൂപയാണ്. ദെൻ ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് ആണെങ്കിൽ നോർമൽ സിറ്റുവേഷൻസിൽ മന്ത്ലി 1600 റുപ്പീസ് വരെ ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് ആയിട്ട് കൊടുക്കാം. ഇനി അവിടെയുള്ള കണ്ടീഷൻ ഇതാണ്, ഏതെങ്കിലും കേസിൽ ഹാൻഡിക്യാപ്ഡ് ആണ്, അല്ലെങ്കിൽ ബ്ലൈൻഡ് ആണ്, ഡെഫ് ആണ്, ഡെംബ് ആണ്, അല്ലെങ്കിൽ ഹാൻഡിക്യാപ്ഡ് ആണ്, ഈ പറയുന്ന 4 സിറ്റുവേഷൻസിൽ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻസിൽ മാത്രം ഈ പറയുന്ന തുകയുടെ ഇരട്ടി അലോ ചെയ്യാം. തുക എന്ന് പറയുന്നത് 1600 ആണ്. 1600 ഡബിൾ, ദാറ്റ് ഈസ് 3200 പെർ മന്ത് വരെ അത്തരത്തിലുള്ള എംപ്ലോയീസ് ആണെങ്കിൽ അവർക്ക് അലോ ചെയ്യാം. അടുത്തതായി ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ദെൻ എന്റർടൈൻമെന്റ് അലവൻസ്. എന്റർടൈൻമെന്റ് അലവൻസ് എന്ന് പറയുന്നത് ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. ആക്ച്വലി 16 സബ്സെക്ഷൻ 2 പ്രകാരം ഒരു ഡിഡക്ഷൻ വരുന്നുണ്ട്. അത് വരുന്നത് ഗവൺമെന്റ് എംപ്ലോയീസിനാണ്. അത് ആക്ച്വലി ചാർജ് ചെയ്തതിനു ശേഷം, അതായത് നമ്മൾ സാലറിയുടെ പെർവ്യൂവിൽ എടുക്കുമ്പോൾ എന്റർടൈൻമെന്റ് അലവൻസ് മൊത്തമായിട്ട് തന്നെ എടുക്കുക. എക്സെപ്ഷൻ അല്ല, 16 പ്രകാരമുള്ള ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 16 പ്രകാരമുള്ള ഡിഡക്ഷൻ ആയിട്ട് ഗവൺമെന്റ് എംപ്ലോയീസിന് മാത്രം അലോ ചെയ്യാം. ദർ ഇസ് എ സ്പെസിഫൈഡ് ലിമിറ്റ് ഫോർ ദാറ്റ്. ഓക്കെ, അങ്ങനെ ഒരു ലിമിറ്റും ഉണ്ട്. ആ ലിമിറ്റ് അനുസരിച്ച് മാത്രം അലോ ചെയ്യാവുന്ന ഒരു ഐറ്റമാണ് എന്റർടൈൻമെന്റ് അലവൻസ്. പക്ഷേ ഇവിടെ നമ്മൾ കാണിക്കുമ്പോൾ ഫുൾ എമൗണ്ട് തന്നെ കാണിക്കാം. ദെൻ അതർ അലവൻസ് ഇൻക്ലൂഡിങ് ഓവർ ടൈം ഓർ സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്, ഇങ്ങനെയുള്ള എല്ലാ അലവൻസസും ഫുള്ളി ടാക്സബിൾ ആണ്. ഫുൾ എമൗണ്ടും നമുക്ക് ഔട്ടർ കോളത്തിലേക്ക് എടുത്തെഴുതാം. ദെൻ പിന്നെ നമ്മൾ നോക്കിയത് പെർക്യൂസിറ്റ്സിനെ പറ്റിയാണ്. പെർക്ക് എന്ന് പറയുന്നത് ആക്ച്വലി എനി അഡീഷണൽ ബെനിഫിറ്റ് വിച്ച് ഇസ് പ്രൊവൈഡഡ് ടു ദി എംപ്ലോയി ബൈ ദി എംപ്ലോയർ, such as rent free accommodation or the car facility. അങ്ങനെയുള്ള എന്തെങ്കിലും അഡീഷണൽ ഫെസിലിറ്റീസ് എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതാണ് പെർക്യൂസിറ്റ്സ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആദ്യത്തെ പെർക്യൂസിറ്റ് ഡിസ്കസ് ചെയ്തിരുന്നു, വാല്യുവേഷൻ ഓഫ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ. ഫ്രീ ആയിട്ട് അക്കോമഡേഷൻ കൊടുക്കുകയാണെങ്കിൽ, റെന്റ് വേണ്ട എന്നുള്ള രീതിയിൽ അക്കോമഡേഷൻ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ഡിഫറെന്റ് ആസ്പെക്റ്റുകൾ ഇതാണ്. ആദ്യം നമ്മൾ നോക്കേണ്ടത് എംപ്ലോയി ഗവൺമെന്റ് എംപ്ലോയി ആണോ പ്രൈവറ്റ് എംപ്ലോയി ആണോ എന്ന് നോക്കണം. അതിൽ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ, ഗവൺമെന്റ് എംപ്ലോയിക്ക് കൊടുക്കുന്ന റെന്റ് ഫ്രീ അക്കോമഡേഷൻ ആണെങ്കിൽ, ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് ലൈസൻസ് ഫീ ഡിറ്റർമിൻഡ് ബൈ ദി ഗവൺമെന്റ്. എത്രയാണോ ഗവൺമെന്റ് ലൈസൻസ് ഫീ ആയിട്ട് ഡിറ്റർമിൻ ചെയ്യുന്നത് അതിൽ നിന്നും എന്തെങ്കിലും ഒരു എമൗണ്ട്
അദ്ദേഹത്തിന്റെ കയ്യിൽ എംപ്ലോയിയുടെ കയ്യിൽ നിന്നും ഗവൺമെന്റ് മേടിക്കുന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് കുറച്ചതിന് ശേഷം ബാക്കി എമൗണ്ട് വാല്യൂ ഓഫ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ ആയിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലൈസൻസ് ഫീ ആയിട്ട് ഗവൺമെന്റ് ഡിറ്റർമിൻ ചെയ്തത് 5,000 എ ഇയർ ആണ്. ഓക്കെ, ഒരു വർഷത്തേക്ക് 5,000 റുപ്പീസ്. ദെൻ അതിന്റെ പേരിൽ എംപ്ലോയിയുടെ കയ്യിൽ നിന്നും ഒരു വർഷം മേടിക്കുന്നത് 500 റുപ്പീസ് ആണ്. ദാറ്റ് മീൻസ് ആക്ച്വലി വാല്യൂ വരേണ്ടിരുന്നത് 5,000 ആണ്. ബിക്കോസ് ദിസ് വൺ വാസ് ദി ലൈസൻസ് ഫീ. ഗവൺമെന്റ് ഡിറ്റർമിൻ ചെയ്ത ലൈസൻസ് ഫീ ആണ് 5,000. പക്ഷേ എംപ്ലോയിയുടെ കയ്യിൽ ഈ അക്കോമഡേഷന് വേണ്ടി എംപ്ലോയിയുടെ കയ്യിൽ നിന്നും 500 രൂപ ഗവൺമെന്റ് മേടിക്കുന്നുണ്ട് ഇയർലി. ദാറ്റ് കേസ് ടോട്ടലി വാല്യൂ ഓഫ് പെർക്വിസിറ്റ് എന്ന് പറയുന്നത്, വാല്യൂ ഓഫ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ എന്ന് പറയുന്നത് 4,500 ആയിരിക്കും. ഇതാണ് ഗവൺമെന്റ് എംപ്ലോയിയുടെ കേസിൽ. രണ്ടാമത്തെ കേസ് എടുക്കുകയാണെങ്കിൽ പ്രൈവറ്റ് എംപ്ലോയീസ് ആണെങ്കിൽ, ഓർ ഗവൺമെന്റ് അല്ലാത്ത മറ്റേതെങ്കിലും ഒരു എംപ്ലോയർ ആണെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന അക്കോമഡേഷനെ നമ്മൾ നോക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഏത് സിറ്റിയിലാണ്. അതായത് അവിടെ രണ്ട് കണ്ടീഷൻ ഉണ്ട്. അക്കോമഡേഷൻ ഈസ് പ്രൊവൈഡഡ് ഓൺ എ ഫെസിലിറ്റി ദാറ്റ് ഈസ് ഓൺഡ് ബൈ ദി എംപ്ലോയർ. എംപ്ലോയർ ഓൺ ചെയ്യുന്ന ഒരു സ്ഥലത്താണ്, എംപ്ലോയർ ഓൺ ചെയ്യുന്ന അക്കോമഡേഷൻ ആണെങ്കിൽ അവിടെ നമ്മൾ നോക്കേണ്ടത് സിറ്റിയാണ്. ഓക്കെ, എംപ്ലോയർ ഓൺ ചെയ്യുന്ന അക്കോമഡേഷൻ ആണെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ ഇസ് ദാറ്റ് പോപ്പുലേഷൻ നോക്കുക. സിറ്റിയുടെ പോപ്പുലേഷൻ 25 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ, ഓക്കെ, 25 ലക്ഷത്തിനേക്കാൾ കൂടുതലാണ് സിറ്റിയുടെ പോപ്പുലേഷൻ എങ്കിൽ അതിന്റെ അർത്ഥം 2001 സെൻസസ് പ്രകാരമാണ്, 2011 സെൻസസ് അല്ല, 2001 സെൻസസ് പ്രകാരം 25 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ കണ്ടീഷൻ ഇസ് ദാറ്റ് 15% ഓഫ് സാലറി ഇൻ റെസ്പെക്ട് ഓഫ് ദി ഫോർ ദി പീരീഡ്. അദ്ദേഹത്തിന്റെ സാലറിയുടെ 15%. ഓക്കെ, സാലറി ഓരോ പർപ്പസിനും ഡിഫറെന്റ് ആണ്. അതിന്റെ ഒരു ടേബിൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇവിടെ ഓർക്കേണ്ടത് സാലറിയുടെ 15%. സാലറിയുടെ 15% ആയിരിക്കും വാല്യൂ ഓഫ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ. ആൻഡ് അവിടെയും ഓർക്കുക, ഇൻ കേസ് ഇപ്പോൾ സാലറിയുടെ 15% എന്ന് പറയുന്നത് നമ്മൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ സാലറിയുടെ 15% കിട്ടിയത് 20,000 ആണ്. അഗെയിൻ എംപ്ലോയർ, പ്രൈവറ്റ് എംപ്ലോയർ ആണെങ്കിലും അദ്ദേഹം എംപ്ലോയിയുടെ കയ്യിൽ നിന്നും 15,000 വർഷം മേടിക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ 20,000 എന്തായിരുന്നു? സാലറിയുടെ 15%. ആ പറയുന്ന അക്കോമഡേഷന് വേണ്ടി എംപ്ലോയർ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നത് 15,000 ആണ്. സോ ഡിഫറൻസ് വരുന്ന 5,000 ആയിരിക്കും വാല്യൂ ഓഫ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ. ഇതാണ് ആദ്യത്തെ കണ്ടീഷനിൽ പറഞ്ഞത്. സിറ്റീസ് വെയർ പോപ്പുലേഷൻ ഈസ് മോർ ദാൻ 25 lakhs, 25 ലക്ഷത്തിൽ കൂടുതൽ പോപ്പുലേഷൻ ഉള്ള സിറ്റീസ് ആണെങ്കിൽ അവിടെ സാലറിയുടെ 15%, ഓക്കെ, സാലറിയുടെ 15% എടുക്കുക. ദെൻ അതിനുശേഷം രണ്ടാമത്തെ കേസ് 10 ലാഖിനും 25 ലാഖിനും ഇടയിലാണ് പോപ്പുലേഷൻ വരുന്നതെങ്കിൽ, രണ്ടാമത്തെ കണ്ടീഷൻ ആയിട്ട് 10 ലാഖിനും 25 ലാഖിനും ഇടയിലാണെങ്കിൽ അവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ 15% പകരം 10% എടുക്കുക. ബാക്കി കണ്ടീഷൻസ് എല്ലാം സെയിം ആണ്. ഇനി 10 ലാഖിൽ താഴെ പോപ്പുലേഷൻ ഉള്ള സിറ്റീസിലാണെങ്കിൽ, അതായത് അതർ ബാക്കി ഏത് സിറ്റീസ് ആണെങ്കിലും അവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് 7.5% ഓഫ് സാലറി. വൺ സെക്കൻഡ്, തനുജ കൊമേഴ്സിന്റെ ക്ലാസ്സിലാണ് വന്നിരിക്കുന്നത്, ഹിന്ദിയുടെ ക്ലാസ്സിലല്ല. ഓക്കെ, ക്ലാസ് മാറിപ്പോയിട്ടുണ്ട്, ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ഹിന്ദിയുടെ ഗ്രൂപ്പിലൊന്ന് ചെക്ക് ചെയ്താൽ മതി, അവരുടെ ലിങ്ക് കിട്ടും. ഓക്കെ, ശരി. മൂവിങ് ഓൺ, നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. സോ 3 കണ്ടീഷൻസും ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫസ്റ്റ് കണ്ടീഷൻ 25 ലാഖ്സിന് മുകളിലാണെങ്കിൽ കണ്ടീഷൻ ഇതായിരുന്നു, 15% ഓഫ് സാലറി. ഇനി 10 ലാഖിനും 25 ലാഖിനും ഇടയിലാണെങ്കിൽ പോപ്പുലേഷൻ 10 ലാഖിനും 25 ലാഖിനും ഇടയിലാണെങ്കിൽ 10% ഓഫ് സാലറി. 10 ലാഖിൽ താഴെയാണെങ്കിൽ 7.5% ഓഫ് സാലറി. ഇനി അക്കോമഡേഷൻ ഈസ് ടേക്കൺ ഓൺ ലീസ് ബൈ എംപ്ലോയർ. എംപ്ലോയർ ലീസിന് എടുത്തിരിക്കുന്ന അക്കോമഡേഷൻ ആണെങ്കിൽ അവിടെയുള്ള കണ്ടീഷൻ ആക്ച്വൽ ലീസ് റെന്റൽ പെയ്ഡ് എത്രയാണോ അത്, ഓർ 15% ഓഫ് സാലറി വിച്ച് എവർ ഈസ് ലോവർ. ഓക്കെ, കണ്ടീഷൻ ഇതാണ്. നമ്മൾ നോക്കുക ആദ്യം ആക്ച്വൽ റെന്റിന് എടുത്തിരിക്കുന്നതാണ്. സോ ആക്ച്വൽ റെന്റൽ എത്രയാണെന്ന് നോക്കുക. ആക്ച്വൽ റെന്റ് എന്ന് പറയുന്നത് 25,000 ആണ്. ഇത്രയുമാണ് എംപ്ലോയർ റെന്റ് ആയിട്ട് പേ ചെയ്യുന്നത്, റെന്റിന് എടുത്തിട്ടുള്ള ആയതുകൊണ്ട്. ദെൻ 15% ഓഫ് സാലറി.
15% ഓഫ് സാലറി എന്ന് പറയുന്നത് 20,000 ആണെന്ന് വിചാരിക്കുക. സോ ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് കൺസെപ്റ്റ് നോക്കുക. ഇതിൽ ഏതാണോ ചെറുത് അതാണ് വാല്യൂ ഓഫ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ ഇൻ കേസ് ഓഫ് ഇഫ് ദി അക്കോമഡേഷൻ ഈസ് റെന്റഡ് ബൈ എംപ്ലോയർ റെന്റിന് എടുത്തിട്ടുള്ളതാണെങ്കിൽ ഈ പറയുന്ന രണ്ട് ഫിഗേഴ്സിൽ ലീസ്റ്റ് ഏതാണോ അതാണ് വാല്യൂ ഓഫ് അക്കോമഡേഷൻ. സോ ലീസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ 20,000 ആണ്. ഗോട്ട് ഇറ്റ്? എല്ലാ കേസുകളിലും ഏതെങ്കിലും ഒരു എമൗണ്ട് എംപ്ലോയിയുടെ കയ്യിൽ നിന്നും എംപ്ലോയർ അതിനു വേണ്ടി ഈടാക്കുന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് ഈ വാല്യൂവിൽ നിന്ന് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. സോ എനി ഡൗട്ട്സ്? ഇതുവരെ നമ്മൾ ഇതിനെ ഡിസ്കസ് ചെയ്തതാണ്. എന്തെങ്കിലും ഡൗട്ട്സ് പെർക്വിസിറ്റ്സിന്റെ വാല്യുവേഷൻ ആയിട്ടുണ്ടോ? ഇനി ഓക്കെ. Then let's move on. Next is the valuation of motor car. അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അതിനു മുമ്പായിട്ട് എനി അതർ പെർക്വിസിറ്റ് ലൈക്ക് പ്രൊവിഷൻ ഓഫ് സർവീസ് ഓഫ് എ സ്വീപ്പർ, ഗാർഡനർ, വാച്ച്മാൻ ഓർ പേഴ്സണൽ അറ്റൻഡന്റ്, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലിന്റെ സർവീസ് എംപ്ലോയിക്ക് വേണ്ടി എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, എംപ്ലോയർ ഒരു സ്വീപ്പറെ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ വേണ്ടി കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ഗാർഡനറെ പ്രൊവൈഡ് ചെയ്യുന്നു, വാച്ച്മാനെ പ്രൊവൈഡ് ചെയ്യുന്നു, പേഴ്സണൽ അറ്റൻഡന്റിനെ, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു എമൗണ്ട്, എന്തെങ്കിലും ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ആക്ച്വൽ കോസ്റ്റ് ടു എംപ്ലോയർ ബൈ വേ ഓഫ് സാലറി പെയ്ഡ് ഓർ പേയബിൾ ഫോർ അതർ സർവീസസ് ഫോർ സച്ച് സർവീസസ്. അതായത് ഇങ്ങനെ ഒരു സ്വീപ്പറെ അല്ലെങ്കിൽ ഗാർഡനറെ അല്ലെങ്കിൽ വാച്ച്മാനെ അല്ലെങ്കിൽ പേഴ്സണൽ അറ്റൻഡന്റിനെ, ഇതിൽ പറയുന്ന ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലിനെ എംപ്ലോയിക്ക് വേണ്ടി എംപ്ലോയർ അപ്പോയിന്റ് ചെയ്യുകയാണ്. മീനിങ് ഇസ് ദാറ്റ് ഇതിനു വേണ്ടി എംപ്ലോയർ കാശ് മുടക്കുവാണ് എംപ്ലോയിക്ക് വേണ്ടി. അതിന്റെ അർത്ഥം അതുകൊണ്ട് വന്നിരിക്കുന്ന ചെലവുകൾ എത്രയാണോ, എംപ്ലോയർക്ക് എത്ര രൂപയാണോ ഇത് പ്രകാരം കൊടുക്കേണ്ടി വരുന്നത്, ആ ഫുൾ എമൗണ്ട് ആയിരിക്കും ടാക്സബിൾ. ഓക്കെ, എംപ്ലോയി അവിടെ എമൗണ്ട് ഒന്നും സ്പെൻഡ് ചെയ്യുന്നില്ല, എംപ്ലോയിക്ക് അത് ബെനിഫിറ്റ് ആയിട്ട് അങ്ങ് ട്രീറ്റ് ചെയ്യും. എംപ്ലോയിക്ക് കിട്ടിയിട്ടുള്ള ബെനിഫിറ്റ് ആയിട്ട് കരുതിയിട്ട് ആ എമൗണ്ട് എത്രയാണോ അത് ഫുള്ളി ടാക്സബിൾ ആയിട്ട് വരും. ഇനി അതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു എമൗണ്ട് എംപ്ലോയിയുടെ കയ്യിൽ നിന്നും എംപ്ലോയർ മേടിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് എമൗണ്ട് ക്യാൻ ബി ഡിഡക്റ്റഡ്. നമ്മൾ ഇതുവരെ പറഞ്ഞ സെയിം കാറ്റഗറി, ഈ പറയുന്ന പെർക്വിസിറ്റുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു എമൗണ്ട് എംപ്ലോയർ എംപ്ലോയിയുടെ കയ്യിൽ നിന്നും ഈടാക്കുന്നുണ്ടെങ്കിൽ ഈ ഓൾറെഡി ചാർജ് ചെയ്ത എമൗണ്ടിൽ നിന്ന് അത് കുറയ്ക്കാൻ സാധിക്കും. സോ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നത്, ഒരു സ്വീപ്പറുടെ ചാർജ്, സ്വീപ്പർക്ക് എംപ്ലോയർ കൊടുക്കുന്ന ചാർജ് എന്ന് പറയുന്നത് 5,000 പെർ മന്ത് ആണ്. ഓർ 5,000 ടോട്ടൽ ചാർജ് 5,000 ആയിട്ട് നമുക്ക് എടുക്കാം. 5,000 എംപ്ലോയിയുടെ ബെനിഫിറ്റിന് വേണ്ടി കൊടുത്തതാണ്, സ്വീപ്പറെ നിർത്തിയിരിക്കുന്ന എംപ്ലോയിക്ക് വേണ്ടിയാണ്. സോ ദാറ്റ് ഇതിന്റെ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് എംപ്ലോയി ആണ്. ദാറ്റ് മീൻസ് ഈ 5,000 മൊത്തം എംപ്ലോയിയുടെ പെർക്വിസിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും, മൊത്തം വാല്യൂ ടാക്സബിൾ ആയിട്ട് വരും. ഓക്കെ, ഇൻ ദാറ്റ് കേസ്, ഇൻ എനി കേസ് ഈ പറയുന്ന സ്വീപ്പറുടെ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട് എംപ്ലോയിയുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും ഒരു എമൗണ്ട് റിക്കവർ ചെയ്യുവാണെങ്കിൽ, അതായത് സ്വീപ്പർ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിനു വേണ്ടി 5,000 റുപ്പീസ് ആണ് ഞങ്ങൾ എംപ്ലോയർ കൊടുക്കുന്നത്, ബട്ട് ദർ ഇസ് എ കണ്ടീഷൻ ദാറ്റ് മന്ത്ലി ഇതുമായി ബന്ധപ്പെട്ട് ഒരു 1,000 റുപ്പീസ് നിങ്ങൾ കമ്പനിയിൽ പേ ചെയ്യണം എന്നൊരു കണ്ടീഷൻ പറയുവാണ് കമ്പനി. അതായത് 1,000 റുപ്പീസ് എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് ഈടാക്കുവാണെങ്കിൽ 4,000 രൂപയായിരിക്കും ടാക്സബിൾ ആയിട്ട് വരിക. ആ പറയുന്ന 1,000 റുപ്പീസ് നിങ്ങൾക്ക് ഡിഡക്റ്റ് ചെയ്യാം. ഓക്കെ, ദെൻ gas, electricity, water supplied by employer for household consumption of the employee. ഗ്യാസോ ഇലക്ട്രിസിറ്റിയോ അല്ലെങ്കിൽ വാട്ടർ ഇങ്ങനെയുള്ള എന്തെങ്കിലും എംപ്ലോയിയുടെ ഹൗസ് ഹോൾഡ് കൺസംഷന്, റിമെമ്പർ ദാറ്റ് ഹൗസ് ഹോൾഡ് കൺസംഷൻ ഒഫീഷ്യൽ യൂസിന് വേണ്ടിയോ ഓഫീസിലെ ആവശ്യത്തിന് വേണ്ടിയോ അല്ല, ഹൗസ് ഹോൾഡ് കൺസംഷന് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ ദി എമൗണ്ട് പെയ്ഡ് ഓൺ അക്കൗണ്ട് ബൈ ദി എംപ്ലോയർ ടു ദി ഏജൻസി സപ്ലൈയിങ് ഗ്യാസ് ഓർ വാട്ടർ, ഇങ്ങനെ കൊടുക്കുന്ന ആ ഏജൻസിക്ക് എംപ്ലോയർ എത്ര രൂപയാണ് പേ ചെയ്തത് അത് ടാക്സബിൾ ആയിരിക്കും. നേരത്തെ പറഞ്ഞ സെയിം സിറ്റുവേഷൻ, ഒരു ഡിഫറൻസസും ഇല്ല. ഓക്കെ, അതിനകത്തുനിന്ന് ഏതെങ്കിലും എമൗണ്ട് എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നുണ്ടെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്യാം. അടുത്ത കണ്ടീഷൻ, പ്രൊവിഷൻ ഓഫ് ഫ്രീ ആൻഡ് കൺസെഷണൽ എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് ഫോർ എനി മെമ്പർ ഓഫ് ദി എംപ്ലോയീസ് ഹൗസ് ഹോൾഡ്. എംപ്ലോയിയുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു മെമ്പർക്ക് കൺസെഷണൽ എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ലൈക്ക് ഫീൽഡ് രജിസ്ട്രേഷൻ കൊടുക്കുന്നു, അവർ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കൊടുക്കുകയാണെങ്കിൽ സം ഈക്വൽ ടു ദി എക്സ്പെൻഡിച്ചർ ഇൻക്വേർഡ് ബൈ ദി എംപ്ലോയർക്ക് ഇതുമായി ബന്ധപ്പെട്ട് എത്ര എക്സ്പെൻസ് വന്നിട്ടുണ്ടോ
അത് എംപ്ലോയിയുടെ പേരിൽ ടാക്സബിൾ ആയിരിക്കും, ലെസ് ഇഫ് ദർ ഇസ് എനി എമൗണ്ട് റിക്കവേർഡ് ബൈ ദി എംപ്ലോയർ. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് എംപ്ലോയർ എത്ര രൂപ മുടക്കിയോ അത് മൊത്തം ടാക്സബിൾ ആണ്. നമ്മൾ ഇതുവരെ പറഞ്ഞ എല്ലാ കണ്ടീഷനിലും അത് തന്നെയാണ്. എംപ്ലോയർ എത്രയാണോ മുടക്കിയത് അത് മൊത്തം ടാക്സബിൾ ആയിട്ട് കാണിക്കണം. Then where educational institution is maintained or owned by the employer, അവിടെ ഒരു കണ്ടീഷൻ ഉള്ളത്. ഇതിന് മുമ്പ് വരെ നമ്മൾ പറഞ്ഞത് എംപ്ലോയർ മറ്റൊരു സ്ഥലത്ത്, അതായത് ഗ്യാസ് ആയാലും വാട്ടർ ആയാലും ഗാർഡനർ ആയാലും എംപ്ലോയർ പുറത്തേക്ക് ഒരു എമൗണ്ട് പേ ചെയ്യുന്നുണ്ട്. വെറാസ് എംപ്ലോയർ ഓൺ ചെയ്യുന്ന എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എംപ്ലോയിക്ക് പഠിക്കാൻ, എംപ്ലോയിയുടെ ഫാമിലി മെമ്പേഴ്സിന് പഠിക്കാനുള്ള ഒരു ഫെസിലിറ്റി കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഇൻ വേർ ദി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് maintained and owned by the employer, cost of such education is in similar institution or near in or near the locality. അതായത് ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ ചെക്ക് ചെയ്യുന്നത് ഇതേ രീതിയിലുള്ള എഡ്യൂക്കേഷന്, അതായത് ബിക്കോസ് എംപ്ലോയറുടെ ബിൽഡിങ്ങിലാണ് കൊടുത്തത്, എംപ്ലോയറുടെ സ്കൂളിലാണ് പഠിക്കാനുള്ള ഫെസിലിറ്റി കൊടുത്തതെന്ന് വിചാരിക്കാം. സോ എംപ്ലോയറുടെ സ്കൂളിലായതുകൊണ്ട് ഫ്രീ ആയിട്ട് പഠിച്ചു എന്നാണ് പറയുന്നത്. അതിനർത്ഥം ടാക്സബിൾ അല്ല എന്നല്ല. ദാറ്റ് മീൻസ് അതേ രീതിയിലുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എത്രയാണ് ചാർജ് ചെയ്യുന്നതെന്ന് നോക്കുന്നു. ആ എമൗണ്ട് ആയിരിക്കും എംപ്ലോയിക്ക് ടാക്സബിൾ ആയിട്ട് വരുന്നത്. Let me repeat. Cost of such education in similar institutions in or near the locality, less if there is any amount recovered from the employee. However, there would be no perquisite if the value of the benefit does not exceed 10,000 per month. അതായത് ഇവിടെ ഒരു കണ്ടീഷനും കൂടി ഉണ്ട്. അതായത് ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മന്ത്ലി വരുന്ന എക്സ്പെൻസ് 1000 രൂപയിൽ കുറവാണെങ്കിൽ ഇതിനെ പെർക്യൂസിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. 1000 രൂപയിൽ കൂടുതലാണെങ്കിൽ അത് പെർക്യൂസിറ്റ് ആണ്. ഓക്കെ, അതാണ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇഫ് ഇറ്റ് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ എംപ്ലോയർ. ഓക്കെ, ദെൻ വൺ മോർ തിങ്, above perks are available only, taxable only in the case of specified employees. So who are these specified employees? Specified employees എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ കാറ്റഗറിയാണ്. സ്പെസിഫൈഡ് എംപ്ലോയീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കമ്പനിയിൽ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള എംപ്ലോയി. ഫസ്റ്റ് കണ്ടീഷൻ, ഒരു കമ്പനിയിൽ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള എംപ്ലോയി. രണ്ടാമത്തെ കണ്ടീഷൻ, കമ്പനിയുടെ 20% കൂടുതൽ ഷെയർ ഹെൽഡ് ചെയ്യുന്ന ഒരു എംപ്ലോയി. കമ്പനിയുടെ 20% കൂടുതൽ ഷെയർ ഹെൽഡ് ചെയ്യുന്ന എംപ്ലോയി. ആൻഡ് മൂന്നാമത്തെ കണ്ടീഷൻ, 50,000 രൂപയിൽ കൂടുതൽ വാർഷിക വരുമാനമുള്ള എംപ്ലോയി. ഓക്കെ, ഈ പറയുന്ന 3 കാറ്റഗറിയിൽ ഏതെങ്കിലും വരുന്നുണ്ടെങ്കിൽ ആ എംപ്ലോയി സ്പെസിഫൈഡ് എംപ്ലോയി ആണ്. നിലവിൽ 50,000 രൂപയിൽ കൂടുതൽ വാർഷിക വരുമാനം എല്ലാ എംപ്ലോയീസിനും തന്നെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് സാധാരണഗതിയിൽ എല്ലാ എംപ്ലോയീസും സ്പെസിഫൈഡ് എംപ്ലോയീസ് ആയിട്ട് വരും. ഓക്കെ, സോ ലാസ്റ്റ് വൺ, വിച്ച് വൺ? ഏതാണ് ഡൗട്ട് പറഞ്ഞത്? ലാസ്റ്റ് വൺ എന്ന് ഉദ്ദേശിച്ചത് സ്പെസിഫൈഡ് എംപ്ലോയീസിന്റെ കേസാണോ അതോ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മെയിൻറ്റെയിൻഡ് സ്പെസിഫൈഡ് എംപ്ലോയി? ഓക്കെ, സ്പെസിഫൈഡ് എംപ്ലോയി എന്ന് പറയുന്ന കാറ്റഗറി 3 കണ്ടീഷനാണ് വരുന്നത്. ഒന്നാമത്തെ കണ്ടീഷൻ, ഏതെങ്കിലും ഒരു എംപ്ലോയിക്ക് അതിന്റെ ഓണർഷിപ്പിൽ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ. രണ്ടാമതായിട്ട്, സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഈസ് റിലേറ്റിംഗ് ടു ദി ഡയറക്ടർഷിപ്പ് ആണ് ഉദ്ദേശിക്കുന്നത്. ഡയറക്ടർ ആയിരിക്കുക എന്ന് പറയുന്ന കണ്ടീഷനാണ്. രണ്ടാമതായിട്ട് ഓർക്കേണ്ടത്, ഷെയർ ഹോൾഡിങ്ങിന്റെ 20% എങ്കിലും ഹെൽഡ് ചെയ്യുന്ന എംപ്ലോയി ആണെങ്കിൽ, കമ്പനിയുടെ ഷെയർസിന്റെ 20% എങ്കിലും ഈ എംപ്ലോയിയുടെ പേരിൽ ഉണ്ടെങ്കിൽ. മൂന്നാമത്തെ കണ്ടീഷൻ പറയുന്നത്, മിനിമം സാലറി 50,000 കൂടുതലാണെങ്കിൽ. ഓക്കെ, ജസ്റ്റ് 50,000 എന്ന് പറയുന്നത് മന്ത്ലി അല്ല, ഇയർലി. 12 മാസം 50,000 എന്ന് പറഞ്ഞാൽ ഒരു മാസം ഇറ്റ് വിൽ ബി ലെസ് ദാൻ 5,000. അപ്പോൾ മന്ത്ലി 5,000 കൂടുതൽ, 5,000 അല്ല 4,800 സംതിങ്. സോ അതിൽ കൂടുതൽ ഏൺ ചെയ്യുന്ന ഏതൊരു എംപ്ലോയിയും സ്പെസിഫൈഡ് എംപ്ലോയി ആണ്. സോ ഓൾമോസ്റ്റ് എല്ലാ എംപ്ലോയീസും സ്പെസിഫൈഡ് എംപ്ലോയി ആയിട്ട് മാറും. ഓക്കെ, സോ കണ്ടീഷൻ പറയുന്നത് ഇത്ര മാത്രം. All above perks are taxable only in case of specified employees. ആ സ്പെസിഫൈഡ് എംപ്ലോയീസിന്റെ സീലിംഗിനകത്ത് മാറ്റം വരുത്തേണ്ട ടൈം കഴിഞ്ഞു. അത് പണ്ടത്തെ പ്രൊവിഷനാണ്, അതേപടി തന്നെ മുന്നോട്ട് പോകുന്നേ ഉള്ളൂ. ഈ 50,000 കേസ് അതിന് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. നിലവിലും അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, എനിവേ
Next, interest-free concessional loan exceeding 20,000. Interest-free concessional loan, interest-free or concessional loan. Let me repeat. Interest-free ആയിട്ട് കൊടുക്കുന്ന ലോൺ ആകാം, അതേപോലെ കൺസെഷണൽ ഇൻട്രസ്റ്റ്, നോർമൽ ഇൻട്രസ്റ്റിനേക്കാൾ കുറഞ്ഞ ഇൻട്രസ്റ്റിൽ കൊടുക്കുന്ന ലോണുകളാകാം. അത് 20,000-ൽ കൂടുതലാണെങ്കിൽ ഇൻട്രസ്റ്റ് കമ്പ്യൂട്ടഡ് അറ്റ് ദി റേറ്റ് ചാർജ്ഡ് ബൈ SBI. അതായത് ഇത്തരത്തിലൊരു ലോൺ കൊടുക്കുന്നുണ്ട്, എംപ്ലോയിക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഫ്രീ അല്ലെങ്കിൽ കൺസെഷണൽ ലോൺ ആണെങ്കിൽ അതിനകത്ത് ടാക്സബിൾ ആയിട്ട് വരുന്നത് ഇൻട്രസ്റ്റ് ചാർജ്ഡ് ബൈ SBI ആസ് ഓൺ ഫസ്റ്റ് ഡേ ഓഫ് റെലവന്റ് പ്രീവിയസ് ഇയർ in respect of such loans for similar purposes on the maximum outstanding monthly balance less interest actually paid by the employee. So ഇവിടെ ഉദ്ദേശിക്കുന്ന ഇതാണ്, നിങ്ങൾ ഇത്രയും സിമ്പിൾ ആയിട്ട് ചിന്തിക്കുക. എംപ്ലോയിക്ക് ഒരു ലോൺ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുകയാണ്. ഈ ലോൺ ഫെസിലിറ്റി പ്രകാരം ഒന്നുകിൽ ഇൻട്രസ്റ്റ് ഒന്നും ഈടാക്കുന്നില്ല, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നോർമൽ ഇൻട്രസ്റ്റിനേക്കാൾ കുറവാണ്, കൺസെഷൻ റേറ്റ് ആണ് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ SBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണെന്ന് നോക്കുക. പ്രീവിയസ് ഇയറിന്റെ ബിഗിനിങ്ങിൽ SBI ചാർജ് ചെയ്തിരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണെന്ന് നോക്കുക. ആ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും എംപ്ലോയി ടാക്സ് ആയിട്ട് പേ ചെയ്യേണ്ടി വരിക. ഓക്കെ, ടാക്സ് ആയിട്ട് പേ ചെയ്യാന്നല്ല, വാല്യൂ ഓഫ് പെർക്യൂസിറ്റ് ആയിട്ട് ആഡ് ചെയ്യേണ്ടി വരിക. ഓക്കെ, ലെറ്റ് മീ റിപ്പീറ്റ്. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറയാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എംപ്ലോയിക്ക് 20,000 റുപ്പീസ്, 20,000 മുകളിൽ നിന്നാണ് പറയുന്നത്. സോ ലെറ്റ്സ് മേക്ക് ഇറ്റ് 30,000 പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഓക്കെ, 30,000 റുപ്പീസ് ലോൺ ആയിട്ട് കൊടുക്കുന്നു. ഓക്കെ, ഇതിനു വേണ്ടി ഈടാക്കുന്നത് 5% ഇൻട്രസ്റ്റ് മാത്രമാണ്. ഓക്കെ, വേറസ് നോർമൽ റേറ്റ് ചാർജ്ഡ് ബൈ SBI എന്ന് പറയുന്നത് 10% ആണ്. സോ ഇവിടെ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഈ പറയുന്ന എമൗണ്ടിൽ, അതായത് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട്, ഇനി എത്ര എമൗണ്ട് കൊടുക്കാനുണ്ട്, ആ കൊടുക്കാനുള്ള എമൗണ്ടിൽ 10% എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നു. സോ ദാറ്റ് വിൽ ബി ദി ഇൻട്രസ്റ്റ്, റൈറ്റ്? ആ ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുള്ളത് 30,000 മൊത്തമായിട്ട് കൊടുക്കാണ്ടെന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. 3,000 രൂപയാണ് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഈ 3,000 രൂപയ്ക്ക് പകരം അദ്ദേഹം പേ ചെയ്തുകൊണ്ടിരിക്കുന്ന 5%, അതായത് 1,500 മാത്രമേ പേ ചെയ്യുന്നുള്ളൂ. സോ this is the amount charged by interest charged by SBI, and this amount is recovered from employee. എംപ്ലോയിയുടെ കയ്യിൽ നിന്നും എംപ്ലോയർ ഈടാക്കുന്നതാണ് 1,500. ഓക്കെ, ഇൻ ദാറ്റ് കേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് 1,500, 1,500 ആണ്. 1,500 ആയിരിക്കും വാല്യൂ ഓഫ് പെർക്യൂസിറ്റ്. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആയില്ലെങ്കിൽ പറയൂ, വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്കൊരു ബുദ്ധിമുട്ടില്ല, പറയൂ. മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. Is it clear? Okay. Next item, value of gift or gift voucher. അങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റം കൊടുക്കുകയാണെങ്കിൽ സം ഈക്വൽ ടു ദി എമൗണ്ട് ഓഫ് സച്ച് ഗിഫ്റ്റ്. ഇഫ് ദി ഗിഫ്റ്റ്, ഇൻ കേസ് ഓഫ് ഗിഫ്റ്റിന്റെ കേസിലാണെങ്കിൽ ദ വൗച്ചർ ഈസ് ബിലോ 55,000 there would be no perquisite. ഓക്കെ, അവിടെ ഓർക്കേണ്ടത് ഗിഫ്റ്റോ വൗച്ചർ അങ്ങനെയുള്ള ഐറ്റംസ് കൊടുക്കുകയാണെങ്കിൽ അവിടെ ആ കണ്ടീഷൻ ഇസ് ദാറ്റ് 5,000 മുകളിൽ എത്ര രൂപയാണോ കൊടുത്തത് ആ പറയുന്ന എമൗണ്ട് ടാക്സബിൾ ആയിരിക്കും. മീൻസ് അതായിരിക്കും വാല്യൂ ഓഫ് ഗിഫ്റ്റ്. ഓക്കെ, പ്രത്യേകിച്ച് കണ്ടീഷൻ ഒന്നുമില്ല. എത്രയാണോ എമൗണ്ട് ആ ഗിഫ്റ്റിന് വേണ്ടി വന്നിട്ടുള്ളത് ആ എമൗണ്ട് ആണ് വാല്യൂ ഓഫ് ഗിഫ്റ്റ്. അടുത്തതായിട്ട് യൂസ് ഓഫ് മൂവബിൾ അസെറ്റ്. അതായത് മൂവബിൾ അസെറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ അവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ലൈക്ക് അസെറ്റ്സ് കൊടുത്തിട്ടുള്ളത് ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ പോലുള്ള ഐറ്റംസ് ആണെങ്കിൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നില്ലാണ്. ഓക്കെ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ അങ്ങനെയുള്ള ഐറ്റംസ് ആണെങ്കിൽ അതിന് ബെനിഫിറ്റ് എന്ന് പറയുന്നത് നില്ലാണ്. ടു യൂസ്
ട്രാൻസ്ഫർ ചെയ്താൽ ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുന്നു. ബേസിക്കലി അങ്ങനെ ഉപയോഗിക്കാൻ കൊടുക്കുന്നത് ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി ആയിരിക്കാം. അതിന്റെ പാരലായിട്ട് ഒരു പേഴ്സണൽ പർപ്പസിന് വേണ്ടി അത് ഉപയോഗിച്ചെന്നിരിക്കും. സോ ഇൻ ദാറ്റ് കേസ് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് നില്ലാണ്. ഇനി മൂവബിൾ അസറ്റ്സ് അതർ ദാൻ ലാപ്ടോപ്പ് ആൻഡ് കമ്പ്യൂട്ടർ ആണെങ്കിൽ, ഓക്കെ, അതർ ദാൻ ലാപ്ടോപ്പ് ആൻഡ് കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുമ്പ് പറഞ്ഞ ഏതെങ്കിലും അസറ്റ് അല്ല. അതായത് മുമ്പ് പറഞ്ഞ അസറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാറ് കൊടുക്കുന്നുണ്ട്, അതേപോലെ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതല്ലാത്ത ബാക്കി ഏതെങ്കിലും അസറ്റ് ആണെങ്കിൽ അവിടുത്തെ കണ്ടീഷൻ 10% ഓഫ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് സച്ച് അസറ്റ് ഓർ ദി എമൗണ്ട് ഓഫ് റെന്റ് ഓർ ചാർജ് പെയ്ഡ് ഓർ പേയബിൾ ബൈ ദി എംപ്ലോയർ ആസ് ഇൻ ദി കേസ് മേ ബി. ലെറ്റ് മി റിപ്പീറ്റ്. ഇതിനകത്ത് പറയുന്ന കണ്ടീഷൻ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ആണെങ്കിൽ അതിനൊരു വാല്യൂവും ഇല്ല. ലാപ്ടോപ്പും കമ്പ്യൂട്ടറും അല്ല, മുമ്പ് പറഞ്ഞിരുന്ന ഒരു അസറ്റും അല്ല, വേറെ എന്തെങ്കിലും ഒരു അസറ്റ് ആണെങ്കിൽ അവിടെയുള്ള കണ്ടീഷൻ 10%, അസറ്റിന്റെ ആക്ച്വൽ കോസ്റ്റിന്റെ 10%. അസറ്റിന്റെ ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുന്നത് 5,000 ആണെങ്കിൽ അതിന്റെ 10% ആയിരിക്കും ആദ്യത്തെ കൺസിഡറേഷൻ, അസറ്റ് ഓൺഡ് ബൈ എംപ്ലോയർ ആണെങ്കിൽ. രണ്ടാമതായിട്ട് ഓർ ദി എമൗണ്ട് ഓഫ് റെന്റ് പെയ്ഡ് ഓർ എമൗണ്ട് ഓഫ് റെന്റ് ചാർജ് ഓർ പെയ്ഡ്. അതിന്റെ അർത്ഥം എംപ്ലോയർ ലോൺ എടുത്തിരിക്കുന്നതാണ്, അല്ലെങ്കിൽ എംപ്ലോയർ റെന്റിന് എടുത്തിരിക്കുന്ന അസറ്റ് ആണ് എംപ്ലോയിക്ക് യൂസ് ചെയ്യാൻ കൊടുത്തത്. അതുമായി ബന്ധപ്പെട്ട് എംപ്ലോയർ എത്ര രൂപയാണ് സ്പെൻഡ് ചെയ്തത്, ആ എമൗണ്ട് ആയിരിക്കും വാല്യൂ ഓഫ് സച്ച് പെർക്വിസിറ്റ്. ഇനി ഓർ ഇഫ് ദർ ഇസ് എനി എമൗണ്ട് വിച്ച് ഇസ് റിക്കവേർഡ് ഫ്രം ദി എംപ്ലോയിയുടെ കയ്യിൽ നിന്നും ഏതെങ്കിലും എമൗണ്ട് റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ that can be deducted. ഇതാണ് അതിന്റെ കണ്ടീഷൻ വരുന്നത്. ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ആണെങ്കിൽ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല, സീറോ വാല്യൂ ആണ്. ബിക്കോസ് നോർമലി ലാപ്ടോപ്സ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ആർ പ്രൊവൈഡഡ് ഫോർ ഒഫീഷ്യൽ പർപ്പസ് ഓൺലി. അതാണ് പ്രധാനമായിട്ടുള്ള റീസൺ. രണ്ടാമതായിട്ട് വർക്ക് ചെയ്യേണ്ടത്, വേറെ ഏതെങ്കിലും ഒരു അസറ്റ് കൊടുക്കുകയാണെങ്കിൽ ആ അസറ്റിന്റെ വാല്യൂവിന്റെ 10% ആയിരിക്കും ടാക്സബിൾ ആയിട്ട് വരിക. ഇനി ഇത് കൊടുത്തിരിക്കുന്നത് ലീസിനടുത്താണെങ്കിൽ, റെന്റിനടുത്താണ് കൊടുക്കുന്നതെങ്കിൽ ആ റെന്റൽ വാല്യൂ ആയിരിക്കും ടാക്സബിൾ ആയിട്ട് വരിക. ഓക്കെ, അതോടൊപ്പം ഏതെങ്കിലും എമൗണ്ട് എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡിഡക്റ്റും ചെയ്യാം. These are the conditions in case of movable assets. Okay. Okay. Yeah. Next, transfer of movable asset. ഈ പറയുന്ന അസറ്റുകൾ ട്രാൻസ്ഫർ ചെയ്യും. Okay. Actual cost of asset to employer less cost of normal wear and tear less amount paid or recovered from the employee. ഇത് ഫസ്റ്റ് കേസിൽ എന്താ പറഞ്ഞത്, മൂവബിൾ അസറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി, അത് ഞാൻ റിപ്പീറ്റ് ചെയ്തായിരുന്നു, യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു. ഓക്കെ, മൂവബിൾ അസറ്റ് എന്ന് പറയുന്ന ഫെസിലിറ്റി അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. വെറാസ് ഇത് ട്രാൻസ്ഫർ ചെയ്യുവാണെങ്കിൽ, ദാറ്റ് മീൻസ് അവർക്ക് സ്വന്തമായിട്ട് അങ്ങ് കൊടുക്കുകയാണെങ്കിൽ അവിടെയുള്ള കണ്ടീഷൻസ്, ഫസ്റ്റ് തിങ് നോക്കേണ്ടത് ആക്ച്വൽ കോസ്റ്റ് ഓഫ് ദി അസറ്റ് ടു ദി എംപ്ലോയർ. എംപ്ലോയർക്ക് എത്ര രൂപ കൊടുത്താണോ ഇതിന് മേടിച്ചത് ആ എമൗണ്ട് ലെസ് എന്തെങ്കിലും ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ ആ ഡിപ്രീസിയേഷൻ നമുക്ക് കുറയ്ക്കാം. അതിൽ നിന്നും ഏതെങ്കിലും എമൗണ്ട് റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ, എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും എമൗണ്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ അതും ഡിഡക്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഇനി ആ ഡിപ്രീസിയേഷന്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഡിപ്രീസിയേഷന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഇൻകം ടാക്സ് പ്രകാരം കുറച്ച് കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമതായിട്ട് കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഐറ്റംസ് ആണെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂവിന്റെ 50% ആണ് ഓരോ വർഷത്തെയും ഡിപ്രീസിയേഷൻ വാല്യൂ ആയിട്ട് നമുക്ക് എടുക്കാവുന്നത്. റിട്ടേൺ ഡൗൺ വാല്യൂവിന്റെ 50%, 50%. ഇത് നമ്മൾ ചോദിക്കാറുണ്ട് ഈ പെർസെൻറ്റേജ്, അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. 50% ഇൻ കേസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇലക്ട്രോണിക് ഐറ്റംസ്. മോട്ടോർ കാർ ആണെങ്കിൽ 20%, 20% റിട്ടേൺ ഡൗൺ വാല്യൂവിന്റെ എടുക്കേണ്ടത്. അടുത്തതായി എനി അതർ അസറ്റ്, ഇതൊന്നുമല്ല മറ്റേതെങ്കിലും അസറ്റ് ആണെങ്കിൽ 10% ഓഫ് ആക്ച്വൽ കോസ്റ്റ്, നോട്ട് ഓഫ് റിട്ടേൺ ഡൗൺ വാല്യൂന്റെ അല്ല, ആക്ച്വൽ കോസ്റ്റിന്റെ 10% ഓഫ് സച്ച് അസറ്റ് ടു എംപ്ലോയർ ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഓഫ് യൂസേജ്. ഓൺ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലായിരിക്കും, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലല്ല, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലായിരിക്കും ഇത് കമ്പ്യൂട്ട് ചെയ്യുക. ഓക്കെ, സോ നിങ്ങളിവിടെ ഓർക്കേണ്ടത് ഈ റേറ്റ്സ് ആണ്, റേറ്റ്സ് ആൻഡ് അസറ്റ് ട്രാൻസ്ഫേഴ്സ്. എനി ഡൗട്ട്സ് ചോദിക്കൂ കേട്ടോ, മനസ്സ് വെച്ചുകൊണ്ടിരിക്കേണ്ട, ഇപ്പൊ തന്നെ ക്ലിയർ ആക്കിയത്. ഓക്കെ,
നെക്സ്റ്റ് Next is reimbursement. Reimbursement is more than 15,000 of expenditure actually incurred on medical treatment of any member of employee's family. എംപ്ലോയിയുടെ ഫാമിലിയുടെ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലിന്റെ മെഡിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നിരിക്കുന്ന എമൗണ്ട് 15,000-ൽ കൂടുതൽ റീഇംബേഴ്സ് ചെയ്യുവാണ്, കമ്പനി റീപേ ചെയ്യുവാണെങ്കിൽ അത് ഒരു ബെനിഫിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ, ലെറ്റ് മീ റിപ്പീറ്റ്. ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് കുറച്ച് എമൗണ്ട് എംപ്ലോയിക്ക് കൊടുക്കേണ്ടി വന്നു. ഫോർ എക്സാമ്പിൾ 20,000 എംപ്ലോയി മെഡിക്കൽ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് സ്പെൻഡ് ചെയ്തു. അതിനുശേഷം ഈ ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ കമ്പനി അതിനകത്ത് റീഇംബേഴ്സ് ചെയ്യുന്നു. റീഇംബേഴ്സ് ചെയ്യുമ്പോൾ അത് 15,000-ൽ കൂടുതലാണെങ്കിൽ, ഇവിടെ സംഭവിച്ചിരിക്കുന്ന 15,000-ൽ കൂടുതലാണ്, 20,000 ആണ്. 15,000-ൽ കൂടുതലായിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് ടാക്സബിൾ ആണ്. ടാക്സബിൾ ഇൻ സെൻസ് ഇത് ഒരു പെർക്വിസിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. 15,000 വരെ പെർക്വിസിറ്റ് അല്ല, 15,000-ൽ കൂടുതലാണെങ്കിൽ അത് പെർക്വിസിറ്റ് ആണ്. നെക്സ്റ്റ് വൺ, പ്രൊഫഷണൽ ടാക്സ് പെയ്ഡ് ബൈ ദി എംപ്ലോയർ. എംപ്ലോയിക്ക് വേണ്ടി എംപ്ലോയിയുടെ പ്രൊഫഷണൽ ടാക്സ് എംപ്ലോയർ പേ ചെയ്യുവാണെങ്കിൽ അതും ഒരു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പെർക്വിസിറ്റ് ആണ്. ദെൻ എനി സം പേയബിൾ ബൈ ദി എംപ്ലോയർ ടു എഫക്ട് ആൻ അഷ്വറൻസ് ഓഫ് ലൈഫ് ഓഫ് ദി എംപ്ലോയി ഓർ ടു ഇഫക്ട് എ കോൺട്രാക്ട് ഫോർ ആനിറ്റി. അതായത് ഒരു അഷ്വറൻസ്, ലൈഫ് ഇൻഷുറൻസ് പോലെ അല്ലെങ്കിൽ ഒരു ആനിറ്റി കോൺട്രാക്റ്റിന് വേണ്ടി എന്തെങ്കിലും ഒരു എമൗണ്ട് എംപ്ലോയിക്ക് വേണ്ടി എംപ്ലോയർ പേ ചെയ്യുവാണെങ്കിൽ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ദി എംപ്ലോയർ ഈസ് ദി വാല്യൂ ഓഫ് സച്ച് പെർക്വിസിറ്റ്. ഓക്കെ, എത്ര എമൗണ്ട് ആണോ എംപ്ലോയർക്ക് ഇൻകർ ചെയ്തത് അതാണ് ആ പെർക്വിസിറ്റിന്റെ വാല്യൂ. സോ നമ്മൾ ഇവിടം കൊണ്ട് പെർക്വിസിറ്റ്സിന്റെ ബേസിക് ഐറ്റംസ് എല്ലാം തീരുവാണ്. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? കാറിന്റെ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്യും, ബാക്കിയുള്ള എല്ലാ പെർക്വിസിറ്റും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ബേസിക് തിങ്സ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. പെർക്വിസിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് റെന്റ് ഫ്രീ അക്കോമഡേഷൻ ആണ്, ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തായിരുന്നു. അതിനുശേഷം എനി അതർ പെർക്വിസിറ്റ് ലൈക്ക് സ്വീപ്പർ, ഗാർഡനർ പോലുള്ള കാര്യങ്ങൾ, ഗ്യാസ്, ഇലക്ട്രിസിറ്റി, ദെൻ ഇൻട്രസ്റ്റ് ഫ്രീ പേഴ്സണൽ ലോൺ, then gift voucher, movable asset, transfer of movable asset, reimbursement and any professional tax, and finally നമ്മൾ പറഞ്ഞത് any sum paid by employer to effect an assurance of life. ലൈഫ് ഇൻഷുറൻസ് പോലുള്ള ഒരു എമൗണ്ട് പേ ചെയ്യുവാണെങ്കിൽ അതും ടാക്സബിൾ ആയിട്ട് വരും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? Okay, moving on. Next is a leave travel concession. Leave travel concession നമ്മൾ ഡിസ്കസ് ചെയ്യും. ഞാൻ വരുന്ന സ്ലൈഡുകളിലുണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇറ്റ് ഈസ് എ ടാക്സബിൾ ഐറ്റം എന്ന് ഓർത്തേക്കുക. ആ എക്സംഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ദെൻ ഗ്രാറ്റുറ്റി. ഗ്രാറ്റുറ്റിയുടെ കേസ് ടെന്യൂർ ഓഫ് എംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ട്, അതായത് റിസീവ് ചെയ്തിരിക്കുന്നത് എംപ്ലോയ്മെന്റ് ടൈമിലാണെങ്കിൽ രണ്ട് രീതിയിലുണ്ട്. റിട്ടയർമെന്റ് ടൈമിൽ റിസീവ് ചെയ്യാം, എംപ്ലോയ്മെന്റ് ടൈമിൽ റിസീവ് ചെയ്യാം. എംപ്ലോയ്മെന്റ് ടൈമിൽ ഗ്രാറ്റുറ്റി റിസീവ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഫുള്ളി ടാക്സബിൾ. റിട്ടയർമെന്റ് ടൈമിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് കമ്മ്യൂട്ടഡ് പെൻഷൻ ആണ്. കമ്മ്യൂട്ടഡ് പെൻഷൻ എത്രയാണോ എമൗണ്ട് അത് ഫുള്ളി ടാക്സബിൾ ആണ്. പെൻഷൻ കമ്മ്യൂട്ട് ചെയ്യുന്നു, ബിക്കോസ് ഇനി അങ്ങോട്ട് റിട്ടയർമെന്റ് ടൈമിൽ നോർമലി എംപ്ലോയീസ് ചെയ്യാറുള്ളതാണ്. ഇനി കിട്ടാനുള്ള പെൻഷനുകൾ ഒരുമിച്ച് അങ്ങ് മേടിക്കും. അതായത് മൊത്തം കിട്ടാനുള്ള വാല്യൂ എത്രയാണെന്ന് നോക്കുന്നു, അതിന്റെ ഒരു പെർസെൻറ്റേജ് 1/3 അല്ലെങ്കിൽ 2/3 ഒക്കെ അവർക്ക് കമ്മ്യൂട്ട് ചെയ്യാം. അതായത് മൊത്തമായിട്ട് മേടിക്കാം. ആ കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് ഫുള്ളി ടാക്സബിൾ ആണ്. സോ കമ്മ്യൂട്ടഡ് പെൻഷൻ ഈസ് ഫുള്ളി ടാക്സബിൾ ഓർത്തേക്കുക. ദെൻ കമ്മ്യൂട്ടഡ് പെൻഷൻ അൺകമ്മ്യൂട്ടഡ് പെൻഷൻ ഈസ് ഫുള്ളി ടാക്സബിൾ. കമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറയുന്നതിനകത്ത് എക്സംഷൻ ഉണ്ട്, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞത് കമ്മ്യൂട്ടഡ് പെൻഷൻ ആണോ ആണെങ്കിൽ അത് കറക്റ്റ് ചെയ്തേക്കാം. അൺകമ്മ്യൂട്ടഡ് പെൻഷൻ, അതായത് ഇദ്ദേഹം ഇപ്പോൾ 1/3 കമ്മ്യൂട്ട് ചെയ്തു. കമ്മ്യൂട്ട് ചെയ്തതിന് ശേഷം ബാക്കി എത്രയുണ്ട് 2/3 അദ്ദേഹം മന്ത്ലി അത് റിസീവ് ചെയ്യുകയാണ്. നോർമലി റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ആ പെൻഷനെ സാധാരണഗതിയിൽ സാലറി പോലെ തന്നെയാണ് ട്രീറ്റ് ചെയ്യുക. അതിനെയാണ് അൺകമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറയുന്നത്. ദാറ്റ് വിൽ ബി ടാക്സബിൾ. വെറസ് കമ്മ്യൂട്ടഡ് പെൻഷൻ ആണെങ്കിൽ അതിനകത്ത് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, നമുക്കത് നോക്കാം. ഓക്കെ, ദെൻ പിന്നീട് ലീവ് എൻകാഷ്മെന്റ് ആണ്. എംപ്ലോയി ലീവ് എൻകാഷ്മെന്റ് മേടിക്കുന്നത് ഡ്യൂറിങ് ദി ടെന്യൂർ ഓഫ് സർവീസ് ആണെങ്കിൽ, സർവീസിൽ ഇരുന്നുകൊണ്ട് ലീവ് എൻകാഷ്മെന്റ് മേടിക്കുകയാണെങ്കിൽ ഗ്രാറ്റുവിറ്റി പറഞ്ഞതുപോലെ തന്നെ
fully taxable ആണ്, otherwise there is an exemption. നമ്മൾ നോക്കും. Then voluntary retirement from retirement compensation. അതായത് 60 വർഷം സർവീസ് ഉണ്ടായിരുന്നു, 54ാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്ത് പോവാന്ന് വിചാരിക്കുക. ദിസ് ഈസ് കോൾഡ് വോളണ്ടറി റിട്ടയർമെന്റ് സർവീസ്. നമ്മൾ സ്വമേധയാ സർവീസിൽ നിന്ന് പിരിഞ്ഞു പോകുന്നു. അങ്ങനെ പിരിഞ്ഞു പോകുമ്പോൾ there will be ഒരു കോമ്പൻസേഷൻ will be given by the company. അതിനെയാണ് വോളണ്ടറി റിട്ടയർമെന്റ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഡൗട്ട്? ഓക്കെ സാർ, എക്സംപ്റ്റ് എന്ന് പറയുമ്പോൾ ഫുള്ളി എക്സംപ്റ്റ് എന്നാണോ? എക്സംപ്റ്റ് എന്ന് പറയുമ്പോൾ നോ 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 അല്ല, ഫുള്ളി എക്സംപ്റ്റിന് ഫുള്ളി എക്സംപ്റ്റ് എന്ന് തന്നെ പറയും. എക്സംപ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എക്സംപ്റ്റ് ടു ദി കണ്ടീഷൻസ്, താഴെ പറയുന്ന കണ്ടീഷൻസ് അനുസരിച്ച് എക്സംപ്റ്റഡ് ആണ് എന്ന് മാത്രം. ഓക്കെ, നമുക്കത് കാണാം, കണ്ടീഷൻസ് നോക്കുമ്പോൾ മനസ്സിലായിക്കോളും. ദെൻ അതായത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കേസിൽ വോളണ്ടറി റിട്ടയർമെന്റ് കോമ്പൻസേഷൻ ആണെങ്കിൽ പോലും അതിനകത്ത് എക്സംപ്റ്റ് അപ് ടു എന്നുള്ള രീതിയിലാണ്. അതായത് എക്സംപ്റ്റ് അപ് ടു ദി ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ്, താഴെ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ചെറിയ എമൗണ്ട് ആയിരിക്കും എക്സംപ്റ്റഡ്. അതിൽ ഏറ്റവും ചെറുത് ഏതാണോ വരുന്നത് അത് എക്സംപ്റ്റഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അതാണ് എക്സംപ്റ്റോട് ഉദ്ദേശിക്കുന്നത്. ഫുള്ളി എക്സംപ്റ്റഡ് ആണെങ്കിൽ ടോട്ടൽ എമൗണ്ട് എത്രയാണോ, അതായത് വോളണ്ടറി റിട്ടയർമെന്റ് ആയിട്ട് കിട്ടുന്ന കോമ്പൻസേഷൻ 5,000 ആണെന്ന് വിചാരിക്കുക. ആ 5,000 മൊത്തമായിട്ട് എക്സംപ്റ്റഡ് ആണെങ്കിൽ ഫുള്ളി എക്സംപ്റ്റ് എന്ന് പറയും. സബ്ജക്ട് ടു ഫോളോയിങ് കണ്ടീഷൻ ആണെങ്കിൽ എക്സെപ്റ്റ് ടു ദി എക്സ്റ്റെന്റ് ഓഫ് ദി ഫോളോയിങ് എന്നുള്ള രീതിയിലായിരിക്കും പറയുക. ഓക്കെ, അതാണ് എല്ലാത്തിനും പറഞ്ഞിരിക്കുന്നത്. ലെസ് എക്സെപ്റ്റ് അണ്ടർ സെഷൻ 10 സബ്സ്റ്റൻസ് സി, ദാറ്റ് ഈസ് ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ്. അവിടെ വരുന്ന 4 കണ്ടീഷൻസ് ആണ്. ഒന്നാമത്തെ കണ്ടീഷൻ ആയിട്ട് കോമ്പൻസേഷൻ റിസീവ്ഡ് ഓർ റിസീവബിൾ ഓൺ വോളണ്ടറി റിട്ടയർമെന്റ്. വോളണ്ടറി റിട്ടയർമെന്റിൽ എത്ര രൂപ ആക്ച്വലി റിസീവ് ചെയ്യുന്നു, അല്ലെങ്കിൽ എത്ര രൂപ റിസീവ് ചെയ്യാൻ പോകുന്നു. ഇതാണ് ഫസ്റ്റ് തിങ്, എത്ര രൂപയാണ് ആക്ച്വലി റിസീവ് ചെയ്തത്. രണ്ടാമതായിട്ട് ഒരു സ്റ്റാൻഡിങ് എമൗണ്ട് ആയിട്ട് 5 lakh എന്ന് പറയുന്ന എമൗണ്ട്. മൂന്നാമതായിട്ട് 3 months സാലറി ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. 3 മാസത്തെ സാലറി എടുക്കുക ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗർ ഏതാണോ അതാണ് മൂന്നാമത്തെ വാല്യൂ. നാലാമത്തെ വാല്യൂ എന്ന് പറയുന്നത് ലാസ്റ്റ് ഡ്രോൺ സാലറി, അവസാനം മേടിച്ച സാലറി ഇൻറ്റു റിമൈനിങ് മന്ത്സ് ഓഫ് സർവീസ്, എത്ര മാസത്തെ സർവീസ് ആണ് ഇനി ബാക്കിയുള്ളത് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ കിട്ടുന്ന ഫിഗേഴ്സിൽ ഏറ്റവും ലീസ്റ്റ് ഏതാണോ ആ ലീസ്റ്റ് ഫിഗർ ആണ് എക്സംപ്റ്റഡ് അണ്ടർ സെഷൻ 10. ഓക്കെ, ലെറ്റ് മീ റിപ്പീറ്റ്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, സോ കോമ്പൻസേഷൻ എന്നുള്ള രീതിയിൽ ഇദ്ദേഹത്തിന് കിട്ടിയത് 8 lakhs ആണ്. 8 ലക്ഷം രൂപയാണ് ഇതിന് കോമ്പൻസേഷൻ ആയിട്ട് കിട്ടിയത്. ദെൻ അതിനകത്ത് നമുക്ക് പറയുന്ന കണ്ടീഷൻ എക്സെപ്റ്റ് ടു ദി ലീസ്റ്റ് ഓഫ് ഫോളോയിങ് എന്നാണ്. സോ ഫസ്റ്റ് കണ്ടീഷൻ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് 8 lakh തന്നെ. ദെൻ രണ്ടാമതായിട്ട് ഒരു കോൺസ്റ്റന്റ് ആണ് 5 lakh, ആ 5 lakh തന്നെ എടുത്ത് എഴുതുക. മൂന്നാമതായിട്ട് 3 months സാലറി നമുക്ക് അസ്യൂം ചെയ്യാം. ഇവിടെ അതിന്റെ സാലറി എന്ന് പറയുന്നത് 3 മാസത്തെ സാലറിയാണ്. സോ ഒരു മാസത്തെ സാലറി 20,000 ആയിരുന്നു. 20,000 ഇൻറ്റു 3 ദാറ്റ് ഈസ് 60,000. 60,000 ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. പാർട്ട് എടുക്കാൻ പാടില്ല. അതായത് 30 വർഷവും 6 മാസവും ഉണ്ടെങ്കിൽ, 30 വർഷം 4 മാസം ഉണ്ടെങ്കിൽ ആ 4 മാസം ഒഴിവാക്കുക. 30 വർഷം 8 മാസം ഉണ്ടെങ്കിൽ ആ 8 മാസം ഒഴിവാക്കുക. ബിക്കോസ് കംപ്ലീറ്റഡ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കംപ്ലീറ്റഡ് ആയിട്ടുള്ള 30 വർഷങ്ങൾ മാത്രം. ഓക്കെ, പാർട്ട് ഉള്ളതൊന്നും കൂട്ടാൻ പാടില്ല എന്നുള്ളതാണ് കംപ്ലീറ്റഡ് ഇയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ 60,000 ഇൻറ്റു 30 ഗോട്ട് 60 ഇൻറ്റു 30 എന്ന് പറയുമ്പോൾ 18 lakhs ആയില്ലേ? 18 lakhs. ദെൻ അടുത്ത കണ്ടീഷൻ ലാസ്റ്റ് ഡ്രോൺ സാലറി ഇൻറ്റു റിമൈനിങ് മന്ത്സ് ഓഫ് സർവീസ്. ലാസ്റ്റ് ഡ്രോൺ സാലറി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ 20,000 ആയിരുന്നു. ഇനിയുള്ള റിമൈനിങ് മന്ത്സ് എന്ന് പറയുന്നത് ലെറ്റ്സ് ടേക്ക് ഇറ്റ് ആസ് 20. One second. Okay, 20,000 20, that will be 4 lakh. ആ തന്നിരിക്കുന്ന 4 ഫിഗറിൽ ഏറ്റവും ചെറുത് ഏതാണ് അതാണ് എക്സംപ്റ്റഡ്. ഇവിടെ നമുക്ക് ഏറ്റവും ചെറുതായിട്ട് കിട്ടിയത് ഈ 4 lakh ആണ്. സോ 4 lakh 8 lakhൽ നിന്ന് കുറച്ചിട്ട് ബാക്കിയുള്ളതായിരിക്കും ടാക്സബിൾ ആയിട്ട് വരിക. ഓക്കെ, സോ ഇവിടെ കിട്ടിയത് നമുക്ക് 4 lakh ആയിരുന്നു.
സോ 4 ഫിഗേഴ്സ് നോക്കുക. 4 ഫിഗേഴ്സിൽ ഏറ്റവും ലീസ്റ്റ് ഏതാണ്? 4 ഫിഗേഴ്സിൽ ഏറ്റവും ലീസ്റ്റ് എന്ന് പറയുന്നത് ഈ 4 lakh ആണ്. സോ ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് ക്യാൻ ബി ഡിഡക്റ്റഡ്. ഒറിജിനൽ വാല്യൂ 8 lakh ആണ്. ആ 8 lakhൽ നിന്ന് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള 4 lakh കുറച്ചിട്ട് ബാക്കി വരുന്നതായിരിക്കും നമ്മൾ ഔട്ടർ കോളത്തിലേക്ക് എഴുതുന്നത്. ഇതാണ് വോളണ്ടറി റിട്ടയർമെന്റ് കോമ്പൻസേഷനിൽ ടാക്സബിൾ ആയിട്ട് എടുക്കാവുന്നത്. ഓക്കെ, മനസ്സിലായോ? കണ്ടീഷൻസ് പറഞ്ഞതും എക്സാമ്പിളും ക്ലിയർ ആണോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് റീട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ ആണ്. റീട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞൊരു ഐറ്റം വന്നു കഴിഞ്ഞാൽ അവിടെയും ഇതേ രീതി തന്നെ എടുക്കുക. ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് ക്യാൻ ബി ഡിഡക്റ്റഡ്. ഒന്നാമതായിട്ട് കോമ്പൻസേഷൻ എത്രയാണോ ആക്ച്വലി കിട്ടിയത്, ആക്ച്വലി കിട്ടിയ കോമ്പൻസേഷൻ, ദെൻ 5 lakh. പിന്നെ മൂന്നാമത്തെ കണ്ടീഷൻ 15 days ആവറേജ് പേ. 15 days ആവറേജ് പേ, അതായത് ഒരു മാസത്തെ പേര് 15 ദിവസത്തേക്കുള്ളതാക്കി മാറ്റുക. 15 days ആവറേജ് പേ ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ഓർ പാർട്ട് thereof in excess of 6 months. അതായത് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ഇത് 15 days സാലറി എന്ന് പറയുമ്പോൾ ടോട്ടൽ ഡേയ്സ് ഇൻ എ മന്ത് എന്ന് പറയുന്നത് 26 ആയിട്ട് എടുക്കണം. 15 days എന്ന് പറയുമ്പോൾ that will be 15 by 26. ഓക്കെ, 15 days divided by 26. കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്, എത്ര വർഷം കംപ്ലീറ്റ് ചെയ്തു, ആൻഡ് പാർട്ട് thereof, അതായത് ഇദ്ദേഹത്തിന്റെ മൊത്തം സർവീസ് എന്ന് പറയുന്നത് 30 വർഷവും 9 മാസവുമാണെങ്കിൽ 30 വർഷവും 9 മാസവുമാണെങ്കിൽ ഈ പാർട്ട് നമ്മൾ റൗണ്ട് ചെയ്യുക. അതാണ് പാർട്ട് thereof കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 31 ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, പാർട്ട് thereof ഇല്ലെങ്കിൽ കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് മാത്രമേ ഉള്ളൂ എങ്കിൽ 30 മാത്രം എടുക്കുക. സോ ഇൻറ്റു 31 ഇൻറ്റു സാലറി. ഓക്കെ, ഇതാണ് നമ്മളുടെ വാല്യൂ ആയിട്ട് കിട്ടുന്നത്. സോ ഈ 3 വാല്യൂവിൽ ഏറ്റവും ചെറുത് ഏതാണോ അതാണ് എക്സെംപ്റ്റഡ്. റീട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ വരുവാണെങ്കിൽ മാത്രം. ഓക്കെ, സോ ലെറ്റ് മി റിപ്പീറ്റ്. റീട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ ആയിട്ട് ആക്ച്വലി കിട്ടിയ എമൗണ്ടിൽ നിന്നും 3 ഐറ്റത്തിലെ ഏറ്റവും ചെറുത് ഏതാണ് അത് നമുക്ക് ഡിഡക്ട് ചെയ്യാം. ഒന്നാമത്തെ ഐറ്റം കോമ്പൻസേഷൻ ആക്ച്വലി റിസീവ്ഡ്, എത്രയാണോ ആക്ച്വലി ഇദ്ദേഹത്തിന് കിട്ടിയതായ എമൗണ്ട്. രണ്ടാമതായിട്ട് 5 lakh. മൂന്നാമതായിട്ട് 15 days പേ. 15 days പേ എന്ന് പറയുമ്പോൾ 15 divided by 26 into pay. 15 divided by 26 into pay, salary. 15 days pay ആകും into each completed year of service and part thereof. That means completed year of service 6 മാസത്തിൽ കൂടുതലുണ്ടെങ്കിൽ അതിനെ റൗണ്ടും ചെയ്യാം. അതുകൊണ്ട് 30 months 30 years 9 മാസവുമാണെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 31 years എന്നുള്ള രീതിയിൽ എടുക്കും. സോ 15 days സാലറി ഇൻറ്റു 31 years ചെയ്ത് കഴിഞ്ഞാൽ ആ ഫിഗർ നമുക്ക് കിട്ടും. ഇതിൽ ഏറ്റവും ലീസ്റ്റ് ഏതാണോ വരുന്നത് അതാണ് എക്സെംപ്റ്റഡ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് സാലറിയുടെ പെർവ്യൂവിൽ വരുന്നത്. സാലറിയെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ 2-3 പെർക്കിന്റെ വാല്യൂ നമുക്ക് ഡീറ്റെയിൽ ചെയ്യാനുണ്ട്, അത് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യും. സോ ഇത്രയും ഐറ്റംസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഒരു ടേബിൾ ആയിട്ട് തന്നെ ചിന്തിക്കുക. ഇതുവരെ ഡിസ്കസ് ചെയ്ത എല്ലാ ഐറ്റംസും ഫ്രം ദി ബിഗിനിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ക്യാൻ സി ബേസിക് പേയിലാണ്, ബേസിക് സാലറിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ബേസിക് സാലറി, ഫീ, ബോണസ്, അലവൻസസ്, ദെൻ പെർക്വിസിറ്റ്, അതിനുശേഷം ലീവ് ട്രാവൽ കൺസെഷൻ പറഞ്ഞു, ഗ്രാറ്റുവിറ്റി പറഞ്ഞു, അങ്ങനെ അൺകമ്മ്യൂട്ടഡ് പെൻഷൻ, കമ്മ്യൂട്ടഡ് പെൻഷൻ, അങ്ങനെയുള്ള എല്ലാ ഐറ്റവും കഴിഞ്ഞിട്ട് എത്ര എമൗണ്ട് ആണോ ഫൈനൽ കിട്ടുന്നത് ആ ടോട്ടൽ എമൗണ്ടിനെയാണ് നമ്മൾ ഗ്രോസ് സാലറി എന്ന് പറയുന്നത്. ഓക്കെ, സോ അവസാനം കിട്ടുന്ന ഫിഗർ ആണ് നമ്മളുടെ ഗ്രോസ് സാലറി. ദിസ് വൺ is gross salary. Then gross salary-യിൽ നിന്നും നമുക്ക് പെർമിസിബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻ അണ്ടർ 16 ആണ്. ഓർത്തേക്കുക ഈ സെഷൻ വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 16 എന്ന് പറയുന്നത് സാലറിയിൽ നിന്നുള്ള ഡിഡക്ഷൻസ് ആണ്. 16 പ്രകാരം നമുക്ക് 3 ഡിഡക്ഷൻസ് ആണുള്ളത്. 1 is missing. ആക്ച്വലി 16 സബ്സെക്ഷൻ 1 ഉണ്ട്, അത് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ബിക്കോസ് പ്രീവിയസ്ലി ഇപ്പോൾ അത് അറിയപ്പെടുന്നത് 16 സബ്സെക്ഷൻ എ എന്നാണെന്ന് തോന്നുന്നു. ലെറ്റ് മി റെഫർ ഇറ്റ്. പ്രീവിയസ്ലി ഉണ്ടായിരുന്നു, അതായത് 2014 വരെയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇടയ്ക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എടുത്തു കളഞ്ഞു. ഒരു ഐറ്റം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്നാണ് പറയുന്നത്. ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഇൻ ബിറ്റ്വീൻ എടുത്തു കളഞ്ഞായിരുന്നു. അപ്പോൾ പ്രിപ്പയർ ചെയ്ത PPT ആണ്, അതുകൊണ്ടാണ് പ്രശ്നം വന്നത്. ദെൻ അതിനുശേഷം നിലവിലെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും ഉണ്ട്.
നിലവിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്, അതിൻ്റെ റേറ്റ് എത്രയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. ഐ തിങ്ക് ഇറ്റ്സ് 30,000 or 40,000. അത്ര ഒരു സ്റ്റാൻഡിങ് എമൗണ്ട് ആയിട്ടാണ് ഡിഡക്ഷൻ അനുവദിക്കുന്നത്. അത് ഞാനൊന്ന് പറയാം. ദെൻ അത് 16 സബ്സെഷൻ എ ആണ്. അതിനുശേഷം രണ്ടാമത്തെ ഐറ്റം 16 സബ്സെഷൻ 2. ഞാൻ ഓൾറെഡി അത് പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടോ? എന്റർടൈൻമെന്റ് അലവൻസ്. എന്റർടൈൻമെന്റ് അലവൻസ് എന്ന് പറഞ്ഞൊരു ഐറ്റം തന്നു കഴിഞ്ഞാൽ ദാറ്റ് വൺ ഈസ് ടാക്സബിൾ. നമ്മളത് ഡയറക്റ്റ്ലി എടുത്ത് എഴുതും. പക്ഷേ അത് ടാക്സ് ചെയ്തതിന് ശേഷം ഗവൺമെന്റ് എംപ്ലോയീസ് ആണെങ്കിൽ, ഗവൺമെന്റ് എംപ്ലോയീസിന് മാത്രമാണ് ഡിഡക്ഷൻ അനുവദിക്കുന്നത്. ഗവൺമെന്റ് എംപ്ലോയീസ് ആണെങ്കിൽ ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് ഈസ് ഡിഡക്റ്റബിൾ. ഒന്നാമത്തെ കണ്ടീഷൻ 5,000 രൂപ, അല്ലെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷനായിട്ട് 1/5 ഓഫ് ബേസിക് സാലറി. ബേസിക് സാലറി എത്രയാണോ അതിന്റെ 1/5 എത്ര എമൗണ്ട് കിട്ടുന്നോ അത്. മൂന്നാമതായിട്ട് ആക്ച്വൽ എന്റർടൈൻമെന്റ് അലവൻസ് റിസീവ്ഡ്. ഇതിൽ ലീസ്റ്റ് ഏതാണോ അത് നമുക്ക് ഇവിടെ എമൗണ്ട് ആയിട്ട് എഴുതാം. ഓക്കെ, ഡിഡക്റ്റ് ചെയ്ത് കാണിക്കുകയല്ല, ഇവിടെ എമൗണ്ട് ആയിട്ട് എഴുതാം. ലെറ്റ് മി റിപ്പീറ്റ്, ഇതൊരു ഡിഡക്ഷൻ ആയതുകൊണ്ട് 16 പ്രകാരമുള്ള ഡിഡക്ഷൻസ് മാത്രമാണ് ഈ ഗ്രോസ് സാലറിയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാവുന്ന ഐറ്റം. ഇതിനെല്ലാം ഏത് എംപ്ലോയി ആയാലും എന്റർടൈൻമെന്റ് അലവൻസ് ആദ്യം നമ്മൾ ടാക്സബിൾ ആയിട്ട് കാണിച്ചു. ഞാൻ ഒന്നും കൂടി അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ലെറ്റ്സ് സീ, എന്റർടൈൻമെന്റ് അലവൻസ് എവിടെയായിരുന്നു വന്നത്? സീ ഹിയർ, എന്റർടൈൻമെന്റ് അലവൻസ് ഇവിടെ കണ്ടില്ലേ? ഈ ഐറ്റം ഏതൊരു എംപ്ലോയി ആയാലും, വെദർ ഇറ്റ് ഈസ് ഗവൺമെന്റ് ഓർ നോൺ ഗവൺമെന്റ്, ഏതൊരു എംപ്ലോയി ആയാലും ആ എംപ്ലോയിക്ക് നമ്മൾ ടാക്സബിൾ ആയിട്ട് ഇവിടെ എഴുതുന്നു. ഓക്കെ, സോ ലെറ്റ്സ് അസ്യൂം ഇറ്റ് വാസ് എ ഗവൺമെന്റ് എംപ്ലോയി. അദ്ദേഹത്തിന് എന്റർടൈൻമെന്റ് അലവൻസ് ആയിട്ട് കൊടുത്തത് 6,000 ആണ്. ആ 6,000 എമൗണ്ട് നമ്മൾ ഇവിടെ എടുത്ത് എഴുതി, ആദ്യം കഴിഞ്ഞു. അതിനകത്ത് ഒരു അഡ്ജസ്റ്റ്മെന്റും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. 6,000 ഫുൾ ആയിട്ട് അവിടെ അങ്ങ് എഴുതിയേക്കുക. അതിനുശേഷം ഡിഡക്ഷൻസിലേക്ക് വരുമ്പോൾ ഡിഡക്ഷനിലേക്ക് വരുമ്പോൾ ഡിഡക്ഷനിലാണ് അഡ്ജസ്റ്റ്മെന്റ് വരേണ്ടത്, അവിടെയല്ല. ഡിഡക്ഷനിലുള്ള അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് ഈസ് ഡിഡക്റ്റബിൾ എന്നാണ്. സോ ലീസ്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യം 5,000 എഴുതി, ആദ്യത്തെ എമൗണ്ട് 5,000 ആണ്. ഓക്കെ, രണ്ടാമത്തെ 1/5 ഓഫ് ബേസിക് സാലറി. ഇതിന്റെ ബേസിക് സാലറി എന്ന് പറയുന്നത് അസ്യൂം ചെയ്യുക ഫോർ 1 lakh ആയിരുന്നു. 1 lakhന്റെ 1/5 എന്ന് പറയുമ്പോൾ 20,000. മൂന്നാമതായിട്ട് ആക്ച്വൽ എന്റർടൈൻമെന്റ് അലവൻസ് റിസീവ്ഡ്. ആക്ച്വൽ എന്റർടൈൻമെന്റ് അലവൻസ് നമ്മുടെ അവിടെ എഴുതിയിരിക്കുന്നത് 6,000 ആണ്. അതേ 6,000 എഴുതുക. ഇതിൽ ഏറ്റവും ലീസ്റ്റ് ഏതാണോ അതായിരിക്കും നമ്മൾ ഔട്ടർ കോളത്തിലേക്ക് എടുത്ത് എഴുതുന്നത്. 5,000 ഔട്ടർ കോളത്തിലേക്ക് എഴുതി. ഓക്കെ, ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവസാനത്തെ ഐറ്റം പ്രൊഫഷണൽ ടാക്സ്. പ്രൊഫഷണൽ ടാക്സ് എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഈസ് പെയ്ഡ് ബൈ എംപ്ലോയർ ഓർ എംപ്ലോയി, അതിന് പേ ചെയ്താലും പ്രൊഫഷണൽ ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്യാം. ഓക്കെ, സോ ആ എമൗണ്ട് ഡിഡക്റ്റബിൾ ആണ്. എത്ര എമൗണ്ട് ആണ് അതിവിടെ എഴുതുക. സോ ഈ രണ്ട് ഡിഡക്ഷനും സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും ഉണ്ട് ഇപ്പോൾ നിലവിൽ. സോ ഈ രണ്ട് ഡിഡക്ഷനും സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും കൂട്ടിയിട്ട് ടോട്ടൽ എമൗണ്ട് ആയിരിക്കും ഗ്രോസ് സാലറിയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫൈനൽ എമൗണ്ട് എത്രയാണോ അതാണ് ഇവിടെ കാണിക്കുന്നത്. എനി ഡൗട്ട്? ഫൈനൽ കിട്ടുന്നതാണ് നെറ്റ് സാലറി. ആ നെറ്റ് സാലറിയാണ് നമ്മൾ ഔട്ടർ കോളത്തിൽ എഴുതുന്നത്. Is there any doubt? Okay. അടുത്തതായിട്ട് നമ്മൾ രണ്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ബാക്കി വെച്ചിരുന്നു. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ്, വാല്യൂ ഓഫ് മോട്ടോ കാർ. മോട്ടോ കാറിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് പെർക്വിസിറ്റ് ആണ്. ഗ്രോസ് സാലറിയിൽ നിന്നും 3 ഡിഡക്ഷൻസ് ഉണ്ട്. ഞാനതാണ് ആദ്യം പറഞ്ഞത്. 3 ഡിഡക്ഷൻസ് ഉണ്ട്. ഒന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണ്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അതിനകത്ത് മിസ്സിംഗ് ആണ്. ഐ തിങ്ക് ഇറ്റ്സ് 40,000. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഐ തിങ്ക് ഇറ്റ്സ് 40,000. അതിനകത്ത് ആ ഒരു സ്ലൈഡിൽ മിസ്സിംഗ് ആയി പോയതുകൊണ്ടാണ് ഞാനത് ഡീറ്റെയിൽ ചെയ്യാഞ്ഞത്. പക്ഷെ എന്തുകൊണ്ടാണ് മിസ്സിംഗ് ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഒരു ടൈം പീരീഡിൽ, അതായത് ഐ തിങ്ക് ഇറ്റ്സ് ഫ്രം 2010 to 17 or 18, ആ ഒരു ടൈം പീരീഡിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ടായിരുന്നില്ല. അതിന് മുമ്പ് ഉണ്ടായിരുന്നു, പിന്നീട് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എടുത്തു കളഞ്ഞാണ്. വീണ്ടും അത് റീഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അതുകൊണ്ടാണ് അത് മിസ്സായത്. ഞാൻ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് കൃത്യമായുള്ള എമൗണ്ട് നിങ്ങൾക്ക് പറയാം. ദെൻ എംപ്ലോയർ ഈ പറയുന്ന പെർക്വിസിറ്റ് വാല്യൂ, കാറിന്റെ പെർക്വിസിറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നോക്കേണ്ടത് കാറിന്റെ ഓണർഷിപ്പ്, ദെൻ പിന്നെ ആരാണ് ഈ പറയുന്ന കാറ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ആ കാറിന്റെ എക്സ്പെൻസുകൾ ആരാണ് മെറ്റ് ചെയ്യുന്നത്, അതേപോലെ ഇത് ഏത് പർപ്പസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, വെദർ ഇറ്റ് ഈസ് ഫോർ ഒഫീഷ്യൽ യൂസ് ഓൺലി ഓർ പാർട്ട്ലി ഫോർ ഒഫീഷ്യൽ യൂസ് ആൻഡ് പാർട്ട്ലി ഫോർ പേഴ്സണൽ യൂസ്.
ഇതിനകത്ത് ഒഫീഷ്യൽ യൂസ് എന്ന് പറയുന്ന ആസ്പെക്ട് വന്നു കഴിഞ്ഞാൽ അതിന് പെർക്ക് വാല്യൂ ഇല്ല, ബിക്കോസ് അത് ഉപയോഗിക്കുന്നത് എംപ്ലോയർക്ക് വേണ്ടിയാണ്. ലെറ്റ് മി റിപ്പീറ്റ്, കാറ് ഒഫീഷ്യൽ യൂസിന് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എംപ്ലോയർക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ദാറ്റ്സ് വൈ പെർക്വിസിറ്റിന് വാല്യൂ ഇല്ല. വെറസ് പാർട്ട്ലി ഒഫീഷ്യലിനും പാർട്ട്ലി പേഴ്സണൽ യൂസിനും ഉപയോഗിക്കുമ്പോഴാണ് അവിടെ ഒരു ഡിഫിക്കൽറ്റി നമുക്ക് വരുന്നത്. ഓക്കെ, സോ ഇൻ ദാറ്റ് കേസ് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഫോർ ദിസ് പർപ്പസ് കാറുകളെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ടേബിൾ നിങ്ങൾക്ക് എൻറ്റയർ സ്കോപ്പ് തരാവുന്ന രീതിയിലുള്ള ഒരു ടേബിളാണ്. ഒന്ന് നോക്കിയേക്കും. കാർ ഫസ്റ്റ് കണ്ടീഷൻ എംപ്ലോയർ ഓൺ ചെയ്യുന്ന കാർ. ദെൻ അതിനകത്ത് വരുന്ന എക്സ്പെൻസുകളെല്ലാം മീറ്റ് ചെയ്യുന്നത് എംപ്ലോയർ തന്നെയാണ്. എംപ്ലോയിക്ക് ഒരു ചിലവും വരുന്നില്ല. എംപ്ലോയർ ഓൺ ചെയ്യുന്നു. കാറിന്റെ ഡീസൽ അടിക്കുന്നതും മെയിൻ്റനൻസും എല്ലാം മീറ്റ് ചെയ്യുന്നത് എംപ്ലോയർ തന്നെയാണ്. അത് ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ദർ വിൽ നോട്ട് ബി എനി വാല്യൂ. ഓക്കെ, ബിക്കോസ് എംപ്ലോയിക്ക് കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ പർപ്പസിന് വേണ്ടിയാണ്, ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയാണ്. സോ ദർ ഇസ് നോ വാല്യൂ. ഇനി പാർട്ട്ലി ഫോർ പേഴ്സണൽ യൂസ് ആണെങ്കിൽ, പേഴ്സണൽ യൂസിനും കൂടിയായിട്ടാണെങ്കിൽ അവിടെ കാറിന്റെ CC നോക്കുക. ഓക്കെ, കാർ CC 1.6 ലിറ്റേഴ്സ് വരെയാണെങ്കിൽ, അപ് ടു 1.6 ലിറ്റേഴ്സ് വരെയാണെങ്കിൽ കാറിന്റെ പെർക്വിസിറ്റ് വാല്യൂ എന്ന് പറയുന്നത് 1800 പെർ മന്ത് ആണ്. ഒരു മാസം 1800 വെച്ച് നമുക്ക് പെർക്കായിട്ട് അദ്ദേഹത്തിന്റെ ടോട്ടൽ ഇൻകത്തിൽ സാലറിയുടെ ഒപ്പം ആഡ് ചെയ്യാം. ഓക്കെ, ഇനി ഇതേ കാറ് CC എന്ന് പറയുന്നത് 1.6 ലിറ്റേഴ്സിൽ കൂടുതലാണെങ്കിൽ അവിടെ 1800 എന്ന് പറയുന്നത് 2400 ആയിട്ട് ഉയരും. ഓക്കെ, രണ്ട് കണ്ടീഷനും ക്ലിയർ ആണോ? പാർട്ട്ലി ഫോർ പേഴ്സണൽ യൂസിന്റെ കേസാണ് നമ്മൾ പറയുന്നത്. പാർട്ട്ലി ഫോർ പേഴ്സണൽ യൂസ് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന കാറിന്റെ CC നോക്കുക. ഓക്കെ, CC 1.6 ലിറ്റേഴ്സിൽ താഴെയാണെങ്കിൽ 1800 പെർ മന്ത്, വർഷമല്ല പെർ മന്ത് അത് ടാക്സബിൾ ആയിരിക്കും. ദെൻ CC 1.6 കൂടുതലാണെങ്കിൽ 2400 പെർ മന്ത് ടാക്സബിൾ ആയിരിക്കും. ഇൻ ദാറ്റ് കേസ്, ഇൻ എനി കേസ് ഇഫ് ദർ ഇസ് എ ചൗഫിദാർ ഇസ് പ്രൊവൈഡഡ്, ചൗഫിദാർ എന്ന് പറയുമ്പോൾ ഡ്രൈവർ പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ, ഓക്കെ, ഡ്രൈവർ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ 900 പെർ മന്ത് വിൽ ബി ആഡഡ് ടു ദി വാല്യൂ. 900 പെർ മന്ത് ഈ വാല്യൂവിന്റെ ഒപ്പം ആഡ് ചെയ്യും. ഓക്കെ, അതായത് 1800ന്റെ ഒപ്പം 900 കൂടി ആഡ് ചെയ്യുന്നു. അങ്ങനെ ഓരോ മാസവും കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് കണ്ടീഷൻ ക്ലിയർ ആണോ? ഈ കണ്ടീഷനിൽ ഓർക്ക് ചെയ്യേണ്ടത് കാർ ഓൺ ചെയ്യുന്നത് എംപ്ലോയർ ആണ്, അതിന്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്ന എംപ്ലോയർ ആണ്, പാർട്ട്ലി ഫോർ ഒഫീഷ്യൽ ആൻഡ് പ്രൈവറ്റ് യൂസ് ചെയ്യുന്ന കാർ ആണെങ്കിൽ. രണ്ടാമത്തെ കണ്ടീഷൻ, കാർ ഓൺ ചെയ്യുന്നത് എംപ്ലോയി ആണ്, എംപ്ലോയിയുടെ കാർ, അതിന്റെ എക്സ്പെൻസുകൾ മാത്രമാണ് എംപ്ലോയർ മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ ദർ ഇസ് നോ വാല്യൂ ഫോർ പെർക്വിസിറ്റ്, അങ്ങനെ ഒരു വാല്യൂ ഇല്ല. ഇനി പാർട്ട്ലി ഫോർ പേഴ്സണൽ യൂസ് ആണെങ്കിൽ, പേഴ്സണൽ യൂസിനും കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ actual amount of expenditure incurred by employer as reduced by perquisite value as under 1 above. അതായത് ആക്ച്വൽ എമൗണ്ട് എത്രയാണോ അദ്ദേഹത്തിന് റിസീവ് ചെയ്തത്, ഐ മീൻ ആക്ച്വൽ എമൗണ്ട് എത്രയാണോ എംപ്ലോയർ സ്പെൻഡ് ചെയ്തത്, എംപ്ലോയർ ഒരു മാസം സ്പെൻഡ് ചെയ്തത് 3000 രൂപയാണ് എന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, സോ കാർ എന്ന് പറയുന്നത് 1.6 ലിറ്റേഴ്സിന്റെ താഴെയുള്ള കാറായിരുന്നു. 1.6 ലിറ്റേഴ്സ് താഴെയാണെങ്കിൽ അതിന്റെ പെർക്വിസിറ്റ് വാല്യൂ എന്ന് പറയുന്നത് 1800 പെർ മന്ത് ആണ്. പക്ഷേ എംപ്ലോയർ ഇവിടെ പേ ചെയ്തിരിക്കുന്നത് 3000 ആണ്. കാറിന്റെ ഓണർ എംപ്ലോയി ആണ്. സോ ഈ 3000ത്തിൽ നിന്നും മൈനസ് 1800 മൈനസ് ചെയ്യുക, ബാക്കി എത്ര വരുന്നുണ്ട്? 1200 ആണ് പെർക്വിസിറ്റ് വാല്യൂ പെർ മന്ത്. നേരെ തിരിച്ച് ചിന്തിക്കുക, എംപ്ലോയർ ഓൺ ചെയ്യുന്നതാണെങ്കിൽ എംപ്ലോയർക്ക് ഈ പറയുന്ന വാല്യൂ മൊത്തമായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. വേറസ് എംപ്ലോയി ഓൺ ചെയ്തതാണ്, അതുകൊണ്ട് പെർക്വിസിറ്റ് വാല്യൂ എത്രയാണോ അത് ഡിഡക്റ്റ് ചെയ്യാം. അതിനുശേഷം ബാക്കിയുള്ള എമൗണ്ട് മാത്രമേ ടാക്സബിൾ ആയിട്ട് വരും. You want me to repeat it? റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, സി നമ്മുടെ ഫസ്റ്റ് കേസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഫസ്റ്റ് കേസിൽ നമ്മൾ പറഞ്ഞത് എംപ്ലോയർ ഓൺ ചെയ്യുന്നു, എംപ്ലോയർ ആണ് എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ഒഫീഷ്യൽ പർപ്പസിനാണെങ്കിൽ നോ എക്സ്പെൻസ്. ദെൻ ഒഫീഷ്യലും പേഴ്സണലും വരുവാണെങ്കിൽ മാത്രമാണ് കണ്ടീഷൻ വരുന്നത്. അവിടെ വരുമ്പോൾ
CC നോക്കുക. CC 1.6 താഴെയാണെങ്കിൽ 1800 പെർ മന്ത്. CC 1.6 മുകളിലാണെങ്കിൽ 2400 പെർ മന്ത്. ഇതാണ് കണ്ടീഷൻ. ഇനി എംപ്ലോയിയുടെ കാറാണ്, ഇതേ രീതിയിൽ തന്നെ എംപ്ലോയിയുടെ കാറാണ്, സ്വന്തം കാറിനകത്ത് പെട്രോൾ അടിക്കാൻ വേണ്ടി എംപ്ലോയർ കാശ് തരുന്നു. എംപ്ലോയർ കാശ് തരുന്നത് 3000 രൂപ പെർ മന്ത് ആണ്. ഒരു മാസം 3000 രൂപ വെച്ച് തരുന്നുണ്ട്. പക്ഷേ അവിടെയുള്ള കേസ് ആലോചിക്കേണ്ടത് 3000 രൂപ എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുവാണ്. സോ എൻറ്റയർ വാല്യൂ പെർക്കല്ല, ബിക്കോസ് ആ കാർ എന്ന് പറയുന്നത് എംപ്ലോയിയുടെ തന്നെയാണ്. 3000 രൂപ എംപ്ലോയിക്ക് കൊടുത്തു, പക്ഷേ പെർക്ക് വാല്യൂ എത്രയായിരുന്നു? 1.6 താഴെയുള്ള കാറാണെങ്കിൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1800 ആണ്. ഈ 1800 വരുന്നില്ലല്ലോ, എംപ്ലോയിയുടെ കാർ തന്നെയല്ലേ, സ്വന്തം കാറല്ലേ. അതുകൊണ്ട് ഈ 1800 ഇതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാം. ഡിഡക്റ്റ് ചെയ്തിട്ട് ബാക്കി വരുന്ന എക്സ്പെൻസ് ആയിരിക്കും വാല്യൂ ഓഫ് ദാറ്റ് പെർക്ക്. ഓക്കെ, നേരെ തിരിച്ചാണ്, നേരത്തെ പറഞ്ഞതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സിനാരിയോ. ദെൻ ഇനി കാർ ഓൺ ചെയ്തിരിക്കുന്നത് എംപ്ലോയർ ആണ്, എംപ്ലോയറുടെ സ്വന്തം കാറാണ്. പക്ഷേ എക്സ്പെൻസസ് ആർ ബോൺ ബൈ ദി എംപ്ലോയി. എക്സ്പെൻസുകളെല്ലാം എംപ്ലോയി വഹിക്കണം. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണെങ്കിൽ കാർ ഓൺ ചെയ്യുന്നത് എംപ്ലോയർ ആയതിന് എക്സ്പെൻസസ് ആർ മെറ്റ് ബൈ എംപ്ലോയി ആണെങ്കിൽ അവിടെ പാർട്ട്ലി ഫോർ പേഴ്സണൽ ആൻഡ് ഒഫീഷ്യൽ യൂസിന് വന്നു കഴിഞ്ഞാൽ CC അനുസരിച്ചുള്ള റേറ്റിനകത്ത് വ്യത്യാസമുണ്ട്. ഓക്കെ, ബിക്കോസ് എക്സ്പെൻസസ് ആർ നോട്ട് മെറ്റ് ബൈ എംപ്ലോയർ മെറ്റ് ചെയ്യുമ്പോഴാണ് ഹൈ റേറ്റ് വരുന്നത്. എംപ്ലോയി ആണ് ഇവിടെ മെറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെയുള്ള കണ്ടീഷൻസ് വെച്ച് നോക്കുമ്പോൾ 1.6 cc താഴെയുള്ളതാണെങ്കിൽ 1.6 ലിറ്ററിനേക്കാൾ താഴെയുള്ള CC ഉള്ള എഞ്ചിനാണെങ്കിൽ, കാറിന്റെ എഞ്ചിനാണെങ്കിൽ 600 പെർ മന്ത് ആയിരിക്കും വാല്യൂ ഓഫ് പെർക്വിസിറ്റ്. 1.6 കൂടുതലാണെങ്കിൽ 900 പെർ മന്ത് ആയിരിക്കും വാല്യൂ ഓഫ് പെർക്വിസിറ്റ്. ഓക്കെ, ദെൻ ഇഫ് ദർ ഇസ് എ ഡ്രൈവർ ഉണ്ടെങ്കിൽ 900 പെർ മന്ത് കൂടി ആഡ് ചെയ്യുക. അതിനകത്തൊരു വ്യത്യാസവുമില്ല, ഡ്രൈവർക്ക് 900 പെർ മന്ത് തന്നെയാണ്. ഓക്കെ, സോ ദീസ് ആർ ദി 3 കണ്ടീഷൻസ്. ക്ലിയർ ആണോ? കാർ എംപ്ലോയി ഓൺ ചെയ്യുമ്പോൾ സിറ്റുവേഷൻ തിരിയും എന്ന് മാത്രം ഓർക്കുക. സോ there are some additional points to be noted. First thing, provided employer maintains the അതായത് ഈ പറയുന്ന നമ്മൾ രണ്ട് കേസിലും ഒരു ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ there is no value എന്ന് നമ്മൾ പറഞ്ഞു, റൈറ്റ്? ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതിനകത്ത് ഒരു വാല്യൂവും, ഒരു പെർക്വിസിറ്റ് വാല്യൂവും ഇല്ല. പക്ഷേ there is a condition that എംപ്ലോയറുടെ കയ്യിൽ ഇത് ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയാണ് യൂസ് ചെയ്തത് എന്നുള്ളതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ വാല്യൂ 0 ആയിട്ട് കിട്ടൂ. ഓക്കെ, എന്തൊക്കെ പർപ്പസിന് വേണ്ടി എങ്ങനെയൊക്കെ യൂസ് ചെയ്തു അത് ഒഫീഷ്യൽ പർപ്പസ് ആണെന്ന് തെളിയിക്കാൻ വേണ്ടി എംപ്ലോയർക്ക് സാധിക്കണം. എംപ്ലോയറുടെ കയ്യിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ വാല്യൂ ഓഫ് പെർക്വിസിറ്റ് വിൽ ബി nil. Then where car is owned by employer and expenses are also met by employer, the taxable perquisite in case of such car is used only for personal purpose of the employee would be equal to the running and maintenance expenditure and normal wear and tear calculated at 10% per annum of the total cost of the motor car less amount charged from employee in such cases. അതായത് ഇനി ഇതിനകത്ത് പറയാത്തൊരു കേസ് കൂടിയുണ്ട്. ഇത് നമ്മൾ പറഞ്ഞത് പാർട്ട്ലി ഫോർ പേഴ്സണൽ യൂസ് ആണ്, പക്ഷേ എക്സ്പെൻസുകളെല്ലാം മെറ്റ് ചെയ്യുന്ന എംപ്ലോയർ ആണ്, എംപ്ലോയർ ഓൺ ചെയ്യുന്ന കാറാണ്. ഇത് ഫുള്ളി ഫോർ പ്രൈവറ്റ് യൂസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ, മൊത്തമായിട്ട് പ്രൈവറ്റ് യൂസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ കണ്ടീഷൻ നിങ്ങൾ ഓർക്കുക, മൊത്തമായിട്ട് പ്രൈവറ്റ് യൂസിന് വേണ്ടി, അതായത് ഈ അസറ്റ് പ്രൈവറ്റ് പർപ്പസിന് വേണ്ടി എംപ്ലോയിക്ക് കൊടുക്കുകയാണ്. നമ്മൾ കുറച്ച് മുമ്പ് അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇവിടെ കണ്ടിരുന്നു. See this one, യൂസ് ഓഫ് മൂവബിൾ അസറ്റ് കണ്ടോ? യൂസ് ഓഫ് മൂവബിൾ അസറ്റ് അതിനകത്ത് ഇവിടെ ഓക്കെ, അസറ്റാണ്, മൂവബിൾ അസറ്റ് ആണല്ലോ കാർ. സോ കാറിന്റെ കേസിൽ അവിടെ പറയുന്ന കണ്ടീഷൻ 10% പെർ ആനം ഫോർ ആക്ച്വൽ കോസ്റ്റ് ഓഫ് സച്ച് അസറ്റ്. ബിക്കോസ് ഇത് ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നില്ല, പേഴ്സണൽ പർപ്പസിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, യൂസ് ആണ്. സോ ദാറ്റ് ഇവിടെ പറയുന്ന കണ്ടീഷനാണ് അപ്ലൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് 10% of the actual cost of such asset, and if there is any amount recovered from the employee that can be deducted. ആക്ച്വൽ കോസ്റ്റ് എത്രയാണോ അതിന്റെ 10% എടുക്കുക, അതിൽ നിന്നും ഏതെങ്കിലും എമൗണ്ട് എംപ്ലോയിയുടെ കയ്യിൽ നിന്നും മേടിക്കുന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് കുറച്ചിട്ട് ബാക്കിയുള്ളതായിരിക്കും
മോട്ടോർ കാറിന്റെ പേഴ്സണൽ പെർക്വിസിറ്റ് വാല്യൂ. മനസ്സിലായോ? സോ ആ കണ്ടീഷനാണ് വർക്ക് ചെയ്യേണ്ടത്. നമ്മൾ പറഞ്ഞ കണ്ടീഷൻസിലെല്ലാം ട്രീറ്റ്മെന്റ് വരുന്നത് പാർട്ട്ലി ഫോർ പേഴ്സണൽ ആൻഡ് പാർട്ട്ലി ഫോർ ഒഫീഷ്യൽ യൂസ് ആണ്. വെറസ് കംപ്ലീറ്റ്ലി ഫോർ പേഴ്സണൽ യൂസ് ആണെങ്കിൽ 10%. എന്താണോ കൊടുത്തത് അതിന്റെ വാല്യൂവിന്റെ കോസ്റ്റ് പ്രൈസിന്റെ 10% ആയിരിക്കും ചാർജബിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, എനി ഡൗട്ട്സ്? ഓക്കെ, സോ വി ക്യാൻ മൂവ് ഓൺ. നെക്സ്റ്റ് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞിരുന്ന അടുത്ത ഐറ്റമാണ് ലീവ് ട്രാവൽ കൺസെഷൻ. ലീവ് ട്രാവൽ കൺസെഷന്റെ കേസിൽ എക്സെപ്ഷൻ വരുന്നത്, എക്സെപ്റ്റഡ് ടു സർട്ടൻ ലിമിറ്റ് എന്നാണ് എക്സെപ്ഷൻ വരുന്ന കേസ്. 4 കലണ്ടർ ഇയറിൽ ടൂർ പോകാൻ വേണ്ടി കൊടുക്കുന്ന ട്രാവൽ കൺസെഷൻ ആണ്. 4 കലണ്ടർ ഇയറിൽ 2 ട്രിപ്പുകൾ വരെ എക്സെപ്റ്റഡ് ആണ്. 4 വർഷത്തിൽ 2 ട്രിപ്പ്. ഓക്കെ, അത് എക്സെപ്റ്റഡ് ആണ്. വെറസ് അതിൽ കൂടുതലാണെങ്കിലാണ് എക്സംഷൻ വരാതിരിക്കുന്ന സിറ്റുവേഷൻസ് വരുന്നത്. സോ ഇഫ് ദി ജേർണി ഈസ് ബൈ എയർവേയിലാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഇദ്ദേഹം ടൂർ നടത്തുന്നതെങ്കിൽ, സോ എമൗണ്ട് നോട്ട് എക്സീഡിങ് എയർ ഇക്കോണമി ഫെയർ ബൈ ദി ഷോർട്ടസ്റ്റ് റൂട്ട് ടു ദി പ്ലേസ് ഓഫ് ഡെസ്റ്റിനേഷൻ. ഇന്ത്യയിൽ നിന്നും, അതായത് ഇന്ത്യയിലാണ് ലൊക്കേഷൻ, ഇന്ത്യയിൽ നിന്നും ഈ പറയുന്ന ടൂർ പോയ സ്ഥലത്തേക്ക്, ഇദ്ദേഹം ടൂർ പോകുന്നത് പാരീസിലേക്കാണ് വിചാരിക്കുക. ലീവ് ട്രാവൽ കൺസെഷൻ എന്നുള്ള രീതിയിൽ പോകുന്നത് പാരീസിലേക്കാണ്. പാരീസിൽ ചെല്ലാൻ വേണ്ടിയുള്ള ഏറ്റവും സ്ട്രെയിറ്റ് റൂട്ടിൽ ഇക്കോണമി ഫെയർ എത്രയാണോ ആ ഫെയർ വരെ എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, ഈ എക്സംപ്ഷൻ അലോ ചെയ്യുന്നത് എത്ര തവണ? 2 തവണ മാത്രം. 4 കലണ്ടർ ഇയറിൽ 2 ട്രിപ്പുകൾക്ക് മാത്രമാണ് ഈ എക്സംപ്ഷൻ അലോ ചെയ്യുന്നത്. ഇനി മറ്റേതെങ്കിലും മോഡാണെങ്കിൽ, എയർ അല്ല മറ്റേതെങ്കിലും മോഡാണെങ്കിൽ, ലൈക്ക് റെയിൽ സർവീസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, amount not exceeding air conditioned first class rail fare by the shortest route to the destination. So rail service വഴിയാണെങ്കിൽ amount not exceeding air conditioned first class rail fare. rail fareലെ എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഫസ്റ്റ് ക്ലാസ് റെയിൽ ഫെയർ എത്രയാണോ അതിൽ കൂടാൻ പാടില്ലാത്തൊരു എമൗണ്ട് ആണ്, അതുവരെ എക്സംപ്റ്റഡ് ആണ്. അടുത്തതായിട്ട് ഇഫ് ദി റെയിൽ സർവീസ് ഈസ് നോട്ട് അവൈലബിൾ, ഇനി റെയിൽ സർവീസ് ഇല്ലാത്ത ഏരിയയിലാണെങ്കിൽ recognized by public transport does not exist. 2 കണ്ടീഷൻ ഉണ്ട്. റെയിൽ സർവീസ് ഇല്ല, അവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ, ഓക്കെ, റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ഇല്ലാത്ത സ്ഥലത്താണ് അദ്ദേഹം ടൂർ പോയെങ്കിൽ അവിടെ എമൗണ്ട് ഈക്വലന്റ് ടു എയർ കണ്ടീഷൻഡ് ഫസ്റ്റ് ക്ലാസ് റെയിൽ ഫെയർ ഫോർ ദി ഡിസ്റ്റൻസ് ഓഫ് ദി ജേർണി ബൈ ഷോർട്ടസ്റ്റ് റൂട്ട് ആസ് ദി ജേർണി ഹാസ് ബീൻ പെർഫോംഡ് ബൈ റെയിൽ. റെയിലിൽ പോയിരുന്നെങ്കിൽ, ഓക്കെ, റെയിലിൽ പോയിരുന്നെങ്കിൽ ആ ഒരു ഡെസ്റ്റിനേഷൻ വരെ എത്താനുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് റൂട്ടിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കുന്നു. അതേ കിലോമീറ്ററിന് റെയിൽ വഴി എത്രയാണോ എമൗണ്ട് വരുന്നത് അതായിരിക്കും എക്സംപ്റ്റഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്, എക്സംപ്ഷൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എമൗണ്ട് നോട്ട് എക്സീഡിങ് ദി ഫസ്റ്റ് ക്ലാസ് ഓർ ഡീലക്സ് ക്ലാസ് ഫെയർ ഓഫ് സച്ച് ട്രാൻസ്പോർട്ട് ബൈ ദി ഷോർട്ടസ്റ്റ് റൂട്ട് ടു ദി പ്ലേസ് ഓഫ് ഡെസ്റ്റിനേഷൻ. പബ്ലിക് ട്രാൻസ്പോർട്ട് ഉള്ള ഏരിയയിലാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ ഡീലക്സ് ക്ലാസ് റേറ്റ്, ബസ്സിനൊക്കെ ആണെങ്കിൽ ഡീലക്സ് ക്ലാസ് റേറ്റ് എത്രയാണോ ആ റേറ്റ് ആയിരിക്കും ഷോർട്ടസ്റ്റ് റൂട്ട്, ഏറ്റവും സ്ട്രെയിറ്റ് റൂട്ട് ആയിരിക്കണം, ആ ഷോർട്ടസ്റ്റ് റൂട്ടിലെ റേറ്റ് ആയിരിക്കും എക്സംപ്റ്റഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇൻ ദാറ്റ് കേസ് ലീവ് ട്രാവൽ കൺസെഷൻ എന്ന് പറയുമ്പോൾ അലോ ചെയ്യുന്നത് 4 വർഷങ്ങളിൽ 2 തവണ. അലോ ചെയ്യാവുന്ന മെത്തേഡ്സ് ആണ് പറഞ്ഞത്. ഒന്ന് എയർ വഴിയാണെങ്കിൽ എയറിലെ ഇക്കോണമി ഫെയർ, ഏറ്റവും ഷോർട്ടസ്റ്റ് എയർ റൂട്ടിലെ ഇക്കോണമി ഫെയർ ആണ് എക്സംപ്റ്റഡ് ആയിട്ടുള്ളത്. രണ്ടാമതായിട്ട് റെയിൽ വഴിയാണെങ്കിൽ ഫസ്റ്റ് AC ഫസ്റ്റ് ക്ലാസ് റെയിൽ ഫെയർ, എയർ കണ്ടീഷൻഡ് ഫസ്റ്റ് ക്ലാസ് റെയിൽ ഫെയർ ആണ്, അത് ഏറ്റവും ഷോർട്ടസ്റ്റ് റൂട്ടിൽ എത്രയാണോ അതായിരിക്കും എക്സംപ്റ്റഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക. ഇനി റെയിൽ അവൈലബിൾ അല്ലെ, മറ്റൊരു പബ്ലിക് ട്രാൻസ്പോർട്ട് അവൈലബിൾ അല്ലെങ്കിൽ ഇത്രയും ദൂരത്തേക്ക് വേണ്ടി റെയിൽ ഫെയർ എത്രയാണെന്ന് കമ്പ്യൂട്ട് ചെയ്യുന്നു, ആ റെയിൽ ഫെയർ തന്നെയാണ് എക്സംപ്ഷൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക. വേറെ പബ്ലിക് ട്രാൻസ്പോർട്ട് അവൈലബിൾ ആണെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ ഡീലക്സ് ക്ലാസ് റേറ്റ് എത്രയാണെന്ന് നോക്കുന്നു, ആ റേറ്റ് ആയിരിക്കും ലീവ് ട്രാവൽ കൺസെഷന്റെ എക്സംപ്ഷൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? Any doubts? No. നെക്സ്റ്റ് ഐറ്റം നമ്മൾ ഡിസ്കസ് ചെയ്യാനിരുന്ന അടുത്ത ഐറ്റം ഗ്രാറ്റുറ്റി. ഗ്രാറ്റുറ്റിന്റെ കേസിൽ
ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പലതവണ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഗ്രാറ്റുവിറ്റി തന്നെ, ഗ്രാറ്റുവിറ്റി എക്സംഷൻ ലിമിറ്റ് തന്നെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത് ഡെത്ത് കം റിട്ടയർമെന്റ് ബെനിഫിറ്റ് റിസീവ്ഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ഓർ എനി അതർ മെമ്പർ ഓഫ് സിവിൽ സർവീസസ് ഓർ ലോക്കൽ അതോറിറ്റി. അതായത് ഗവൺമെന്റ് സെക്ടറിൽ വരുന്ന ഇൻഡിവിജ്വൽ ആണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഗ്രാറ്റുവിറ്റി ബെനിഫിറ്റ് ആണെങ്കിൽ ദാറ്റ് ഈസ് ഫുള്ളി എക്സംപ്റ്റഡ്. ഗവൺമെന്റ് എംപ്ലോയീസിന് റിസീവ് ചെയ്യുന്ന ഗ്രാറ്റുവിറ്റി ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. വേറസ് അതർ എംപ്ലോയീസ് ആണെങ്കിലാണ് ട്രീറ്റ്മെന്റ് വരുന്നത്. അതർ എംപ്ലോയീസ് ആണെങ്കിൽ നമ്മൾ രണ്ട് കണ്ടീഷൻസ് ചെക്ക് ചെയ്യണം. ഒന്നാമത്തെ കണ്ടീഷൻ ഈസ് ദാറ്റ് ഈസ് കവേർഡ് അണ്ടർ ഗ്രാറ്റുവിറ്റി, പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 പ്രകാരം കവർ ചെയ്യുന്ന എംപ്ലോയീസ് ആണോ എന്ന് നോക്കുക. രണ്ടാമതായിട്ട് നോട്ട് കവേർഡ് ബൈ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972. ഓക്കെ, അതായത് ഇവരുടെ എംപ്ലോയ്മെന്റ് പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് പ്രകാരമുള്ളതാണോ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് പ്രകാരം ഇല്ലാത്തതാണോ എന്നുള്ളത് ബേസ് ചെയ്തുകൊണ്ട്. പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് കവർ ചെയ്യുന്നതാണെങ്കിൽ ഓക്കെ, സോ ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് ഈസ് എക്സംപ്റ്റഡ്. കവർ ചെയ്യുന്ന എംപ്ലോയീസിന് 3 കണ്ടീഷൻസ് ആണ്. ആ 3 കണ്ടീഷൻസിൽ ഏറ്റവും ലീസ്റ്റ് ഏതാണോ അതാണ് എക്സംപ്റ്റഡ് ആയിട്ട് വരിക. സോ ദർ ഇസ് എ ന്യൂ റേറ്റ്. ഇവിടെയും ഒരു പുതിയ റേറ്റ് ഉണ്ട്. ആ പുതിയ റേറ്റ് എന്ന് പറയുന്നത് 20 lakhs ആണ്. ഓക്കെ, ഇതിങ്ങനെ തന്നെ ചോദിക്കാം. വാട്ട് ഈസ് ദി എക്സംപ്ഷൻ ലിമിറ്റ് ഫോർ employees in case of gratuity which are covered under payment of gratuity act. So payment of gratuity act cover ചെയ്യുന്ന ഗ്രാറ്റുവിറ്റിയുടെ എക്സംപ്ഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് 10 lakh. ഓക്കെ, 10 lakh ആണ്, 10 lakh ആയിരുന്നു, അതിപ്പോൾ 20 lakh ആണ്. രണ്ടാമതായിട്ട് ലിസ്റ്റ് ഓഫ് ദി ഫോളോയിങ് ഞാൻ പറയുന്നത് 10 lakh or 20 lakh. സോ മിനിമം 20 lakh വരെ എക്സംപ്ഷൻ കിട്ടുന്നതാണ് അതിൻ്റെ അർത്ഥം. ദെൻ രണ്ടാമതായിട്ട് ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ്, ദെൻ 15 days salary for every completed year of service or part thereof in excess of 6 months. So ഈ കേസുകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് പോലെ തന്നെ 3 ബേസിക് കണ്ടീഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്നാമത്തെ കണ്ടീഷൻ പറയുന്നത് ആക്ച്വലി അദ്ദേഹത്തിന് റിസീവ് ചെയ്ത ഗ്രാറ്റുവിറ്റി എത്രയാണെന്ന് നോക്കുക. ആ ഗ്രാറ്റുവിറ്റി വെച്ചുകൊണ്ട് അതിൽ നിന്നും താഴെ പറയുന്ന 3 എമൗണ്ട് ഡിഡക്റ്റബിൾ ആണ്. ആക്ച്വലി അദ്ദേഹത്തിന് കിട്ടിയത് 50 lakhs ആണ് ഗ്രാറ്റുവിറ്റി എന്ന് അസ്യൂം ചെയ്യാം. ഇതിൽ നിന്നും ഫസ്റ്റ് ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് ക്യാൻ ബി ഡിഡക്റ്റഡ്. സോ ലീസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം പറയുന്ന ഐറ്റം ഒരു എമൗണ്ട് ആണ്. ആ എമൗണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ 20 lakhs ആണ്. മുമ്പ് അത് 10 lakhs ആയിരുന്നു, ഇപ്പോൾ 20 lakhs ആയിട്ട് ഉയർത്തി. രണ്ടാമത്തെ കണ്ടീഷൻ ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് എന്ന് പറയുന്നത് 50 lakhs ആണ്. മൂന്നാമതായിട്ട് 15 days salary 15/26 days ആണ്. 15/26 ബേസ്ഡ് ഓൺ ലാസ്റ്റ് ഡ്രോൺ സാലറി അദ്ദേഹത്തിന്റെ അസ്യൂം ചെയ്യുക. ഫോർ എക്സാമ്പിൾ 60,000 ആണെന്ന് അസ്യൂം ചെയ്യുക. 60,000 ഓക്കെ, ഇതാണ് ലാസ്റ്റ് ഡ്രോൺ സാലറി. 15 days സാലറി കണ്ടുപിടിച്ചു. ദെൻ അതിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? into every completed year of service and part thereof in excess of 6 months. അതായത് ഇൻറ്റു ഇദ്ദേഹത്തിന്റെ ടോട്ടൽ സർവീസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 30 years 9 months ആണെന്ന് വിചാരിക്കുക. 30 years 9 months ആണെങ്കിൽ ഇതാണ് കംപ്ലീറ്റഡ് ഇയർ. 30 years ആണ് കംപ്ലീറ്റഡ് ഇയർ ആയിട്ട് വരിക. 9 months എന്ന് പറയുന്നത് പാർട്ട് ആണ്. ഓക്കെ, 30 and part. ഇവിടെ പറയുന്നത് പാർട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടല്ലോ. പാർട്ട് thereof in excess of 6 months, 6 മാസത്തിൽ കൂടുതലാണെങ്കിൽ പാർട്ട് thereof പാർട്ടും കൂടി ഇൻക്ലൂഡ് ചെയ്യുക. സോ ദാറ്റ് 30 എന്ന് പറയുന്നത് 31 years ആയിട്ട് മാറുന്നു. ഇതിന്റെ ആൻസർ എത്രയാണോ കിട്ടുന്നത് ആ 3 എമൗണ്ടിലും ഏറ്റവും ലീസ്റ്റ് ആയിരിക്കും എക്സംപ്റ്റഡ് ആയിട്ടുള്ളത്. ആ ലീസ്റ്റ് എമൗണ്ട് നമുക്ക് ഈ പറയുന്ന 50 ലക്ഷത്തിൽ നിന്നും ഡിഡക്റ്റ് ചെയ്ത് ബാക്കിയുള്ള എമൗണ്ട് ആയിരിക്കും ടാക്സബിൾ ആയിട്ട് വരിക. മനസ്സിലായോ? സോ ഇവിടെ പറഞ്ഞത് പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് പ്രകാരം കവർ ചെയ്യുന്ന എംപ്ലോയീസ് ആണെങ്കിൽ, ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് മൈനസ് ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ്. ആ ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് എന്തൊക്കെയാണെന്നാണ് ഇപ്പൊ പറഞ്ഞത്. ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാൻഡിങ് എമൗണ്ട് ആയിട്ട് 20 lakhs. രണ്ടാമതായിട്ട് നമ്മൾ ആക്ച്വലി റിസീവ് ചെയ്യുന്ന ഗ്രാറ്റുവിറ്റി. മൂന്നാമതായിട്ട് 15 days സാലറി, അവിടെ പാർട്ട് thereof ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് കവർ ചെയ്യാത്ത എംപ്ലോയീസ് ആണെങ്കിൽ കണ്ടീഷൻ ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് ഈസ് എക്സംപ്റ്റഡ്. ഫസ്റ്റ് 10 lakh, ഇവിടെ മാറ്റമില്ല. ഇവിടെ 10 lakh തന്നെയാണ്, മാറ്റം വന്നിട്ടില്ല.
സോ 10 lakh ആണ് ആദ്യത്തെ കണ്ടീഷൻ. രണ്ടാമതായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ്. മൂന്നാമതായിട്ട് ഹാഫ് മന്ത് സാലറി. 50 days സാലറിയും ഹാഫ് മന്ത് സാലറിയും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഡെഫിനറ്റ്ലി ഉണ്ട്. ഹാഫ് മന്ത് സാലറി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഹാഫ് മന്ത് സാലറി നേരത്തെ പറഞ്ഞ സാലറി തന്നെ ഇൻറ്റു 15/26 ആയിരുന്നു 15 days സാലറി. ഇവിടെ ഹാഫ് മന്ത് സാലറി ആണ്. സോ 60,000 ഇൻറ്റു 1/2 ഹാഫ് മന്ത് സാലറി ഇൻറ്റു എവറി കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. ഇൻറ്റു എവറി കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. ഇവിടെ കംപ്ലീറ്റഡ് ഇയർ എത്രയാ? 30 വർഷവും 9 മാസവുമാണ്. സോ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ 30 മാത്രമേ ഉള്ളൂ, 9 മാസം ഇല്ല. സോ ഇതിന് കിട്ടുന്ന ആൻസർ ആയിരിക്കും മൂന്നാമത്തെ ഓപ്ഷനായി വരിക. അഗെയിൻ 10 lakh, ഫസ്റ്റ് 10 lakh ആണ്. രണ്ടാമതായിട്ട് ആക്ച്വൽ ഗ്രാറ്റുവിറ്റി കിട്ടിയത് 50 lakhs ആയിരുന്നു, 50 lakhs എഴുതി. മൂന്നാമത്തെ ഫിഗർ കണ്ടുപിടിക്കാനാണ് ഞാൻ ഈ പറഞ്ഞത്. ഹാഫ് മന്ത് സാലറി ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. ഹാഫ് ഇൻറ്റു സാലറി ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതിൽ ഏറ്റവും ലീസ്റ്റ് ഏതാണോ ആ ലീസ്റ്റ് ആണ് നമ്മളുടെ ആക്ച്വൽ ഗ്രാറ്റുവിറ്റിയിൽ നിന്നും കുറയ്ക്കാവുന്ന എമൗണ്ട്. മനസ്സിലായോ? ഞാൻ ഇതിന്റെ PPT നിങ്ങൾക്ക് ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. ഒന്ന് പാരലലി ഒരു തവണ ഒന്ന് നോക്കണം, മനസ്സിലാക്കണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയുകയും ചെയ്യണം. നിങ്ങൾ ഡൗട്ട്സ് ചോദിക്കുന്നതിൽ വളരെ വീക്കാണ്, പ്രത്യേകിച്ച് ഡൗട്ട്സ് ഒന്നും കിട്ടാറില്ല. അപ്പോൾ ഒന്നും കൂടി നോക്കുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യണം കേട്ടോ. ദെൻ കമ്മ്യൂട്ടഡ് പെൻഷന്റെ കേസിൽ ഇനി ഡിസ്കസ് ചെയ്യാനുള്ള കമ്മ്യൂട്ടഡ് പെൻഷനാണ്. കമ്മ്യൂട്ടഡ് പെൻഷൻ നോക്കുമ്പോഴും എംപ്ലോയി ഏതാണെന്ന് നോക്കുക. എംപ്ലോയി എന്ന് പറയുന്നത് ഗവൺമെന്റ് സെക്ടറിൽ വരുന്ന എംപ്ലോയി ആണെങ്കിൽ കമ്മ്യൂട്ടഡ് പെൻഷൻ ഈസ് ഫുള്ളി എക്സംപ്റ്റഡ്. അതിനകത്ത് ഒരു പോർഷനും ടാക്സബിൾ അല്ല. ഓക്കെ, കമ്മ്യൂട്ടഡ് ആണ്, അൺകമ്മ്യൂട്ടഡ് അല്ല. അൺകമ്മ്യൂട്ടഡ് പെൻഷൻ ഈസ് ഈക്വൽ ടു സാലറി പോലെ തന്നെയായിരിക്കും ട്രീറ്റ്മെന്റ് വരുന്നത്. ദാറ്റ് ഈസ് ഫുള്ളി ടാക്സബിൾ. കമ്മ്യൂട്ടഡ് ആണെങ്കിൽ എംപ്ലോയി ഏതാന്ന് നോക്കുക. ഗവൺമെന്റ് ആണെങ്കിൽ നോട്ട് ടാക്സബിൾ. ദെൻ ഇൻ കേസ് ഓഫ് അതർ എംപ്ലോയീസ്, ബാക്കിയുള്ള എംപ്ലോയീസ് ആണെങ്കിൽ അവിടെ രണ്ട് കണ്ടീഷൻസ് വരുന്നുണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ, ഇഫ് ദി എംപ്ലോയി ഈസ് ഇൻ റിസീപ്റ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി. ഗ്രാറ്റുവിറ്റി കിട്ടുന്ന എംപ്ലോയീസ് ആണെങ്കിൽ 1/3 ഇൻറ്റു കമ്മ്യൂട്ടഡ് പെൻഷൻ റിസീവ്ഡ് ഡിവൈഡഡ് ബൈ കമ്മ്യൂട്ടേഷൻ ഇൻറ്റു 100 വുഡ് ബി എക്സംപ്റ്റ് അണ്ടർ സെഷൻ. സോ എക്സംപ്റ്റഡ് പോർഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഇൻഡിവിജ്വൽ അദ്ദേഹത്തിന്റെ പെൻഷൻ കമ്മ്യൂട്ട് ചെയ്തത് 1/2 ആണ്. ഹാഫ് ഓഫ് ഹിസ് പെൻഷൻ ആണ് കമ്മ്യൂട്ട് ചെയ്തത്. പകുതി പെൻഷൻ കമ്മ്യൂട്ട് ചെയ്തു, അദ്ദേഹത്തിന് കിട്ടിയത് 4 lakhs ആണ് എന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, പറഞ്ഞ സിനാരിയോ ക്ലിയർ ആണല്ലോ. ഒരു ഇൻഡിവിജ്വൽ അദ്ദേഹത്തിന്റെ പെൻഷൻ കമ്മ്യൂട്ട് ചെയ്യുന്നു, പകുതി പെൻഷൻ കമ്മ്യൂട്ട് ചെയ്യുന്നു, അത് പ്രകാരം അദ്ദേഹത്തിന് കിട്ടിയത് 4 lakh rupees ആണ്. ദെൻ ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ചെക്ക് എന്ന് പറയുന്നത് whether the employee receives gratuity or not എന്നുള്ളതാണ്. ഗ്രാറ്റുവിറ്റി കിട്ടുന്ന എംപ്ലോയി ആണെങ്കിൽ കണ്ടീഷൻ വരുന്നത് 1/3 ഇൻറ്റു കമ്മ്യൂട്ടഡ് പെൻഷൻ റിസീവ്ഡ്. കമ്മ്യൂട്ടഡ് പെൻഷൻ റിസീവ്ഡ് എത്രയാ? 4 lakh ആണ്. 4 lakh ഡിവൈഡഡ് ബൈ കമ്മ്യൂട്ടേഷൻ പെർസെൻറ്റേജ്. ഡിവൈഡഡ് ബൈ കമ്മ്യൂട്ടേഷൻ എത്രയാ? 1/2 ആണ്. സോ 1/2 that will be 1/3 into 4 lakh. 4 lakh into 2. ഓക്കെ, ഇതായിരിക്കും ഫിഗർ വരുന്നത്. അതായത് 2 മോളിലേക്ക് പോകുന്നു. സോ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി അപ്പോൾ കിട്ടുന്ന 8 lakh ആണ്. 8 lakh ഡിവൈഡ് ഇൻറ്റു 1/3 എന്നുള്ളൊരു ഫിഗർ കിട്ടും. അങ്ങനെ കിട്ടുന്ന ഫിഗർ ആണ് എക്സംപ്റ്റഡ്. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി, എക്സംപ്റ്റഡ് ആയിട്ട് വരുന്നത്. രണ്ടാമതായിട്ട്, ഇഫ് ദി എംപ്ലോയി ഡസ് നോട്ട് റിസീവ് ഗ്രാറ്റുവിറ്റി കിട്ടുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ, ഗ്രാറ്റുവിറ്റി കിട്ടുന്നില്ലെങ്കിൽ 1/3ക്ക് പകരം 1/2 ആകുന്നു. ദാറ്റ് ഈസ് ദി ഓൺലി ഡിഫറൻസ്. 1/3ക്ക് പകരം 1/2 ആകുന്നു. ഇൻറ്റു കമ്മ്യൂട്ടഡ് പെൻഷൻ റിസീവ്ഡ് ഡിവൈഡ് ബൈ കമ്മ്യൂട്ടേഷൻ. പെർസെൻറ്റേജിലാണെങ്കിലാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 100 കൊണ്ട്. ഞാനിവിടെ പെർസെൻറ്റേജിലല്ല പറഞ്ഞത്. 50% എന്ന് പറഞ്ഞിരുന്നെങ്കിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമായിരുന്നു. ഇത് ഞാൻ പെർസെൻറ്റേജിലല്ല പറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ് ഇവിടുത്തെ ആൻസർ ഞാനൊന്ന് ചെയ്ത് കാണിക്കാൻ വേണമെങ്കിൽ 8 lakh
4 lakh into 2 എന്ന് പറയുമ്പോൾ 8 lakh കിട്ടുന്നു. 8 lakh divided by 3 ഇവിടെ കിട്ടുന്ന എമൗണ്ട് ആണ് എക്സംഷൻ ആയിട്ടുള്ളത്. 8 lakh divided by 3 ചെയ്യുമ്പോൾ എത്ര വരും? That will be around 2 lakh something. അത് അസ്യൂം ചെയ്യാം 2 3 3 and 3 3 ഇങ്ങനെ ഒരു ഫിഗർ ആണെങ്കിൽ something like that. So ഇതാണ് എക്സംപ്റ്റഡ് ആയിട്ടുള്ളത്. ആക്ച്വലി ഇതിന് റിസീവ് ചെയ്തത് എത്രയാ? 4 lakh. 4 lakhൽ നിന്നും ഈ എമൗണ്ട് കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് ടാക്സബിൾ ആയിരിക്കും. ഓക്കെ, അതേ രീതിയിൽ ഇൻ കേസ് ഗ്രാറ്റുവിറ്റി കിട്ടാത്ത ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഇവിടെ അതേ രീതി തന്നെ കമ്പ്യൂട്ട് ചെയ്യുക. 1/3ക്ക് പകരം 1/2 എടുക്കുക. ഈ 1/3ക്ക് പകരം 1/2 എടുക്കുക. 1/2 ഇൻറ്റു 4 lakh ഡിവൈഡ് ബൈ 1/2 ചെയ്യുമ്പോൾ കിട്ടുന്നത് 8 lakh ഡിവൈഡ് ബൈ 2 4 lakh തന്നെ വരും. 4 lakh കിട്ടും ആൻസർ ആയിട്ട്. സോ 4 lakh rupees വരെ എക്സംപ്റ്റഡ് ആണ്. ഇത് എക്സംപ്റ്റഡ് ആണെന്ന് പറഞ്ഞാൽ ആക്ച്വലി കിട്ടിയത് എത്രയാണ്? 4 lakh ആണ്. 4 lakhൽ നിന്നും 4 lakh ഡിഡക്ട് ചെയ്യാം. സോ ടാക്സബിൾ പോർഷൻ വിൽ ബി 0. ഓക്കെ, സോ ദീസ് ആർ ദി 2 മെത്തേഡ്സ്. ഇവിടെ ഓർക്കേണ്ടത് എംപ്ലോയറുടെ സ്റ്റാറ്റസ് ആദ്യം നോക്കുക. എംപ്ലോയർ ഗവൺമെന്റ് എംപ്ലോയിയുടെ സ്റ്റാറ്റസ്, എംപ്ലോയർ അല്ല എംപ്ലോയി. എംപ്ലോയി എന്ന് പറയുന്നത് ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ കമ്മ്യൂട്ടഡ് പെൻഷൻ ഈസ് ഫുള്ളി എക്സംപ്റ്റഡ്. പ്രൈവറ്റ് എംപ്ലോയി ആണെങ്കിൽ 2 കാറ്റഗറിയിലേക്ക് ഡിവൈഡ് ചെയ്യുക. ദോസ് ഹു റിസീവ്സ് ഗ്രാറ്റുവിറ്റി ആൻഡ് ദോസ് ഹു ഡോണ്ട്. ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുന്നവരാണെങ്കിൽ 1/3, ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യാത്തവരാണെങ്കിൽ 1/2. ബിക്കോസ് കുറച്ച് അഡീഷണൽ ബെനിഫിറ്റ് ഗ്രാറ്റുവിറ്റി കിട്ടാത്തവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. ഗ്രാറ്റുവിറ്റി കിട്ടാത്തവർക്ക് അഡീഷണൽ ബെനിഫിറ്റ് ആണ് കിട്ടുന്നത് 1/2 എന്ന് പറയുമ്പോൾ. ഗ്രാറ്റുവിറ്റി കിട്ടുന്നവർക്ക് കുറച്ച് ബെനിഫിറ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് 1/3 എന്ന് പറയുന്നത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? Okay, so last thing is that leave encashment under section 10 subsection 10AA. Leave encashment received on retirement, whether on superannuation or otherwise. നമ്മൾ പറഞ്ഞല്ലോ ലീവ് എൻകാഷ്മെന്റ് എന്ന് പറയുന്നത് സർവീസ് ടൈമിൽ റിസീവ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഫുള്ളി ടാക്സബിൾ. സർവീസ് ടൈം കഴിഞ്ഞതിന് ശേഷം റിട്ടയർമെന്റ് കിട്ടുവാണെങ്കിൽ, റിട്ടയർമെന്റ് ബെനിഫിറ്റിന്റെ ഒപ്പം ലീവ് എൻകാഷ്മെന്റ് കിട്ടുവാണെങ്കിൽ മാത്രമാണ് എക്സംഷൻ അലോ ചെയ്യുന്നത്. അവിടെയുള്ള എക്സംഷൻ എന്ന് പറയുന്നത് ഗവൺമെന്റ് എംപ്ലോയീസ് ആണെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയീസിന് ഇതും ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. വേറാസ് അതർ എംപ്ലോയീസ് ആണെങ്കിൽ ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് ഈസ് എക്സംപ്റ്റഡ്. ഗവൺമെന്റ് എംപ്ലോയീസിന് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്, മറ്റ് എംപ്ലോയീസിന് ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ്. ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് എന്ന് പറയുമ്പോൾ ഒരു എമൗണ്ട് 3 lakh. രണ്ടാമതായിട്ട് ലീവ് എൻകാഷ്മെന്റ് ആക്ച്വലി റിസീവ്ഡ്, ആക്ച്വലി എത്ര രൂപ കിട്ടിയിട്ടുണ്ടോ അത്. മൂന്നാമതായിട്ട് 10 months salary on the basis of average salary for last 10 months preceding retirement. റിട്ടയർ ചെയ്യുന്നതിന് മുമ്പുള്ള 10 മാസ സാലറിയുടെ ആവറേജ് എടുക്കുക. ആ ആവറേജിനെ ബേസ് ചെയ്തുകൊണ്ട് ആവറേജ് ഇൻറ്റു 10 ചെയ്യാം. അതാണ് ആക്ച്വലി 10 months സാലറി എന്നുള്ള ബേസിൽ എടുക്കേണ്ടത്. ദെൻ ലീവ് ക്യാഷ് ഈക്വലന്റ് ഓഫ് അൺഅവൈൽഡ് ലീവ്, അതായത് ലീവ് എടുക്കാത്തത് കൊണ്ട് കിട്ടിയിട്ടുള്ള ക്യാഷ് ബെനിഫിറ്റ്, ലീവ് എടുക്കാത്തതിനെ ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യുക. based on last 10 months average salary to his credit at the time of retirement. റിട്ടയർമെന്റ് ടൈമിൽ എത്ര സാലറി ഇതിന് കിട്ടിയിട്ടുണ്ടോ ലാസ്റ്റ് 10 monthsന്റെ അത് ബേസ് ചെയ്തുകൊണ്ട് ഇൻറ്റു ലീവ് നോട്ട് അവൈൽഡ്, അദ്ദേഹത്തിന് കിട്ടാത്ത ലീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എടുക്കാത്ത ലീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ലീവ് ഏൺഡ് ലീവ് എൻറ്റൈറ്റിൽമെന്റ് cannot be exceed 30 days for an year for actual service. സോ നോർമലി ഇങ്ങനെ ഒരു ലീവ് എൻറ്റൈറ്റിൽമെന്റ്, ലീവ് ക്യാഷ്വൽ ഈക്വലൻസ് ഓഫ് അൺഅവൈൽഡ് ലീവ് എന്ന് പറഞ്ഞില്ലേ, അതായത് അദ്ദേഹം സർവീസിൽ അദ്ദേഹത്തിന് ലീവ് ഫെസിലിറ്റി ഉണ്ടായിരുന്നു. ഒരു വർഷം 20 ലീവ് വെച്ചുണ്ടായിരുന്നു വിചാരിക്കുക. ഈ 20 ലീവിൽ അദ്ദേഹം 10 ലീവ് എടുത്തുള്ളൂ. ബാക്കിയുള്ള 10 ലീവ് അദ്ദേഹത്തിന് ക്യാഷ് ആക്കി മാറ്റാം. ഓക്കെ, അതാണ് ലീവ് എൻകാഷ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇൻ ദാറ്റ് കേസ് എത്രയാണ് അൺഅവൈൽ ചെയ്തത്, മീൻസ് കിട്ടാതിരുന്ന ആ ലീവ് എത്രയാണോ അതിനെ ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യുക ഇൻറ്റു, അതായത് ഇവിടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10 മാസത്തെ സാലറിയുടെ ആവറേജ് എടുക്കുക. ആദ്യം 10 മാസ സാലറിയുടെ ആവറേജ് കിട്ടിയത് 30,000 ആണെന്ന് വിചാരിക്കുക. ദെൻ അദ്ദേഹത്തിന് എത്ര മാസത്തെ ദിവസത്തെ അല്ല എത്ര മാസത്തെ ലീവ് ഉണ്ടെന്ന് നോക്കുക, എത്ര മാസങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്യുക. അങ്ങനെ നോക്കുമ്പോൾ ഒരു വർഷത്തിൽ 1 മാസമാണ് മാക്സിമം ലീവ് അനുവദിക്കുന്നത്. ഒരു വർഷത്തിൽ 1 മാസം. അങ്ങനെ വെച്ചുകൊണ്ട് എത്ര ലീവ് ഉണ്ടെന്ന് നോക്കുക, ആ ലീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എത്ര മാസത്തെ ലീവ് ഉണ്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യുക.
അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 3 ഫിഗേഴ്സും കിട്ടും. ഈ 3 ഫിഗേഴ്സിലെ ഏറ്റവും ലോവസ്റ്റ് ഫിഗർ ഏതാണോ അതാണ് ഡിഡക്റ്റബിൾ ആയിട്ടുള്ളത്. സോ ഇവിടെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത് ഇതൊന്നും പ്രോബ്ലം ആയിട്ട് നമ്മളോട് ചോദിക്കാൻ പോകുന്നില്ല, തിയറി മാത്രം. സോ ഈ 4 കണ്ടീഷൻസും തിയറി ആയിട്ട് തന്നെ മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫ്രം സാലറി. ഡു യു ഹാവ് എനി ഡൗട്ട്? ഇന്ന് തന്നെ സാലറിയുടെ എല്ലാ പോർഷൻസും വായിച്ചു നോക്കണം കേട്ടോ. എല്ലാ പോർഷൻസും ഒരു പ്രാവശ്യം റിവൈസ് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം. അതിലൊന്നും ഒരു മടിയും വിചാരിക്കരുത്. മാക്സിമം ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തന്നെ പോകണം. ഓക്കെ, രണ്ടാമത്തെ ഏരിയ സെക്കൻഡ് ഹെഡ് ഹൗസ് പ്രോപ്പർട്ടി. ഹൗസ് പ്രോപ്പർട്ടിയെ പറ്റി പറയുമ്പോൾ ഫസ്റ്റ് തിങ് ഇസ് ബേസിസ് ഓഫ് ചാർജ്. എങ്ങനെയാണ് ഹൗസ് പ്രോപ്പർട്ടിയുടെ വാല്യുവേഷൻ വരുന്നത്? So annual value of any house property comprising of building or land appurtenant thereto. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലോസ്. ബിൽഡിങ്ങും ലാൻഡും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ മാത്രം. ഓക്കെ, സോ ബിൽഡിങ്ങിൻ്റെ ഒപ്പം കിടക്കുന്ന ഒരു പ്ലോട്ട്, ബിൽഡിങ്ങിനോട് ചേർന്ന് ബിൽഡിംഗ് ഉൾപ്പെടുന്ന ആ ഒരു ഏരിയ എന്നുള്ള രീതിയിൽ മാത്രമേ ഒരു ലാൻഡിൻ്റെ ഹൗസ് പ്രോപ്പർട്ടിയുടെ വാല്യൂ ആയിട്ട് എടുക്കുകയുള്ളൂ. സോ ആനുവൽ വാല്യൂ ഓഫ് എനി പ്രോപ്പർട്ടി കംപ്രൈസിങ് ഓഫ് ബിൽഡിംഗ് ഓർ ലാൻഡ് appurtenant thereto. ബിൽഡിംഗും ആകാം ലാൻഡ് ആകാം, ലാൻഡ് ആ ബിൽഡിങ്ങിനോട് ചേർന്ന് കിടക്കുന്നതാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ആ ബിൽഡിംഗ് ഇരിക്കുന്ന ലാൻഡ് എന്നുള്ള മീനിങ് അതാണെങ്കിൽ മാത്രം. ഓഫ് വിച്ച് ദി അസസി ഈസ് ദി ഓണർ ഈസ് ചാർജബിൾ ടു ടാക്സ് അണ്ടർ ദി ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. സോ ഇത്തരത്തിലുള്ള ബിൽഡിങ്ങിൽ നിന്ന് കിട്ടുന്ന ആനുവൽ വാല്യൂ ആണ് ചാർജബിൾ ആയിട്ട് വരുന്നത്. എക്സെപ്ഷൻസ് പറയാവുന്നത് ആനുവൽ വാല്യൂ ഓഫ് ദി ഫോളോയിങ് പ്രോപ്പർട്ടീസ് ആർ ചാർജബിൾ അണ്ടർ ദി ഹെഡ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. ഇനി നമ്മളിവിടെ പറഞ്ഞു ബിൽഡിംഗ് എന്ന് പറയുന്നത് ഓർ ലാൻഡ് അപ്പർട്ടന്റ് ദെയർടു എന്ന് പറയുന്ന പെർവ്യൂ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ പെർവ്യൂവിൽ വരുമെന്ന് പറയുമെങ്കിലും there are 2 exceptions. രണ്ടെണ്ണം ഒരു കാരണവശാലും ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ വരില്ല, പക്ഷേ ഇൻകം ഫ്രം പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, അതായത് അടുത്ത ഹെഡിൽ മാത്രമേ വരൂ. ആ 2 ഐറ്റംസ് ആണ്. ഒന്നാമതായിട്ട് പോർഷൻസ് ഓഫ് പ്രോപ്പർട്ടി ഒക്യുപ്പൈഡ് ബൈ ദി അസസി ഫോർ ബിസിനസ് ഓർ പ്രൊഫഷൻ ക്യാരിഡ് ഓൺ ബൈ ഹിം. സോ അസസിയുടെ ബിസിനസ്സോ പ്രൊഫഷനോ അതിനു വേണ്ടി അസസി ഹെൽഡ് ചെയ്യുന്ന പോർഷൻസ് ഓഫ് പ്രോപ്പർട്ടി. ഓക്കെ, അതായത് ബിസിനസ് നടത്താൻ വേണ്ടിയുള്ള പ്രോപ്പർട്ടി. ക്ലിയർ? രണ്ടാമതായിട്ട് പ്രോപ്പർട്ടീസ് ഓഫ് അസസി എൻഗേജ്ഡ് ഇൻ ബിസിനസ് ഓഫ് ലെറ്റിംഗ് ഔട്ട് ഓഫ് പ്രോപ്പർട്ടീസ്. ഈ പ്രോപ്പർട്ടി വാടകയ്ക്ക് കൊടുക്കുകയാണ്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലും അത് ബിസിനസ് ഇൻകം ആയിട്ട് മാറും. 2 കേസ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അസസി എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ്. ആ ഡോക്ടറുടെ ക്ലിനിക്ക് റൺ ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ്. സോ ആ ക്ലിനിക്ക് ഇരിക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതിൻ്റെ ബിസിനസ് സ്ഥാപനം ഇരിക്കുന്ന പ്രോപ്പർട്ടിയാണ്. അത് ഒരു കാരണവശാലും രണ്ടാമത്തെ ഹെഡിൽ വരില്ല, മൂന്നാമത്തെ ഹെഡിലേക്ക് പോകും. അടുത്തത് ഈ പറയുന്ന പ്ലോട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അദ്ദേഹം റെന്റിന് കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ പേ ആൻഡ് പാർക്ക് റൺ ചെയ്യുകയാണ് അവിടെ. അങ്ങനെ ഒരു പ്രോപ്പർട്ടിയാണ്. സോ അത്തരത്തിലുള്ള പ്രോപ്പർട്ടീസും ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ ഭാഗമായിട്ട് വരില്ല, ഇൻകം ഫ്രം അതർ സോഴ്സ് എന്നുള്ള ഏരിയയിലേ വരുള്ളൂ. ഓക്കെ, ദെൻ ഡിറ്റർമിനേഷൻ ഓഫ് ആനുവൽ വാല്യൂ. ഈ പറയുന്ന ബിൽഡിങ്ങിന്റെ ആനുവൽ വാല്യൂ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് പറയുന്നത് സെഷൻ 23-ലാണ്. സോ ആനുവൽ വാല്യൂ ഓഫ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി, റെന്റിന് കൊടുത്തിരിക്കുന്ന പ്രോപ്പർട്ടി. നേരത്തെ പറഞ്ഞത് ലെറ്റിംഗ് ഔട്ട് എന്ന് പറയുന്നത് ബിസിനസ് ലെറ്റിംഗ് ഔട്ട് ആണ്. ലെറ്റ് ഔട്ട് ചെയ്യാന്ന് പറയുന്ന ബിസിനസ് ചെയ്യുന്ന ഇൻഡിവിജ്വൽ ആണ്. അല്ലാതെ ഈ പറയുന്ന പേ ആൻഡ് പാർക്കിന് കൊടുത്തിരിക്കുന്നു എന്നുള്ള കൺസെപ്റ്റ് അങ്ങനെ എടുക്കരുത്, വാടകയ്ക്ക് കൊടുക്കുന്നു എന്നുള്ള കൺസെപ്റ്റ് എടുക്കരുത്. ലെറ്റിംഗ് ഔട്ട് ബിസിനസ് ചെയ്യുന്ന ഇൻഡിവിജ്വൽ, അത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ബിസിനസ്. അങ്ങനെയുള്ള ബിസിനസ്സിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ബിസിനസ്സിൽ നിന്ന് വരുന്ന ഇൻകം ആണ്, അല്ലാതെ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം അല്ല. ഓക്കെ, സോ ഇനി ഇദ്ദേഹത്തിനൊരു അഡീഷണൽ ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, അത് അദ്ദേഹം റെന്റിന് കൊടുക്കുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ബിസിനസ് അല്ല. ഇതാണ് രണ്ടു തമ്മിലുള്ള വ്യത്യാസം. സോ ഹൗസ് പ്രോപ്പർട്ടി റെന്റിന് കൊടുക്കുക എന്ന് പറയുന്നത് ബിസിനസ് അല്ല, പക്ഷേ ലെറ്റിംഗ് ഔട്ട് എന്ന് പറയുന്നത് ബിസിനസ് ആയിട്ട് ഏറ്റെടുത്ത് ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, അങ്ങനെയുള്ള ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ അവർക്ക് അത് ബിസിനസ് ഇൻകം ആണ്, ബാക്കിയുള്ളവർക്ക് അത് ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഇൻകം ആണ്. സോ ഓർക്കുക, ആനുവൽ വാല്യൂ ഓഫ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി കണ്ടുപിടിക്കാൻ വേണ്ടി ഡിറ്റർമിനേഷൻ ഓഫ് ഗ്രോസ് ആനുവൽ വാല്യൂ GAV ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടുപിടിക്കുക. അതിൽ നിന്നും മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ദി ഓണർ ഡ്യൂറിംഗ് ദി പ്രീവിയസ് ഇയർ. കഴിഞ്ഞ വർഷം അദ്ദേഹം മുനിസിപ്പൽ ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ മുനിസിപ്പൽ വാല്യുവേഷനെ ബേസ് ചെയ്തുകൊണ്ട് ടാക്സ് മുനിസിപ്പാലിറ്റി പറയും. ആ ബിൽഡിംഗ് റെന്റ് പോലുള്ള ബിൽഡിംഗ് ടാക്സ് പോലുള്ളതായിരുന്നു. സോ അത് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് കുറച്ചിട്ട് ബാക്കി വരുന്നതാണ് നെറ്റ് ആനുവൽ വാല്യൂ. സോ ഈ നെറ്റ് ആനുവൽ വാല്യൂ ആണ് ടാക്സബിൾ വാല്യൂ ആയിട്ട് എടുക്കുന്നത്.
So let's see how to find out gross annual value. ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനു വേണ്ടി നമ്മൾ കുറച്ച് ടേംസ് അറിയണം. ഫസ്റ്റ്, ഫെയർ റെന്റ്, നമ്മളുടെ ബിൽഡിങ്ങിന് സാധാരണഗതിയിൽ കിട്ടാവുന്ന വാല്യൂ, അതിനെയാണ് ഫെയർ റെന്റ് എന്ന് പറയുന്നത്. മുനിസിപ്പൽ വാല്യൂ ഗവൺമെന്റ് വാല്യുവേഷൻ പ്രകാരം നമ്മളുടെ ബിൽഡിങ്ങിൽ ഇട്ടിരിക്കുന്ന വാല്യൂ. ദെൻ സ്റ്റാൻഡേർഡ് റെന്റ് നമ്മളായിട്ട് സെറ്റ് ചെയ്യുന്നതാണ്, നമ്മൾ ഫിക്സ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് റെന്റ്. ദെൻ എക്സ്പെക്റ്റഡ് റെന്റ് നമുക്ക് നോക്കാം. സ്റ്റാൻഡേർഡ് റെന്റ് എന്ന് പറയുന്നത് ഈ മൂന്ന് കൺസെപ്റ്റ് ആദ്യം അറിയാം. ഫെയർ റെന്റ് നോർമൽ വാല്യൂ ആണ്, നോർമലി കിട്ടേണ്ട വാല്യൂ. മുനിസിപ്പൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ആയിട്ട് ഫിക്സ് ചെയ്യുന്ന വാല്യൂ. സ്റ്റാൻഡേർഡ് റെന്റ് നമ്മൾ നമ്മളായിട്ട് ഫിക്സ് ചെയ്യുന്ന തിങ്. ഓക്കെ, അതാണ് സ്റ്റാൻഡേർഡ് റെന്റ്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടിക്ക് സാധാരണഗതിയിൽ കിട്ടേണ്ടത് എന്നുള്ള രീതി. ഫെയർ റെന്റും സ്റ്റാൻഡേർഡ് റെന്റും ഡിഫറെന്റ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് തിങ്, നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ തന്നെ ഈ പറയുന്ന മൂന്ന് ആസ്പെക്റ്റ് അവൈലബിൾ ആയിരിക്കും നമ്മുടെ കയ്യിൽ. ഫസ്റ്റ് തിങ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഫെയർ റെന്റൽ വാല്യൂ, ഫെയർ റെന്റും മുനിസിപ്പൽ വാല്യൂ കമ്പയർ ചെയ്യുക. ഇതിൽ ഏതാണോ ഹയർ അത് നമ്മൾ എടുക്കുന്നു. ഓക്കെ, ഫെയർ റെന്റ് ഓർ മുനിസിപ്പൽ വാല്യൂ ഇത് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അതിനകത്ത് ഹയർ ഏതാണോ അതാണ് നമ്മൾ എടുക്കുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഫെയർ റെന്റ് എന്ന് പറയുന്നത് 20,000 ആണ്. മുനിസിപ്പൽ വാല്യൂ 25,000. സോ ഇത് തമ്മിൽ കമ്പയർ ചെയ്യുന്നു. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇത് കമ്പയർ ചെയ്തിട്ട് ഇതിനകത്ത് ഹയർ ആയിട്ടുള്ള പോർഷൻ മാത്രം എടുക്കുന്നു. സോ ഹയർ വാല്യൂ നമുക്ക് കിട്ടി. ഓക്കെ, അതിനുശേഷം കമ്പയർ സ്റ്റെപ്പ് 1 വിത്ത് സ്റ്റാൻഡേർഡ് റെന്റ്. ഇവിടുന്ന് കിട്ടിയ ഹയർ വാല്യൂ സ്റ്റാൻഡേർഡ് റെന്റുമായിട്ട് കമ്പയർ ചെയ്യാം. സ്റ്റാൻഡേർഡ് റെന്റുമായിട്ട് കമ്പയർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇതിൽ ഏതാണോ ലോവർ. സ്റ്റാൻഡേർഡ് റെന്റ് എന്ന് പറയുന്നത് 30,000 ആണെന്ന് അസ്യൂം ചെയ്യൂ. സോ മൂന്ന് വാല്യൂ നമ്മൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ വാല്യൂ ഫെയർ റെന്റ്, ദെൻ മുനിസിപ്പൽ വാല്യൂ, സ്റ്റാൻഡേർഡ് റെന്റ്. ഇതിൽ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്ത് ഫെയർ റെന്റും മുനിസിപ്പൽ വാല്യൂമായിട്ട് കമ്പയർ ചെയ്യുന്നു, ഹയർ എടുത്തു. ദെൻ അതിന് കിട്ടിയ റിസൾട്ടന്റും സ്റ്റാൻഡേർഡ് റെന്റുമായിട്ട് കമ്പയർ ചെയ്യുന്നു, ലോവർ ഈസ് മുനിസിപ്പൽ വാല്യൂ. ആ ലോവർ എടുക്കുന്നു. ആ ലോവറിനെയാണ് നമ്മൾ എക്സ്പെക്റ്റഡ് റെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ 25,000. Clear? Expected rent. Then compare expected rent determined above with actual rent. നമുക്ക് ആക്ച്വലി കിട്ടുന്ന റെന്റുമായിട്ട് എക്സ്പെക്റ്റഡ് റെന്റിനെ കമ്പയർ ചെയ്യാം. ഓക്കെ, ആക്ച്വലി കിട്ടിയ റെന്റ് എന്ന് പറയുന്നത് ആക്ച്വൽ റെന്റ് ഈസ് 26,000. ഓക്കെ, ആക്ച്വൽ റെന്റുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ഇഫ് ആക്ച്വൽ റെന്റ് ഈസ് മോർ ദാൻ എക്സ്പെക്റ്റഡ് റെന്റ്, എക്സ്പെക്റ്റഡ് റെന്റിനേക്കാൾ കൂടുതലാണ് ആക്ച്വൽ റെന്റ് എങ്കിൽ, ഇവിടെ കൂടുതലാണ്, റൈറ്റ്? കൂടുതലാണെങ്കിൽ ആക്ച്വൽ റെന്റ് ഈസ് ദി ഗ്രോസ് ആനുവൽ വാല്യൂ. സോ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അതർവൈസ് ഇഫ് ആക്ച്വൽ റെന്റ് ഈസ് ലെസ് ദാൻ എക്സ്പെക്റ്റഡ് റെന്റിനേക്കാൾ കുറവാണ്, അതായത് ഇവിടെ ആക്ച്വൽ റെന്റ് എന്ന് പറയുന്നത് 24,000 ആണെന്ന് വിചാരിക്കുക. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ലെസ് ദാൻ 24,000 ആണ്. അതായത് 24,000 എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് റെന്റിനേക്കാൾ കുറവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് കണ്ടീഷൻസ് നമ്മൾ ചെക്ക് ചെയ്യണം. ആക്ച്വൽ റെന്റ് എക്സ്പെക്റ്റഡ് റെന്റിനേക്കാളും കുറവാകാനുള്ള സിറ്റുവേഷൻ വേക്കൻസി കാരണമാണോ എന്ന് നോക്കുക. വേക്കൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൊറോണ ടൈം ആയതുകൊണ്ട് നമ്മളുടെ ടെനന്റ് ഒഴിഞ്ഞുപോയി. ഓക്കെ, ടെനന്റ് ഇപ്പോൾ ഒഴിഞ്ഞു പോയത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ആ ആക്ച്വൽ എക്സ്പെക്റ്റഡ് റെന്റിനേക്കാൾ കൂടുതൽ ആക്ച്വൽ റെന്റ് കിട്ടിയേനെ. അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ നമ്മൾ GAV എടുക്കുക, ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് ആക്ച്വൽ റെന്റ് തന്നെ എടുക്കുക. ഇനി നേരെ തിരിച്ചാണ്, അല്ല ആക്ച്വൽ റെന്റ് എക്സ്പെക്റ്റഡ് റെന്റിനേക്കാളും കുറവ് തന്നെയാണ്, അത് ടെനൻസി കൊണ്ടല്ല എങ്കിൽ അതിനർത്ഥം എക്സ്പെക്റ്റഡ് റെന്റ് ആയിരിക്കും ഗ്രോസ് ആനുവൽ വാല്യൂ. ഓക്കെ, ഒരു തവണ കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, ശ്രദ്ധിച്ചേക്കുക. ഇതൊരു സീക്വൻസ് ആയിട്ട് തന്നെ ഓർക്കണം. ഒന്നാമതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഫെയർ റെന്റും മുനിസിപ്പൽ വാല്യൂമായിട്ട് കമ്പയർ ചെയ്യുന്നു, വിച്ച് എവർ ഈസ് ഹയർ. ഓക്കെ, ഫെയർ റെന്റും മുനിസിപ്പൽ വാല്യൂമായിട്ട് കമ്പയർ ചെയ്തു, ഹയർ ആയിട്ടുള്ള ഫിഗർ എടുത്തു. ആ ഹയർ ഫിഗറും സ്റ്റാൻഡേർഡ് റെന്റുമായിട്ട് കമ്പയർ ചെയ്യുന്നു, ലോവർ ആയിട്ടുള്ള ഫിഗർ എടുക്കുന്നു. ഇതിനെയാണ് എക്സ്പെക്റ്റഡ് റെന്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് എക്സ്പെക്റ്റഡ് റെന്റ് കിട്ടി. ഈ എക്സ്പെക്റ്റഡ് റെന്റും ആക്ച്വൽ റെന്റുമായിട്ട് കമ്പയർ ചെയ്യുന്നു. എക്സ്പെക്റ്റഡ് റെന്റ് ആൻഡ് ആക്ച്വൽ റെന്റ് കമ്പയർ ചെയ്തിട്ട് എക്സ്പെക്റ്റഡ് റെന്റ് ഇതിൽ ഏതാണ് ഹയർ, ഓക്കെ, ഇതിൽ ഏതാണ് ഹയർ അതാണ് ആക്ച്വലി നമ്മളുടെ ഗ്രോസ് ആനുവൽ വാല്യൂ. ഇതിൽ ഏതാണോ ഹയർ അതാണ് നമ്മുടെ ഗ്രോസ് ആനുവൽ വാല്യൂ. പക്ഷെ ദർ ഇസ് എ കണ്ടീഷൻ.
ആ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന എന്താ പറയുക, ഈ പറയുന്ന ആക്ച്വൽ റെന്റ് ആണ് കുറവെങ്കിൽ, കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്ന ആക്ച്വൽ റെന്റ് കുറയുകയാണെങ്കിൽ മാത്രമാണ്. ആക്ച്വൽ റെന്റ് ആണ് കുറയുന്നതെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് ആക്ച്വൽ റെന്റ് കുറഞ്ഞതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആക്ച്വൽ റെന്റ് കുറയാനുള്ള സാഹചര്യം വേക്കൻസി ആണ് എങ്കിൽ ആക്ച്വൽ റെന്റ് തന്നെ GAV ആയിട്ട് എടുക്കുക. ദിസ് ആർ ദി സീക്വൻസ്. എനി ഡൗട്ട്? മനസ്സിലായില്ലേ? മനസ്സിലാവാതെ ഇരിപ്പുണ്ടോ? ഓക്കെ, ഗുഡ്. Okay. Then there is a condition that actual rent received or receivable എന്ന് നമ്മൾ പറയുമ്പോൾ അൺറിയലൈസ്ഡ് റെന്റ് ഒരു കാരണവശാലും എടുക്കാൻ പാടില്ല. ഓക്കെ, ആക്ച്വൽ റെന്റിനകത്ത് നമ്മൾ അൺറിയലൈസ്ഡ് റെന്റ് എടുക്കരുത്. ആ റെന്റ് നമ്മൾ റിസീവ് ചെയ്തിട്ടില്ല, അത് ആക്ച്വൽ റെന്റിന്റെ പെർവ്യൂവിൽ എടുക്കാൻ പാടില്ല. അതൊരു കണ്ടീഷനായിട്ട് ഓർത്തേക്കുക. Then there are some conditions. അഡീഷണൽ കണ്ടീഷനായിട്ട് ഹൗസ് പ്രോപ്പർട്ടി നമ്മൾ അറിയേണ്ടത് ഒന്ന്, ആനുവൽ വാല്യൂ ഓഫ് വൺ സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി. അവിടെ നമ്മൾ ഓർക്കേണ്ടത് വൺ സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി, 2 അല്ല. ആനുവൽ വാല്യൂ ഓഫ് വൺ സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി. ഞാൻ റിപ്പീറ്റ് ചെയ്യാനുള്ള കാരണം, 2 സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അതിൽ ഒരെണ്ണത്തിനെ ലെറ്റ് ഔട്ട് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. ഒരു ഹൗസിനെ മാത്രമേ സെൽഫ് ഓക്യുപ്പൈഡ് എന്ന് പറയുന്ന സ്റ്റാറ്റസ് കിട്ടുള്ളൂ. സോ വെയർ ദി പ്രോപ്പർട്ടി ഈസ് സെൽഫ് ഓക്യുപ്പൈഡ് ഫോർ ഓൺ റെസിഡൻസ് or unoccupied throughout the previous year owing to his employment, business or profession carried on at any place, any other place, and residing at that other place in a building not being belonging to him, its annual value will be nil. So ഇദ്ദേഹത്തിന് ഒരു വീടാണുള്ളത്. ഓക്കെ, ആ ഒരു വീട്ടിൽ ഇദ്ദേഹത്തിന് താമസിക്കാൻ പറ്റുന്നില്ല, ബിക്കോസ് ഇദ്ദേഹത്തിന്റെ ജോബ് മറ്റെവിടെയോ ആണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് മാറി മറ്റൊരു വീട്ടിൽ റെന്റിന് താമസിക്കേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ആ ഒഴിഞ്ഞു കിടക്കുന്ന വീടിന്റെ ഹൗസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് നില്ലായിരിക്കും. ലെറ്റ് മി റിപ്പീറ്റ്, സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിയാണ്, ഓൺ പ്രോപ്പർട്ടിയാണ്. അത് അൺഓക്യുപ്പൈഡ് ആണെങ്കിൽ പോലും, അൺഓക്യുപ്പൈഡ് ആയിട്ട് ഇവർ വേറെ എവിടെയെങ്കിലും പോയി താമസിക്കുകയാണെങ്കിൽ പോലും ആ പറയുന്ന ബിൽഡിങ്ങിന്റെ വാല്യൂ നില്ലായിരിക്കും. ഓക്കെ, രണ്ടാമതായിട്ട് ആനുവൽ വാല്യൂ ഓഫ് ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി. ആക്ച്വലി ലെറ്റ് ഔട്ട് അല്ല, എന്നാൽ ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് ആണ്. ഇഫ് മോർ ദാൻ വൺ പ്രോപ്പർട്ടി ഈസ് സെൽഫ് ഓക്യുപ്പൈഡ് ഓർ അൺഓക്യുപ്പൈഡ്, ദി അസസി മേ ക്ലെയിം ബെനിഫിറ്റ് ഓഫ് നിൽ ആനുവൽ വാല്യൂ ഇൻ റെസ്പെക്ട് ഓഫ് എനി വൺ പ്രോപ്പർട്ടി അറ്റ് ഹിസ് ഓപ്ഷൻ. ദി അതർ പ്രോപ്പർട്ടി വിൽ ബി ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട്. സോ ലെറ്റ് മി റിപ്പീറ്റ്, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഒന്നിൽ കൂടുതൽ സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന് 2 പ്രോപ്പർട്ടി ഉണ്ട്, അതിൽ ഒരിടത്ത് മാത്രമേ പുള്ളി താമസിക്കുന്നുള്ളൂ, മറ്റേത് അദ്ദേഹം പറയുന്നത് ലെറ്റ് ഔട്ട് അല്ല സെൽഫ് ഓക്യുപ്പൈഡ് ആണ് എന്ന് പറയുകയാണെങ്കിൽ പോലും സെക്കൻഡ് പ്രോപ്പർട്ടിയെ ലെറ്റ് ഔട്ട് ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. അതിൽ ഏത് പ്രോപ്പർട്ടി സെൽഫ് ഓക്യുപ്പൈഡ് ആക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവസരം അസസിക്ക് തന്നെ കൊടുക്കും. ബിക്കോസ് സെൽഫ് ഓക്യുപ്പൈഡ് ആണെങ്കിൽ അത്രയും ടാക്സ് വരില്ല. സോ അദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള പ്രോപ്പർട്ടി ഏതാണോ അതായിരിക്കും അദ്ദേഹം സെൽഫ് ഓക്യുപ്പൈഡ് ആയിട്ട് പറയുന്നത്, മറ്റേത് ലെറ്റ് ഔട്ട് ആയിട്ടും ട്രീറ്റ് ചെയ്യും. സോ 2 കണ്ടീഷൻസ് ക്ലിയർ ആണോ? ഒരു സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി ആണെങ്കിൽ ദാറ്റ് ഈസ് എക്സംപ്റ്റഡ് അണ്ടർ ലോ, അത് ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ പോലും എക്സംപ്റ്റഡ് ആണ്. രണ്ടാമതായിട്ട് ഓർക്കേണ്ടത്, ഒന്നിൽ കൂടുതൽ സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ഒരെണ്ണത്തിനെ ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് എന്നുള്ള രീതിയിലാണ് ട്രീറ്റ് ചെയ്യുക. സോ ലെറ്റ് ഔട്ട് അല്ലെങ്കിൽ പോലും അതിനെ ലെറ്റ് ഔട്ട് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഏത് സെൽഫ് ഓക്യുപ്പൈഡ് ആക്കണം, ഏത് ലെറ്റ് ഔട്ട് ആക്കണം എന്നുള്ള തീരുമാനം അസസിക്കാണ്, അസസിക്ക് തന്നെ തീരുമാനിക്കാം. ആനുവൽ വാല്യൂ വെയർ ദി പ്രോപ്പർട്ടി ഈസ് ഹെൽഡ് ആസ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. ഈ പറയുന്ന വീട് വിൽക്കാൻ വെച്ചിരിക്കുന്നു സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്നുള്ള രീതിയിലാണ്, അതായത് അതിന്റെ ബിസിനസിന്റെ ഭാഗമാണ്. ഒരു റിയൽ എസ്റ്റേറ്റ് ഹോൾഡർ ആണ്, റിയൽ എസ്റ്റേറ്റ് അദ്ദേഹം ബിൽഡിങ്ങുകൾ മേടിച്ച് വിൽക്കുന്ന ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ അതിന്റെ അർത്ഥം ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണ്. സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണെങ്കിൽ where property is held as stock in trade and the whole or any part of the property is not let out during the whole or any part of the previous year, the annual value of the property or part of the property for a period of 1 year from the end of financial year in which certificate of completion of construction of property is obtained from the competent authority shall be taken as nil. അതായത് ഇത്തരത്തിലൊരു പ്രോപ്പർട്ടിയെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് അദ്ദേഹത്തിന് കൈവശം വയ്ക്കാവുന്ന ടൈം പീരീഡ് എന്ന് പറയുന്നത് 1 ഇയർ ആണ്. ഓക്കെ, 1 വർഷം മൊത്തം ഇതിന്റെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണെന്നുള്ള രീതിയിൽ കീപ്പ് ചെയ്യാം. 1 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടാക്സബിൾ ആയിട്ട് വരും.
ലെറ്റ് ഔട്ട് എന്നുള്ള രീതിയിൽ, ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് എന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യും. സോ 3 കണ്ടീഷൻസും ക്ലിയർ ആണോ? ഫസ്റ്റ് കണ്ടീഷൻ സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ഒരെണ്ണം എക്സംപ്റ്റഡ് ആണ്, ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അതിനെ ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് എന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യും. മൂന്നാമത്തെ കണ്ടീഷൻ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് കീപ്പ് ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്നുള്ള രീതിയിൽ 1 വർഷം വരെ വാല്യൂ നില്ലായിട്ട് അത് ഇതിന് മെയിൻറ്റെയിൻ ചെയ്യാം, കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് 1 വർഷം വരെ. ഓക്കെ, ഫൈൻ. ബേസിക് കണ്ടീഷൻസ് ആണ് പറയുന്നത്. ഡിറ്റർമിനേഷൻ ഓഫ് ആനുവൽ വാല്യൂ, അതായത് ഒന്നാമത്തെ കണ്ടീഷനായിട്ട് നമ്മൾ പറഞ്ഞു, ഒന്നാമത്തെ ഏരിയ എന്നുള്ള രീതി നമ്മൾ പറഞ്ഞത് ആനുവൽ വാല്യൂ ഓഫ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി. ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് നമ്മൾ ആദ്യം സംസാരിച്ചത്. അതിനുശേഷം നമ്മൾ പറഞ്ഞത് സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആണെങ്കിൽ ഇങ്ങനെ. ദെൻ മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് ആനുവൽ വാല്യൂ ഓഫ് ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആണെങ്കിൽ അതെങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണെങ്കിൽ അതിന്റെ കാര്യവും നമ്മൾ പറഞ്ഞു. ഇതെല്ലാം കണ്ടീഷൻസ് തന്നെയാണ്, ബേസിക് കണ്ടീഷൻ എന്നുള്ള രീതി തന്നെ ഓർക്കാം. ഓക്കെ, ദെൻ ഡിഡക്ഷൻസ് ഫ്രം നെറ്റ് ആനുവൽ വാല്യൂ. നെറ്റ് ആനുവൽ വാല്യൂവിൽ നിന്നുള്ള ഡിഡക്ഷൻസ് പറയുകയാണെങ്കിൽ, സോ നമ്മൾ ഓൾറെഡി നെറ്റ് ആനുവൽ വാല്യൂ കണ്ടുപിടിച്ചു. നമ്മൾ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞതുപോലെ നെറ്റ് ആനുവൽ വാല്യൂ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നെറ്റ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് 2 രീതിയിൽ, സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആണെങ്കിലും ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആണെങ്കിലും ഡിഫറെന്റ് ഡിഡക്ഷൻസ് ആണ് അലോ ചെയ്യാവുന്നത്. സോ നമുക്ക് ഫസ്റ്റ് എടുക്കാം. ഇഫ് ദി പ്രോപ്പർട്ടി ഈസ് ലെറ്റ് ഔട്ട് ഓർ ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട്, ഒന്നെങ്കിൽ ലെറ്റ് ഔട്ട് ആണ് അല്ലെങ്കിൽ ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ there will be a standard deduction. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് നെറ്റ് ആനുവൽ വാല്യൂവിന്റെ 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് ഡിഡക്ട് ചെയ്യാം. നെറ്റ് ആനുവൽ വാല്യൂ നോക്കുക, അതിന്റെ 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് ഇവിടെ ഡിഡക്ട് ചെയ്യാം. അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ. നമ്മൾ ലോൺ എടുത്തിട്ടാണ് ഈ ബിൽഡിംഗ് പണിതിരിക്കുന്നത്. സോ ഒരു ഇൻട്രസ്റ്റ് വരുന്നുണ്ട്, ആ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഫുള്ളി അലൗഡ് ആണ്. ഓക്കെ, സോ ദിസ് ആർ ഇൻ കേസ് ഓഫ് ലെറ്റ് ഔട്ട് ഓർ ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട്. ഒന്നെങ്കിൽ ലെറ്റ് ഔട്ട് ആണ് അല്ലെങ്കിൽ ലെറ്റ് ഔട്ട് ആണെന്ന് ട്രീറ്റ് ചെയ്യപ്പെടുന്ന തരത്തിലുള്ള പ്രോപ്പർട്ടീസ്. ഇനി സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ അണ്ടർ സെഷൻ, അതായത് ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഇല്ല, ബിക്കോസ് സെൽഫ് ഓക്യുപ്പൈഡ് ആണ്, അതിനകത്തൊരു എക്സ്പെൻസും വരുന്നില്ല. സോ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഇല്ല, പകരം ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ ഡിഡക്റ്റ് ചെയ്യാം. ബിക്കോസ് സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിയുടെ നെറ്റ് ആനുവൽ വാല്യൂ എത്രയാ? സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിയുടെ നെറ്റ് ആനുവൽ വാല്യൂ? ഒന്നും കേൾക്കുന്നില്ല, വേഗം പറയൂ, വേഗം ടൈപ്പ് ചെയ്യൂ. സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആണെങ്കിൽ നെറ്റ് ആനുവൽ വാല്യൂ എത്രയാണ്? ഫസ്റ്റ് പോയിന്റ് കണ്ടോ, ആനുവൽ വാല്യൂ ഓഫ് വൺ സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ഈസ് നിൽ. ഓക്കെ, സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. 0 ആണെങ്കിൽ കൂടിയും 0-ൽ നിന്നും നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ നമുക്ക് കുറയ്ക്കാം. 0-ൽ നിന്നും ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ നമുക്ക് ഡിഡക്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അവിടെയും 2 കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് വേർ ദി ലോൺ ഈസ് ടേക്കൺ ഫോർ റിപ്പയർ, റിന്യൂവൽ ഓർ റീകൺസ്ട്രക്ഷൻ ഓഫ് പ്രോപ്പർട്ടി. റിപ്പയറിനോ റിന്യൂവലിനോ പ്രോപ്പർട്ടി റീകൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയോ ലോൺ എടുത്തിട്ടുള്ളതാണെങ്കിൽ മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് 30,000 ആണ്. 0-ൽ നിന്നും ഈ 30,000 നമുക്ക് ഇവിടെ ഡിഡക്ട് ചെയ്യാം. ഇനി ലോൺ ഈസ് ടേക്കൺ ഫോർ അക്വിസിഷൻ ഓർ കൺസ്ട്രക്ഷൻ ഓഫ് ദി പ്രോപ്പർട്ടി. പ്രോപ്പർട്ടി മേടിക്കാനോ പ്രോപ്പർട്ടി കൺസ്ട്രക്ട് ചെയ്യാനോ വേണ്ടിയാണെങ്കിൽ അവിടെ 2 കണ്ടീഷൻസ് വരും. ലോൺ എടുത്തിരിക്കുന്ന ഡേറ്റ് നോക്കണം. 1999 മുമ്പ് എടുത്തിട്ടുള്ള ലോണാണോ 1999 ശേഷം എടുത്തിട്ടുള്ള ലോണാണോ നോക്കുക. 1999 മുമ്പാണെങ്കിൽ അഗെയിൻ മാക്സിമം എന്ന് പറയുന്നത് 30,000 രൂപയാണ്. 1999 ശേഷമാണ് എടുത്തിട്ടുള്ളതെങ്കിൽ acquisition or construction completed within 5 years from the end of financial year in which capital was borrowed plus certificate from lender specifying interest payable. അതായത് നമ്മൾ ആ ലോൺ എടുത്തത് 99 ശേഷമാണ്. ലോൺ എടുത്തതിന് ശേഷം 5 വർഷത്തിനുള്ളിൽ, ഓക്കെ, ലോൺ എടുത്ത ഡേറ്റിന് ശേഷം 5 വർഷത്തിനുള്ളിൽ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം സർട്ടിഫിക്കറ്റ് ഫ്രം ലെൻഡർ, അതായത് ഈ പറയുന്ന ലോൺ തന്ന ഇൻഡിവിജ്വലിന്റെ ലോൺ അടയ്ക്കുന്നുണ്ട്, ഇൻട്രസ്റ്റ് അടയ്ക്കുന്നുണ്ട് എന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റും
പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ബെനിഫിറ്റ് എന്ന് പറയുന്നത് 2 lakh ആണ്. ഓക്കെ, അറ്റ് ദ സെയിം ടൈം 5 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തില്ല, സർട്ടിഫിക്കറ്റ് കാണിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് 30,000 ആണ്. ഡിഡക്റ്റബിൾ പോർഷൻ ആണ് പറയുന്നത്. സോ ലെറ്റ് മീ റിപ്പീറ്റ്, സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിയുടെ നെറ്റ് ആനുവൽ വാല്യൂ വിൽ ബി നിൽ, 0 ആയിരിക്കും. അതിൽ നിന്ന് നമുക്ക് ഡിഡക്ട് ചെയ്യാവുന്നത് ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ ആണ്. ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ കഴിഞ്ഞ വർഷമല്ല 2019 എക്സാമിന് ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, UGC നെറ്റ് എക്സാമിന്. സോ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഓർക്കുക, സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിയുടെ നെറ്റ് ആനുവൽ വാല്യൂ 0 ആണ്. ആ 0യിൽ നിന്നും ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഡിഡക്ട് ചെയ്യാൻ സാധിക്കും. ഇൻട്രസ്റ്റ് നമ്മുടെ അവിടെ ഓർക്കേണ്ട കണ്ടീഷൻ, ഈ ലോൺ എടുത്തിരിക്കുന്നത് റിപ്പയർ, മെയിൻ്റനൻസ് പോലുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ മാക്സിമം കിട്ടാവുന്നത് 30,000 രൂപ വരെ ഡിഡക്ട് ചെയ്യാം. ദെൻ ഈ ലോൺ എടുത്തിരിക്കുന്നത് കൺസ്ട്രക്ഷന് വേണ്ടിയാണെങ്കിൽ, കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ അക്വിസിഷന് വേണ്ടിയാണെങ്കിൽ, ലോൺ 1999 മുമ്പ് എടുത്തതാണെങ്കിൽ 30,000 രൂപ വരെ അഗെയിൻ ഡിഡക്ട് ചെയ്യാം. 1999 ശേഷം എടുത്തതാണെങ്കിൽ അവിടെ നമ്മൾ 2 കണ്ടീഷൻസ് നോക്കണം. ഒന്നാമത്തെ കണ്ടീഷൻ ഇതാണ്, വെദർ ദി പ്രോപ്പർട്ടി, അതായത് ഈ പറയുന്ന അക്വിസിഷൻ ലോൺ എടുത്തതിന് ശേഷം 5 വർഷത്തിനുള്ളിൽ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടുണ്ടാവണം. ഓക്കെ, അക്വയർ ആണെങ്കിൽ അതിനുള്ളിൽ അക്വിസിഷൻ കഴിഞ്ഞിട്ടുണ്ടാവണം. ഇങ്ങനെയുള്ള നടപടിയെല്ലാം 5 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ ഇപ്പോഴും ലോൺ അടച്ചുകൊണ്ടിരിക്കുകയാണ്, ഇൻട്രസ്റ്റ് അടച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മുടെ ബാങ്കിൽ നിന്നുള്ള ലെറ്ററും കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടാവുന്ന ഡിഡക്ഷൻ എന്ന് പറയുന്നത് 30,000 അല്ല, 2 ലക്ഷം രൂപ വരെ ഡിഡക്ഷൻ അനുവദിക്കും. അതർവൈസ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് 30,000 ആണ്. ഓക്കെ, ഇത്രയാണ് ഡിഡക്ഷൻ അണ്ടർ സെഷൻ 24. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് സാലറി എന്നുള്ള ഡിഡക്ഷൻസ് അണ്ടർ 16 ആണ്. ദെൻ ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഡിഡക്ഷൻ എന്ന് പറയുന്നത് ഡിഡക്ഷൻ 24 ആണ്. 24ൽ 2 പ്രൊവിഷൻസ് ആണ് വരുന്നത്, ഡിഡക്ഷൻ അണ്ടർ സെഷൻ 24A-യും 24B-യും. 24A എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണ്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വരുന്നത് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിക്ക് മാത്രമാണ്. വെറസ് 24B എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ ആണ്. ദാറ്റ് ഈസ് അവൈലബിൾ ഫോർ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആസ് വെൽ ആസ് സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി, രണ്ടിനും അവൈലബിൾ ആണ്. ഓക്കെ, മനസ്സിലായോ? യാ, ഡെഫിനറ്റ്ലി. ഒന്നുകൂടെ പറയാം. അതായത് ഒന്നുകൂടി ഞാൻ ഈ ചാർട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. സോ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് നെറ്റ് ആനുവൽ വാല്യൂ കണ്ടെത്തുന്നത് വരെയാണ്. നെറ്റ് ആനുവൽ വാല്യൂ കണ്ടെത്തുന്ന രീതി ഇതാണ്. ഇത് പ്രകാരം നമ്മൾ നെറ്റ് ആനുവൽ വാല്യൂ കണ്ടെത്തി. ആക്ച്വൽ റെന്റ് ഈസ് ദി ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്നും ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്നും മുനിസിപ്പൽ ടാക്സസ് ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് ആനുവൽ വാല്യൂ കിട്ടും. സോ ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടെത്താനുള്ള രീതിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്നും ജസ്റ്റ് മുനിസിപ്പൽ ടാക്സസ് മാത്രം ഡിഡക്ട് ചെയ്യുക, യു വിൽ ഗെറ്റ് നെറ്റ് ആനുവൽ വാല്യൂ. ഈ നെറ്റ് ആനുവൽ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ഡിഡക്ഷൻസ് ആണ് ഡിഡക്ഷൻ അണ്ടർ സെഷൻ 24ൽ പറയുന്നത്. സോ നെറ്റ് ആനുവൽ വാല്യൂ നമുക്ക് ഡിഡക്ട് ചെയ്യാവുന്ന ഐറ്റംസ്. ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആണെങ്കിൽ, ഒരു ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ, രണ്ടും ഉണ്ടാകാം. ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ കേസിൽ 2 ഡിഡക്ഷൻസ് അലോ ചെയ്യും. ഒന്നാമത്തെ ഡിഡക്ഷൻ എന്ന് പറയുന്നത് സെഷൻ 24A പ്രകാരം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണ്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് നെറ്റ് ആനുവൽ വാല്യൂവിന്റെ 30%, അതൊരു എന്താ പറയുക, കൃത്യമായിട്ടുള്ള എമൗണ്ട് ആണ്. നെറ്റ് ആനുവൽ വാല്യൂവിന്റെ 30%, എല്ലാ തവണയും 30% നമുക്ക് ഡിഡക്ട് ചെയ്യാം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട്. അതിനുശേഷം രണ്ടാമത്തെ ഡിഡക്ഷൻ എന്ന് പറയുന്നത് 24 സബ്സെഷൻ B ആണ്. ഇത് പ്രകാരം ഈ പറയുന്ന പ്രോപ്പർട്ടി കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഈ ലോണിന്റെ ഇൻട്രസ്റ്റ് ആണ് സെഷൻ 24Bയിൽ വരുന്നത്. ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് നമ്മൾ പേ ചെയ്യുന്നുണ്ടെങ്കിൽ ഫുള്ളി ഡിഡക്റ്റബിൾ ആണ്. എത്ര രൂപയാണോ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത് ആ എമൗണ്ട് മൊത്തമായിട്ടും നമുക്ക് നെറ്റ് ആനുവൽ വാല്യൂ ഡിഡക്ട് ചെയ്യാം. ഇഫ് ഇറ്റ് ഈസ് എ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ഓർ ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി, ദാറ്റ് ഈസ് ദി ഫസ്റ്റ് കണ്ടീഷൻ. ക്ലിയർ ആണല്ലോ? ഫസ്റ്റ് കണ്ടീഷനിൽ പറഞ്ഞ് 2 കാര്യങ്ങളാണ് ഡിഡക്ട് ചെയ്യാവുന്നത്. ഒന്നാമതായിട്ട് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അലോ ചെയ്യാം, രണ്ടാമതായിട്ട് ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ. നമ്മൾ ലോൺ എടുത്തിട്ടുണ്ട്, അതിനകത്ത് ഇൻട്രസ്റ്റ് അടയ്ക്കുന്നുണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റ് നമുക്ക് ഡിഡക്ട് ചെയ്യാൻ സാധിക്കും. ഇനി സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആണെങ്കിൽ അതിനകത്ത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പറ്റില്ല. പറ്റുന്നത് ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ മാത്രമാണ്. അവിടെ ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ എടുക്കുമ്പോൾ there are some conditions. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ലോൺ ടേക്കൺ ഫോർ റിപ്പയർ, റീകൺസ്ട്രക്ഷൻ ഓർ റിന്യൂവൽ ഓഫ് ഹൗസ് പ്രോപ്പർട്ടി ആണെങ്കിൽ
റിപ്പയർ, റീകൺസ്ട്രക്ഷനോ റിന്യൂവലിന് വേണ്ടി ലോൺ എടുത്തിട്ടുള്ളതാണെങ്കിൽ മാക്സിമം 30,000 രൂപ വരെ മാത്രമേ അലോ ചെയ്യുള്ളൂ. ഇനി ലോൺ എടുത്തിരിക്കുന്നത് അക്വിസിഷനോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷനോ വേണ്ടിയാണെങ്കിൽ, ഹൗസ് പ്രോപ്പർട്ടി അക്യൂർ ചെയ്യാൻ, മേടിക്കാൻ വേണ്ടിയോ ഹൗസ് പ്രോപ്പർട്ടി നിർമ്മിക്കാൻ വേണ്ടിയോ ആണെങ്കിൽ അവിടെ ലോൺ എടുത്തിരിക്കുന്ന ഡേറ്റ് നോക്കുക. ഡേറ്റ് 1/4/1999 മുമ്പാണെങ്കിൽ 30,000 രൂപ മാത്രമേ ലഭിക്കൂ. ദെൻ 1/4/1999 ശേഷമാണെങ്കിൽ 1/4/1999 ശേഷമാണ് ലോൺ എടുത്തിരിക്കുന്നത്. ലോൺ എടുത്ത ശേഷം 5 വർഷത്തിനുള്ളിൽ കൺസ്ട്രക്ഷൻ മൊത്തമായിട്ട് കഴിഞ്ഞു, ഓക്കെ എന്ന് നമ്മളിതിന് എവിഡൻസ് ഉണ്ട്. അതുകൂടാതെ ഇപ്പോഴും ലോൺ എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് തെളിയിക്കാവുന്ന റിസിപ്റ്റും ഉണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് എ ഡിഡക്ഷൻ അപ് ടു 2 lakhs. നിങ്ങൾ പേ ചെയ്യുന്ന എമൗണ്ട് എത്രയാണോ അത് 2 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ ആ എമൗണ്ട് വരെ നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടും. 2 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ 2 ലക്ഷം രൂപ വരെ ഡിഡക്ഷൻ അനുവദിക്കും. മനസ്സിലായോ? ഓക്കെ, സോ നെക്സ്റ്റ്, taxability of recovery of unrealized rent or arrears of rent received. ഇനിയിപ്പോൾ ചില കേസുകളിൽ അൺറിയലൈസ്ഡ് റെന്റ് വരും. അൺറിയലൈസ്ഡ് റെന്റ് എന്ന് പറഞ്ഞാൽ റെന്റ് ഡ്യൂ ആണ് പക്ഷെ പേ ചെയ്യുന്നില്ല. ഈ അരിയേഴ്സ് ഓഫ് റെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അവർക്ക് പേയ്മെന്റ് പറഞ്ഞു, ഒരു പേയ്മെന്റ് നടത്തുന്നില്ല. ഓക്കെ, അൺറിയലൈസ്ഡ് എന്ന് പറയുന്നത് ആ ടൈം പീരീഡിനുള്ളിൽ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റാതെ പോയതാകാം. അരിയർ എന്ന് പറയുമ്പോൾ അവർ വീഴ്ച വരുത്തിയതാണ്. ഓക്കെ, സോ ഈ 2 കേസിലും നമ്മുടെ കയ്യിലേക്ക് പേയ്മെന്റ് വരുന്നില്ല. പേയ്മെന്റ് വരാത്ത സിറ്റുവേഷനിൽ ഇത് പിന്നീട് ഒരു ദിവസം നമ്മുടെ കയ്യിലേക്ക് വരുവാണെങ്കിൽ, ഇപ്പം നമുക്കത് കിട്ടിയില്ല പക്ഷെ ഫ്യൂച്ചർ ഡേറ്റിൽ അതിന്റെ പേയ്മെന്റ് നമുക്ക് കിട്ടി. ഓക്കെ, ഇൻ ദ സിറ്റുവേഷൻ ടാക്സബിൾ ഇൻ ദി ഇയർ ഓഫ് റിസീപ്റ്റ് ഓർ റിയലൈസേഷൻ. എന്നാണോ നമുക്ക് ഈ എമൗണ്ട് കിട്ടുന്നത് ആ വർഷം ഇത് ടാക്സബിൾ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്നാണോ കിട്ടുന്നത് ആ വർഷം അത് ടാക്സബിൾ ആയിട്ട് എടുക്കണം. ദെൻ ഡിഡക്ഷൻ അറ്റ് ദ റേറ്റ് ഓഫ് 30% ഓഫ് റെന്റ് റിസീവ്ഡ് ഓർ റിയലൈസ്ഡ്. അതായത് ആ കിട്ടുന്ന ടൈമിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഡിഡക്ട് ചെയ്യാം. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണ് ഈ പറയുന്നത് 30% ഡിഡക്ട് ചെയ്യാം. ടാക്സബിൾ ഈവൻ ഇഫ് അസസി ഈസ് നോട്ട് ദി ഓണർ ഓഫ് ദി പ്രോപ്പർട്ടി ഇൻ ദി ഫൈനൽ ഇയർ ഓഫ് റിസിപ്റ്റ് ഓഫ് റിയലൈസേഷൻ. അതായത് ഓർക്കുക, ഒരു അരിയർ വന്നു. സോ അരിയർ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ആ എമൗണ്ട് കിട്ടിയതായിട്ടല്ല, കിട്ടിയില്ല എന്ന് തന്നെയാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് ആ എമൗണ്ട് കിട്ടിയില്ല എന്നുള്ള രീതിയിൽ കാണിച്ചിട്ട് നമ്മൾ അത്രയും എമൗണ്ട് കുറച്ചാണ് ടാക്സ് പേ ചെയ്തിട്ടുള്ളത്. പിന്നീട് ഒരു ദിവസം നമുക്ക് ഈ എമൗണ്ട് കിട്ടുമ്പോൾ അത് ടാക്സബിൾ ആയിരിക്കും. ക്ലിയർ ആണോ? നമ്മളത് പേ ചെയ്തതെന്ന് പറയുമ്പോൾ ഈ വർഷം നമുക്ക് കിട്ടാനുണ്ടായിരുന്നാണ്, ഈ വർഷം കിട്ടിയില്ല. കിട്ടാത്തതുകൊണ്ട് നമ്മൾ കിട്ടിയില്ല എന്ന് പറഞ്ഞ് എമൗണ്ട് കൊടുത്തില്ല. പക്ഷേ 2 വർഷത്തിന് ശേഷം ഈ എമൗണ്ട് കിട്ടുന്നു. അപ്പോൾ 2 വർഷത്തിന് ശേഷം ആ എമൗണ്ട് കിട്ടുന്ന ടൈമിൽ ദാറ്റ് വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ ദി ടോട്ടൽ ഇൻകം ഓഫ് ദി അസസി. അസസിയുടെ ടോട്ടൽ ഇൻകത്തിനകത്ത് അത് ഇൻക്ലൂഡ് ചെയ്യും. എന്നാണോ കിട്ടുന്നത് ആ ടൈമിൽ ഇൻക്ലൂഡ് ചെയ്യും. അതോടൊപ്പം തന്നെ ഓർക്കേണ്ടത്, ആ കിട്ടുന്ന ടൈമിൽ ഈ ഇൻഡിവിജ്വൽ ആ പ്രോപ്പർട്ടിയുടെ ഓണർ ആകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഓണർ അല്ലെങ്കിൽ കൂടി ആ ഇൻകം എന്ന് പറയുന്നത് ആ ഇൻഡിവിജ്വലിന്റെ ടോട്ടൽ ഇൻകത്തിൽ ആഡ് ചെയ്യും. ഓക്കെ, ഞാൻ ഒന്നും കൂടി അത് എക്സ്പ്ലെയിൻ ചെയ്യാം. സി, ഓക്കെ, 2018 1 second. ഓക്കെ, 2018 എൻ്റെ ഒരു പ്രോപ്പർട്ടി ഞാൻ ലെറ്റ് ഔട്ടിന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ പ്രോപ്പർട്ടിയിൽ നിന്നും എനിക്ക് 2 മാസത്തെ റെന്റ് ഡ്യൂ ആണ്, കിട്ടിയിട്ടില്ല. അരിയർ വന്നു. 2 മാസം റെന്റ് എന്ന് പറയുന്നത് 15,000 ആണെന്ന് വിചാരിക്കും. ഓക്കെ, ഈ 15,000 റുപ്പീസ് എനിക്ക് കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാനത് എൻ്റെ ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടുപിടിച്ചപ്പോൾ തന്നെ ഈ എമൗണ്ട് അൺറിയലൈസ്ഡ് റെന്റ് ആയിട്ട് ഞാൻ ട്രീറ്റ് ചെയ്തു. ഓക്കെ, അന്ന് എനിക്കത് കിട്ടിയില്ല. പക്ഷേ 2020 ഈ പറയുന്ന എമൗണ്ട് ആ ഇൻഡിവിജ്വൽ രണ്ടാമത് എനിക്ക് കൊണ്ടുവന്നു തന്നു. 15,000 എൻ്റെ കിട്ടി. ഓക്കെ, ഈ 15,000 എൻ്റെ കിട്ടിയത് 2018 പക്ഷേ 2019 ആയപ്പോൾ തന്നെ ഞാൻ എൻ്റെ പ്രോപ്പർട്ടി വിറ്റു. ഓക്കെ, 2019 എൻ്റെ ആ പ്രോപ്പർട്ടി ഞാൻ വിറ്റ് കളഞ്ഞു, രണ്ടാമതൊരാൾക്ക് വിറ്റു. സോ എഗെയിൻ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, 2018 എനിക്കൊരു 15,000 അരിയർ വന്നു. ദെൻ അതെനിക്ക് ആ എമൗണ്ട് എൻ്റെ ടെനന്റ് തരാനുള്ളതാണ്. ആ ടെനന്റ് എനിക്ക് തിരിച്ചു തന്നില്ല, തിരിച്ചു തരാതിരുന്നു. ദെൻ അദ്ദേഹം ഇവിടെ നിന്ന് പോവുകയും ചെയ്തു. സോ ടാക്സ് പർപ്പസിന് വേണ്ടി ഞാൻ ആ എമൗണ്ട് കിട്ടാത്തതായിട്ട് തന്നെ കാണിച്ചു, അരിയർ ആയിട്ട് തന്നെ കാണിച്ചു. അതിനുശേഷം 2019 ഞാൻ എൻ്റെ ആ പ്രോപ്പർട്ടി വിറ്റു. ഓക്കെ, സോൾഡ് ദാറ്റ് പ്രോപ്പർട്ടി. 2020 ഞാൻ ആ പ്രോപ്പർട്ടിയുടെ ഓണർ അല്ല, പക്ഷെ 2020 എനിക്ക് ആ എമൗണ്ട് കിട്ടിയത്.
സോ എനിക്കത് എൻ്റെ പ്രോപ്പർട്ടി അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ടാക്സ് പ്രകാരം പറയാൻ സാധിക്കില്ല. ഇറ്റ് വിൽ ബി ടാക്സബിൾ ഈവൻ ഇഫ് ദാറ്റ് പ്രോപ്പർട്ടി ഡസൻ ബിലോങ്സ് ടു മീ. ഈ സാഹചര്യത്തിൽ ആ പ്രോപ്പർട്ടി അന്ന് എൻ്റെ പ്രോപ്പർട്ടി ആയിരുന്നു, ഇന്ന് എൻ്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ കൂടി അത് ടാക്സബിൾ ആയിരിക്കും. ഇതാണ് അൺറിയലൈസ്ഡ് റെന്റിന്റെ റിക്കവറി വന്നു കഴിഞ്ഞാലുള്ള ടാക്സബിലിറ്റി. ക്ലിയർ ആണോ? 3 കണ്ടീഷനാണ് വരുന്നത്. ടാക്സബിൾ ഇൻ ദി ഇയർ ഓഫ് റിസീപ്റ്റ്. എനിക്ക് ഇയർ ഓഫ് റിസീപ്റ്റ് എന്ന് പറയുന്നത് 2020 ആണ്. സോ 2020 അത് ടാക്സബിൾ ആയിരിക്കും. രണ്ടാമതായിട്ട് there can be a deduction of 30%. ഇതിൽ നിന്നും എനിക്ക് 30% ഡിഡക്ട് ചെയ്യാം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട്. ദെൻ taxable even if assessee is not the owner of the property in the financial year of receipt. ഇത് കിട്ടിയ വർഷം ഞാൻ അതിന്റെ ഓണർ അല്ലെങ്കിൽ കൂടി എൻ്റെ അടുത്തത് ടാക്സബിൾ ആയിരിക്കും. ഇത്രയുമാണ് കണ്ടീഷൻസ്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ്, കോ ഓൺഡ് പ്രോപ്പർട്ടി. കോ ഓൺഡ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ ഓൺ ചെയ്യുന്ന പ്രോപ്പർട്ടി ആണെങ്കിൽ. സോ സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിയും ലെറ്റോഡ് പ്രോപ്പർട്ടിയും കോ ഓൺഡ് ആകാം. സെൽഫ് ഓക്യുപ്പൈഡ് ആണെങ്കിൽ ദി ആനുവൽ വാല്യൂ ഓഫ് ദി പ്രോപ്പർട്ടി ഓഫ് ഈച്ച് കോ ഓണർ വിൽ ബി നിൽ, or each co-owner shall be entitled to a deduction of 30,000 or 2 lakh as the case may be on account of interest on borrowed capital. അതായത് കോ ഓണേഴ്സ് വന്നു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഇതിന്റെ ഓണർ ആണെങ്കിൽ, ഓക്കെ, ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഓണർ ആണെങ്കിൽ സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആണെന്ന് വിചാരിക്കുക, ആനുവൽ വാല്യൂ 2 പേർക്കും നില്ലായിരിക്കും. അതേപോലെ തന്നെ 2 പേർക്കും ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, ഇൻട്രസ്റ്റ് ഓൺ ബോറോയിങ് എന്ന് പറയുന്നത് 2 പേർക്കും ഡിഡക്ട് ചെയ്യാനും സാധിക്കും. Okay, first condition. Let out property ആണെങ്കിൽ the income from such property shall be computed as if the property is owned by one owner and thereafter the income so computed shall be apportioned among each co-owner as per the specific share. So ഇവിടെ സംഭവിക്കുന്നത് property shall be computed as if property is owned by one owner. ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആണെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ ഓണർഷിപ്പിലുള്ളതാണെന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യും. ഫസ്റ്റ് കണ്ടീഷൻ അതാണ്. സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആണെങ്കിൽ 2 പേർക്കും അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആണെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ മാത്രം ഓണർഷിപ്പിലാണെന്ന് ട്രീറ്റ് ചെയ്യുന്നു. അതിനുശേഷം thereafter the income so computed shall be apportioned amongst each co-owner as per specific share. ഇവർ തമ്മിലുള്ള ഷെയറിംഗ് റേഷ്യോ ഇത് ഇപ്പോൾ 1:2 ആണെങ്കിൽ 1/3 ഒരാൾക്കും 2/3 മറ്റേ ആൾക്കുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈക്വലി ആണെങ്കിൽ പകുതി ഒരാൾക്കും പകുതി മറ്റേ ആൾക്കുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ ഇവർ തമ്മിലുള്ള ഷെയറിംഗ് റേഷ്യോ എങ്ങനെയാണോ അതനുസരിച്ച് ഇതിന്റെ എക്സ്പെൻസുകളും അതേപോലെ ഇതിന്റെ ഇൻകവും കൃത്യമായിട്ട് അപ്പോർഷൻ ചെയ്യുന്നു. ഇതാണ് ലെറ്റ് ഔട്ട് കേസിൽ വരുന്നത്. സെൽഫ് ഓക്യുപ്പൈഡ് ആണെങ്കിൽ 2 പേർക്കും അതിന്റെ ബെനിഫിറ്റ് കിട്ടും. ലെറ്റ് ഔട്ട് ആണെങ്കിൽ ഒരാളുടെ പേരിൽ മാത്രമായിരിക്കും ട്രീറ്റ് ചെയ്യുക. അതിനുശേഷം ഇൻകം വരുമ്പോൾ 2 പേർക്കും അത് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും ടാക്സ് പർപ്പസിന് വേണ്ടി കാണിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, സോ അത്രയുമാണ് ഹൗസ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് ഇത്രയും ഏരിയാസ് ആണ്. സോ ഇത് ഇപ്പോൾ തന്നെ നമുക്ക് 8 മണിയായി ടൈം. എനിവേ നമുക്ക് ഇനിയും ഒരുപാട് ഏരിയാസ് ഇൻകം ടാക്സ് പ്രകാരവും അതേപോലെ തന്നെ കുറച്ച് ഏരിയാസ് ലോ പ്രകാരവും ഡിസ്കഷന് ബാക്കിയുണ്ട്. അത് നമ്മൾ അഡീഷണൽ ടൈം എടുത്താണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇൻകം ടാക്സിൻ്റെ ഒരു സെഷൻ കൂടി ബാക്കിയുണ്ട്. പക്ഷേ എന്നാലും ദർ വിൽ ബി സം പോർഷൻസ്. ഇൻകം ടാക്സ് നമുക്ക് ഈ പറയുന്ന 3 ഷെഡ്യൂളിൽ തീർക്കാൻ സാധിച്ചെന്ന് വരില്ല. 2 മണിക്കൂർ എടുത്താലും തീരുന്നില്ല. അത്രയും ഡീറ്റെയിൽ ആവശ്യമായിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഓക്കെ, സോ അഡീഷണൽ ടൈം എവിടെയൊക്കെ കാവ് ചെയ്തെടുക്കാമോ അവിടെയൊക്കെ നമുക്ക് എടുക്കാം. അതനുസരിച്ച് പോർഷൻസ് ടൈം ബൗണ്ട് ആയിട്ട് തന്നെ നമുക്ക് തീർക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദി ഡേ. താങ്ക് യു.